ഇന്ന് ഏതാ ചാപ്റ്റർ എടുക്കുന്നേ? നിഷ മാമിന്റെ. ഓക്കെ ഓക്കെ. Hi, good afternoon. Good afternoon, ma'am. Good afternoon. Good afternoon, ma'am. Okay, start ചെയ്യാം. കുറച്ചു പേരൊക്കെ കാണാനുള്ളൂല്ല. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാം അല്ലേ? പറ്റുന്നവരൊക്കെ ഓൺ ദ വേ കയറട്ടെ, ഇടയിൽ വെച്ചൊക്കെ പിടിക്കാം നമുക്ക് അവരെ. ഓക്കെ, നമ്മള് എന്താണ് ഇനി പഠിക്കണ്ടേ? ഇവിടെ പഠിച്ചു നിർത്തിയിരിക്കണ്ടേ? എന്തെങ്കിലുമൊക്കെ ഓർമ്മയുണ്ടോ? എവിടെ വരെ എത്തി നമ്മൾ? എന്താണ് പഠിക്കാനുള്ളത്? പഠിച്ചു നിർത്തിയതൊക്കെ എന്താണെന്നൊക്കെ ഓർമ്മ മറന്നുപോയാ? ഫാർമസി എടുക്കാമെന്നായിരുന്നു പറഞ്ഞത്. ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റുകൾ നമ്മൾ തീർത്തു. ഫാർമസി എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് നമുക്ക് ഇന്ന് എടുക്കാനുള്ള ഏതാണ് പറഞ്ഞു വിട്ടിരുന്നേ? ശരിയല്ലേ? അതെ മാം. അതെ, എല്ലാവരും അവിടെ തന്നെയാണോ എന്ന് അറിയാൻ വേണ്ടി കൺഫേം ആക്കാനാണ് ഈ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഹോസ്പിറ്റലിന്റെ ഡിപ്പാർട്ട്മെന്റുകൾ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു മാം കഴിഞ്ഞ ക്ലാസ്സില്. പിന്നെ ആൻസർ എഴുതിയല്ലോ അല്ലേ? എഴുതി മാം. ആൻസർ ഞാൻ ലാസ്റ്റ് വായിപ്പിക്കാം കേട്ടോ, കുറച്ച് ഇടയിൽ വായിപ്പിക്കാം. കാരണം നമ്മള് ഫാർമസി എന്ന് പറയുന്ന ചാപ്റ്റർ തുടങ്ങാൻ പോവുകയാണ്. കാരണം നിങ്ങളുടെയും ഏകദേശം എന്താ പറയാ, നമ്മളുടെ ഹാഫ് പാർട്ട് ഓഫ് ദ കോഴ്സ് ആവാറായിട്ടുണ്ട്. അപ്പോ അതുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അറിയാലോ, പരീക്ഷ ഉണ്ടാവുന്നൊക്കെ നിങ്ങൾക്ക് നേരത്തെ ഡീറ്റെയിൽസ് ഒക്കെ തന്നിരിക്കുന്നതാണ്.
അപ്പൊ അതുകൊണ്ട് നമുക്ക് പോർഷൻസ് ഒക്കെ കുറച്ചൊക്കെ തീർക്കാനുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇടയിൽ ഞാൻ വായിപ്പിച്ചോളാം. ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഇനി ക്വസ്റ്റ്യൻസ് വേറെ തരാനുണ്ടോ എന്നൊക്കെ ഞാൻ അന്നേരം ചോദിക്കാം. ബിക്കോസ് നിങ്ങളുടെ കൂടെയുള്ള ഒപ്പമുള്ള മോർണിംഗ് ബാച്ചിൽ നമ്മൾ ഇപ്പൊ എടുക്കാൻ പോകുന്ന ഈ ചാപ്റ്റർ ഏകദേശം തീരാറായി 1-2 പേജ് മാത്രമേ ബാക്കിയുള്ളൂ. നമ്മളുടെ ഒരു ക്ലാസ് എവിടെയോ എനിക്ക് തോന്നുന്നത് ആഫ്റ്റർനൂൺ സെഷനിൽ ഒരു ദിവസം ക്ലാസ് പോയപ്പോ ഉണ്ടായ ഒരു വേരിയേഷൻ ആണെന്ന് തോന്നുന്നുണ്ട്. ഇങ്ങനെ ആവട്ടെ. ഓക്കെ, നമുക്ക് ടൈം വേസ്റ്റ് ചെയ്യാനില്ല. അപ്പൊ നമ്മളുടെ ചാപ്റ്ററിന്റെ പേര് ഇതാണ്, ഹോസ്പിറ്റൽ ഫാർമസി ആണ് അല്ലെ. ഫാർമസി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മരുന്ന് കിട്ടുന്ന സ്ഥലമാണ്. എല്ലാവരും ഹോസ്പിറ്റലിൽ പോയി നമുക്ക് എല്ലാവർക്കും എക്സ്പീരിയൻസ് ഉള്ളവരാണ്. ഹോസ്പിറ്റലിന്റെ ഫാർമസിയിൽ നിന്ന് നമ്മൾ മരുന്ന് ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് അവരുടെ ചാർട്ട് പ്രകാരം നമുക്ക് ഡിസ്പെൻസ് ചെയ്യുന്നു. അതനുസരിച്ച് നമ്മളത് കൊണ്ടുപോയി കഴിക്കുമ്പോഴാണ് നമ്മുടെ രോഗമൊക്കെ ഭേദമാകുന്നത്. സോ ടു കളക്ട് മെഡിസിൻസ് ഫ്രം ദ ഫാർമസിയിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മെഡിസിൻസ് കളക്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ മെഡിസിൻസ് കൊണ്ടുപോകുന്നത്, നമ്മൾ കഴിക്കുന്നു. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ്. ഹോസ്പിറ്റലിന്റെ ഫാർമസി ഹോസ്പിറ്റലിൽ വരുന്ന പേഷ്യൻസിന്, അഡ്മിറ്റ് ചെയ്യപ്പെടുന്ന പേഷ്യൻസിന് മരുന്ന് കൊടുക്കുന്നു എന്നുള്ള എന്താ പറയാ കർത്തവ്യം, അവരുടെ റെസ്പോൺസിബിലിറ്റി അത് മാത്രമാണോ ഉള്ളത്, അല്ലെങ്കിൽ വാട്ട് ഓൾ അതർ ഫങ്ഷൻസ് ആർ പെർഫോംഡ് ബൈ ഹോസ്പിറ്റൽ ഫാർമസി, ഹോസ്പിറ്റൽ ഫാർമസി മറ്റെന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ, ഇതൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. എന്തൊക്കെയാണ് ഹോസ്പിറ്റലിന്റെ ഫാർമസിയിൽ നടക്കുന്നത് എന്നുള്ളത് കാണിക്കാനുള്ള ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ ഹോസ്പിറ്റൽ ഫാർമസി, see, we know that hospital pharmacy is one of the most important department of a hospital. ഹോസ്പിറ്റലിന്റെ മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുമായി കമ്പയർ ചെയ്യുമ്പോൾ അതുപോലെ തന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റ് ഡിപ്പാർട്ട്മെന്റുകളെ പോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഹോസ്പിറ്റൽ ഫാർമസി എന്ന് പറയുന്നത്. ഓക്കെ, അത് നമുക്ക് എല്ലാവർക്കും അറിയാം. അതാണ് ആദ്യത്തെ സെന്റൻസ് എഴുതി വെച്ചിരിക്കുന്നത്. ഇനി ഹോസ്പിറ്റൽ ഫാർമസി എന്ന് പറയുന്നത് എന്താണ്? What is a hospital pharmacy എന്ന് ചോദിച്ചാൽ it can be defined as the procurement which handles the procurement, the storage, dispensing, manufacturing, testing, packing and distribution of drugs. ഏതോ ഒരു ഡിപ്പാർട്ട്മെന്റ് ഹോസ്പിറ്റലിലെ മരുന്നുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് മരുന്ന് വാങ്ങുക, പ്രൊക്യൂർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് നേടുക, അതുപോലെ തന്നെ അത് സ്റ്റോർ ചെയ്യുക, അത് കോമ്പൗണ്ട് ചെയ്യുക എന്ന് വെച്ചാൽ മിക്സ് ചെയ്യുക. ചില മരുന്നുകൾ പുതിയ മരുന്ന് ഉണ്ടാക്കാൻ വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കോമ്പൗണ്ട് ചെയ്യേണ്ടി വരും. അതുപോലെ തന്നെ എന്താ പറയാ ഇൻപേഷ്യൻസിന്, അഡ്മിറ്റ് ചെയ്യപ്പെട്ട പേഷ്യൻസിനും ഔട്ട് പേഷ്യൻസിനൊക്കെ മരുന്ന് ഡിസ്പെൻസ് ചെയ്യുക. പുതിയ മരുന്നുകൾ, പുതിയ രോഗങ്ങൾ വരുമ്പോൾ പുതിയത് ഉണ്ടാക്കേണ്ടി വരും, പുതിയതായിട്ട് പ്രൊഡ്യൂസ് ചെയ്യേണ്ടി വരും. മാനുഫാക്ചർ ചെയ്യുക, മാനുഫാക്ചർ ചെയ്ത മെഡിസിൻസ് നേരിട്ട് അങ്ങോട്ട് പേഷ്യൻസിന് കൊടുക്കുകയല്ല. ഇറ്റ് ഷുഡ് ബി കെപ്റ്റ് ഫോർ ലാബ് ടെസ്റ്റ് അല്ലെ. ഇറ്റ് ഷുഡ് ബി അത് ഗോൺ ഫോർ ലാബ് ടെസ്റ്റ്. അത്തരം മരുന്നുകൾ പുതിയതായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് കഴിയുമ്പോൾ, മാനുഫാക്ചർ ചെയ്ത് കഴിയുമ്പോൾ അത് ടെസ്റ്റിങ്ങിന് വിടുക, ടെസ്റ്റ് ചെയ്യുക, അത് പാക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മരുന്നുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രൊക്യൂർമെന്റ്, സ്റ്റോറേജ്, കോമ്പൗണ്ടിങ്, മാനുഫാക്ചറിങ്, ഡിസ്പെൻസിങ്, ടെസ്റ്റിംഗ്, പാക്കിംഗ്, ഡിസ്ട്രിബ്യൂഷൻ, ഇതെല്ലാം ഹാൻഡിൽ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഹോസ്പിറ്റൽ ഫാർമസി എന്ന് പറയുന്നത്. അപ്പൊ ഹോസ്പിറ്റൽ ഫാർമസിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ്. അപ്പൊ ആ ഡെഫിനിഷനിൽ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട് എന്നുള്ളത് ആ ഓരോരോ വേർഡിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. ഹോസ്പിറ്റൽ ഫാർമസി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടോ, എന്താണ് എല്ലാത്തിനും മറ്റത്താണ് ലാസ്റ്റ് ഡ്രഗ്സ് വന്നിരിക്കുന്നത്. പ്രൊക്യൂർമെന്റ് ഓഫ് ഡ്രഗ്സ്, storage of drugs, compounding of drugs, dispensing of drugs, manufacturing of drugs, testing of drugs, packing of drugs and distribution of drugs. ഇതെല്ലാം ഹാൻഡിൽ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് ഹോസ്പിറ്റൽ ഫാർമസി. അപ്പൊ നമ്മൾ വിചാരിക്കുന്ന പോലെ നിസ്സാരം കുറച്ച് കാര്യങ്ങൾ മാത്രമല്ല ഹോസ്പിറ്റൽ ഫാർമസിക്ക് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരുപാട് കാര്യങ്ങൾ ഹോസ്പിറ്റൽ ഫാർമസിയിൽ ചെയ്യുന്നുണ്ട്. നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മരുന്ന് തരുന്നു, നമ്മൾ രോഗവുമായിട്ട് ചെല്ലുമ്പോൾ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻസ് നമുക്ക് കിട്ടുന്ന സ്ഥലമാണ് ഹോസ്പിറ്റൽ ഫാർമസി. അത്രയും നമുക്ക് അറിയുന്നുള്ളൂ. അതിൽ കൂടുതൽ നമ്മൾ അറിയേണ്ട കാര്യവുമില്ല. നമുക്ക് അവരെന്താ ചെയ്യണേ, അവിടെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു അന്വേഷിക്കേണ്ട കാര്യവും നമുക്കില്ല. മരുന്ന് വാങ്ങിക്കാൻ വീട്ടിൽ പോകുക, എത്രയും പെട്ടെന്ന് പുറത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് ഹോസ്പിറ്റൽസിൽ ചെന്ന് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പൊ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് ഇതിന്റെ എല്ലാം ചെയ്യുന്ന, ഹോസ്പിറ്റൽ ഫാർമസി എന്ന് പറയുന്നത് ഇതെല്ലാം ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അതുകൊണ്ടാണ് ഹോസ്പിറ്റൽ ഫാർമസിനെ അങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഓൾസോ ഹോസ്പിറ്റൽ ഫാർമസിയിൽ ഇത് മാത്രമാണ് നടക്കുന്നത് അല്ല. എഡ്യൂക്കേഷണൽ ആൻഡ് റിസർച്ച്
എന്താ പറയാ ഫങ്ഷൻസ് ആർ ഓൾസോ പെർഫോംഡ് ഇൻ ഹോസ്പിറ്റൽ ഫാർമസി. അതായത് എന്താ പറയാ ഈ ഹോസ്പിറ്റൽസിലെ മരുന്നുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പഠനങ്ങൾ, മരുന്നിനെ കുറിച്ചൊക്കെ പഠിക്കണം, അല്ലെങ്കിൽ പുതിയ മരുന്നുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള റിസർച്ച് നടത്തണം. അങ്ങനെ മരുന്നല്ലാതെയുള്ള മറ്റ് ഉപകരണങ്ങളൊക്കെ സപ്ലൈ ചെയ്യുന്ന സ്ഥലമാണ് ഹോസ്പിറ്റൽ ഫാർമസി. അപ്പൊ അതിനെ കുറിച്ചുള്ള പഠനങ്ങൾ നടത്താനും ഗവേഷണങ്ങൾ നടത്താനുമുള്ള ഒരു സർവീസ് അല്ലെങ്കിൽ അത്തരം ഒരു സെന്റർ ആയിട്ടും ഹോസ്പിറ്റൽ ഫാർമസി വർത്തിക്കുന്നുണ്ട്. അപ്പൊ എഡ്യൂക്കേഷൻ ആൻഡ് ഓൾസോ റിസർച്ചസ് are done in hospital pharmacy. ഒരു hospital pharmacy, it should be governed and controlled by professionally efficient and qualified pharmacists. അപ്പൊ അതുപോലെ തന്നെ ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്. നല്ല എന്താ പറയാ രീതിയിൽ കുറെ കാര്യങ്ങൾ മരുന്നുകളെ കുറിച്ച് ഇവർക്ക് പഠിക്കാനുണ്ട്, ഗവേഷണങ്ങൾ നടത്താനുണ്ട്. അതുകൊണ്ട് തന്നെ പഠിക്കാനും ഗവേഷണങ്ങൾ നടക്കാനും ഒക്കെ ഹലോ കേൾക്കണ്ടോ? അതൊക്കെ വെച്ച് നെറ്റ് കട്ടായി പോയി. ഓക്കെ, കേൾക്കണ്ടല്ലോ അല്ലേ? ഓക്കെ, അപ്പൊ ഹോസ്പിറ്റൽ ഫാർമസി എന്ന് പറയുന്നത് നമ്മളുടെ ഒരു എന്താ പറയാ അത് ഗവേൺ ചെയ്യുന്നത് അല്ലെങ്കിൽ അതിന്റെ ആക്ടിവിറ്റീസ് ഒക്കെ കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്ത് കൊണ്ടുപോകുന്നത് ഹോസ്പിറ്റലിന്റെ എഫിഷ്യന്റ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫാർമസിസ്റ്റുകളായിരിക്കും. ഇനി ഈ ഹോസ്പിറ്റൽ ഫാർമസി തന്നെ ഈ പറയുന്ന പോലെ എന്താ പറയാ ഡ്രഗ്സ് ആവശ്യത്തിന് വേണ്ടത്ര വാങ്ങി വെക്കുക, സ്റ്റോർ ചെയ്യുക, അത് ഡിസ്പെൻസ് ചെയ്യുക, അതിന്റെ ടെസ്റ്റിംഗ് നടത്തുക എന്നുള്ള കാര്യങ്ങൾ മാത്രമല്ല ചെയ്യുന്നത്. They are responsible for, that means the hospital pharmacist who are governing the hospital pharmacy. Hospital pharmacy കൈകാര്യം ചെയ്യുന്ന നിയന്ത്രിച്ച് അതിന്റെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്ത് കൊണ്ടുപോകുന്ന ആളുകള് they are responsible for making orders, quality test, storing, security of drugs. നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഫാർമസിയിലേക്ക് ആവശ്യമായിട്ടുള്ള മരുന്നുകള് പുതിയതായിട്ട് ഏതൊക്കെ മരുന്നുകൾ കൊണ്ടുവരണം, അതിനുള്ള ഓർഡർ വയ്ക്കണം, അത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അത് സ്റ്റോർ ചെയ്യണം, വാങ്ങിച്ച് സ്റ്റോർ ചെയ്യണം, അതിന് വേണ്ട ടെസ്റ്റിംഗ് ഒക്കെ നടത്തേണ്ട മെഡിസിൻസ് ആണെങ്കിൽ ടെസ്റ്റ് ചെയ്യണം. ആഫ്റ്റർ ഓൾ ഇതെല്ലാം സെക്യൂർ ചെയ്യണം എന്ന് വെച്ചാൽ യാതൊരു രീതിയിലും എങ്ങനെയെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് ലോസ് ആകാതെ, നഷ്ടപ്പെട്ടു പോകാതെ, മെഡിസിൻസ് ഒന്നും നഷ്ടപ്പെട്ടു പോകാതെയൊക്കെ എന്താണ് അത് സെക്യൂർ ചെയ്ത് സൂക്ഷിക്കേണ്ടതും ഒക്കെ ഹോസ്പിറ്റൽ ഫാർമസിയുടെ ഉത്തരവാദിത്തമാണ്, അല്ലെങ്കിൽ അത് ഹാൻഡിൽ ചെയ്യുന്ന ഫാർമസിസ്റ്റുകളുടെ ഉത്തരവാദിത്തമാണ്. ആൻഡ് ഓൾസോ they have to make sure there is adequate supply of medicine. മെഡിസിൻ യാതൊരു തരത്തിലുള്ള എന്താ പറയാ തടസ്സങ്ങളുമില്ലാതെ ആവശ്യത്തിന് മെഡിസിൻ നമ്മുടെ ഹോസ്പിറ്റലിൽ ഉണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടതും ഹോസ്പിറ്റൽ ഫാർമസിക്കാരുടെ ഉത്തരവാദിത്തമാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഹോസ്പിറ്റൽ ഫാർമസിയിൽ നടക്കുന്നുണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഹോസ്പിറ്റൽ ഫാർമസിനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഒരു ഡിപ്പാർട്ട്മെന്റ് വിച്ച് ഹാൻഡിൽസ് ദ എന്താ പറയാ പ്രൊക്യൂർമെന്റ്, സ്റ്റോറേജ്, കോമ്പൗണ്ടിങ്, മാനുഫാക്ചറിങ്, ടെസ്റ്റിംഗ്, പാക്കിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡ്രഗ്സ്. ഇതെല്ലാം ചെയ്യുന്ന പ്രവർത്തികൾ ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിനാണ് ഹോസ്പിറ്റൽ ഫാർമസി
എന്ന് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ആൻഡ് ഓൾസോ ഇവിടെ നടക്കുന്നത് എഡ്യൂക്കേഷണൽ ആൻഡ് റിസർച്ച് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സർവീസസും ഹോസ്പിറ്റൽ ഫാർമസിയിൽ നടക്കുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ഗവേൺഡ് ആൻഡ് കൺട്രോൾഡ് ബൈ എഫിഷ്യന്റ്ലി ക്വാളിഫൈഡ് ഫാർമസിസ്റ്റ്. വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫാർമസിസ്റ്റുകളായിരിക്കും ഹോസ്പിറ്റൽ ഫാർമസി കൈകാര്യം ചെയ്യുന്നത്. ഹോസ്പിറ്റൽ ഫാർമസിയുടെ ഉത്തരവാദിത്തമാണ് അവരുടെ ഹോസ്പിറ്റലിലേക്ക് വേണ്ട മെഡിസിൻസ് ഓർഡർ ചെയ്യുക, അത് വാങ്ങുക, സ്റ്റോർ ചെയ്യുക, സെക്യൂർ ചെയ്യുക എന്നുള്ളതൊക്കെ. ആൻഡ് ഓൾസോ ആഡക്വേറ്റ് സപ്ലൈ ഓഫ് മെഡിസിൻസ് ഉണ്ട് എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഇവരാണ്. ക്ലിയർ ആയോ? ആ 4 പോയിന്റ് എന്താന്ന് മനസ്സിലായോ? മനസ്സിലായോ? പെട്ടെന്ന് ആൻസർ പറയണേ. മനസ്സിലായെങ്കിൽ ഏതെങ്കിലും സ്പെസിഫിക് പോയിന്റ് മനസ്സിലാവാത്തതുണ്ടെങ്കിൽ നിങ്ങൾ പറയുകയും വേണം. ഓക്കെ, ഇപ്പൊ ഇതിനകത്ത് ഈ ഒരു ഭാഗത്ത് ആ ഫസ്റ്റ് അല്ല സെക്കൻഡ് ആൻഡ് തേർഡ് പോയിന്റിലെ 1, 2, 3 പോയിന്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. ഞാൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റുകൾ നോട്ട് ചെയ്യാൻ പറയുന്നതാണ്. ബിക്കോസ് അതിലേക്കൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഇനി നമ്മൾ ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ തന്നു വരില്ല. ബിക്കോസ് ക്വസ്റ്റ്യൻസ് ആ ഒരു 1ാമത്തെ ചാപ്റ്ററിൽ, അതായത് എന്റെ 1ാമത്തെ ചാപ്റ്റർ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് ലെങ്തി ചാപ്റ്ററും ഒരുപാട് ഡിപ്പാർട്ട്മെന്റുകളും ഒക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ അതിൽ ക്വസ്റ്റ്യൻസ് ആയിട്ട് നിങ്ങൾക്ക് തന്നത്. ഇവിടെ നമ്മൾ ക്വസ്റ്റ്യൻസ് ഒന്നും ഇങ്ങനത്തെ ചാപ്റ്റേഴ്സിലൊന്നും തരാനൊന്നും നമുക്ക് സമയം ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾ നോട്ട് ചെയ്യുക 2ാമത്തെയും 3ാമത്തെയും പോയിന്റ്. അവിടെ ക്വസ്റ്റ്യൻ അത് ബേസ് ചെയ്തിട്ട് ആ സെന്റൻസുകൾ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കണ്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് പറഞ്ഞത്. മനസ്സിലായോ? പറഞ്ഞ കാര്യം മനസ്സിലായോ? പറയുന്ന കാര്യങ്ങൾ വ്യക്തമാക്കി മനസ്സിലാക്കി പോവുക. ഓക്കെ, യെസ്. നെക്സ്റ്റ് വൺ. ഇനി നമുക്ക് നോക്കാം എന്താണ് ഹോസ്പിറ്റൽ ഫാർമസി ചെയ്യുന്നത്, എന്തൊക്കെ പ്രവർത്തനങ്ങൾ ഹോസ്പിറ്റൽ ഫാർമസിയിൽ നടക്കുന്നുണ്ട്. അപ്പൊ നമ്മൾക്ക് അറിയാവുന്ന കാര്യം എന്ന് പറയുന്നത് മരുന്ന് തരുന്ന ഒരു കാര്യം മാത്രമാണ്. ബട്ട് rather than that, there are many functions which is performed by hospital pharmacy. Hospital pharmacyയിൽ അതുകൂടാതെ മറ്റനേകം ഫങ്ഷൻസ് നടക്കുന്നുണ്ട്. അപ്പൊ എന്തൊക്കെയാന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, they have to forecast the demand and according to that they have to make provisions for purchasing, receiving, inspecting, quality test, storage and distribution. നമ്മൾ ആ ഡെഫിനിഷനിൽ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ. അതായത് ഹോസ്പിറ്റൽ ഫാർമസിയിൽ നമുക്കറിയാം അവർക്ക് എത്രത്തോളം ഹോസ്പിറ്റൽ ഫാർമസി ഗവേൺ ചെയ്യുന്ന അല്ലെങ്കിൽ അത് കൈകാര്യം ചെയ്യുന്ന ആളുകൾക്ക് അറിയണം ഒരു ഹോസ്പിറ്റലിന്റെ ഫാർമസിയിൽ ഏതൊക്കെ രീതിയിലെ മെഡിസിൻസിന്റെ ഡിമാൻഡ് വരാൻ സാധ്യതയുണ്ട്. അവർക്ക് അതിനെ കുറിച്ച് ഒരു മുൻധാരണ ഉണ്ടായിരിക്കണം. ഫോർകാസ്റ്റ് ചെയ്യണം എന്ന് വെച്ചാൽ ദേ ഹാവ് ടു പ്രീ പ്ലാൻ ചെയ്യണം. ഇത്ര മെഡിസിൻസ് ഇന്ന ഡിപ്പാർട്ട്മെന്റുകളിൽ ഇന്ന മെഡിസിൻസിന് എന്താ പറയാ ഡിമാൻഡ് വരാനുള്ള സാധ്യതയുണ്ട്. അതനുസരിച്ച് അതിന് അക്കോർഡൻസ് ആയിട്ട് എന്തൊക്കെ ഡിപ്പാർട്ട്മെന്റുകൾ ഒരു ഹോസ്പിറ്റലിൽ ഉണ്ടോ അവിടേക്ക് ഇന്ന മരുന്നുകളൊക്കെ വേണ്ടി വരും എന്നതനുസരിച്ച് ഹോസ്പിറ്റൽ ഫാർമസിയിലേക്ക് ആവശ്യം വേണ്ട മരുന്നുകൾ കൊണ്ടുവരാനുള്ള പ്രൊവിഷൻസ്, അതിനുവേണ്ടിയുള്ള അറേഞ്ച്മെന്റുകൾ ചെയ്യണം, അത് പർച്ചേസ് ചെയ്യണം, പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിസീവ് ചെയ്യണം, വാങ്ങിച്ചു ഓർഡറൊക്കെ കൊടുത്തു, നമ്മള് മെഡിസിൻ വന്നു, അത് വാങ്ങണം. വാങ്ങുമ്പോൾ വെറുതെ അങ്ങോട്ട് വാങ്ങിച്ചിട്ട് അവിടെ എവിടെയെങ്കിലും വെക്കുകയല്ല, അത് വാങ്ങിച്ചു കഴിഞ്ഞാൽ അത് ടെസ്റ്റ് ചെയ്യണം, അതിന്റെ ക്വാളിറ്റി ടെസ്റ്റ്, അത് ഇൻസ്പെക്ട് ചെയ്യണം, നമ്മൾ ഓർഡർ ചെയ്ത എല്ലാ മെഡിസിൻസ് ഒക്കെ ഉണ്ടോ അത് നോക്കണം. അതെല്ലാം കഴിഞ്ഞ് ടെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് വേറെ അതിന് ആപ്റ്റ് ആയിട്ടുള്ള സ്ഥലം, സ്റ്റോർ ചെയ്യുന്ന സ്ഥലം, ഓരോന്നിനും എല്ലാ മെഡിസിൻസും ഒരേ രീതിയിലല്ല സ്റ്റോർ ചെയ്യുന്നത്. അപ്പൊ വേണ്ട സ്ഥലത്തൊക്കെ കൃത്യമായിട്ട് കൊണ്ടുപോയി അത് സ്റ്റോർ ചെയ്യുക. ആൻഡ് ഓൾസോ എപ്പോഴാണ് എടുത്തു കൊടുക്കേണ്ടത് അത് ഏരിയാസിലേക്ക് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അപ്പൊ 1ാമത്തെ പ്രധാനപ്പെട്ട കാര്യം ഫാർമസിയിൽ ചെയ്യാനുള്ളത് ഇതാണ്. എന്താണ്? they have to forecast the demand of medicines. മെഡിസിൻസിന്റെ ഡിമാൻഡിനെ കുറിച്ച് അവർക്ക് ഒരു ധാരണ ഉണ്ടായിരിക്കണം, പ്രീ പ്ലാൻ ചെയ്യണം. ആൻഡ് ഇൻ അക്കോർഡൻസ് അതിനനുസൃതമായിട്ട് പ്രൊവിഷൻസ് ഫോർ പർച്ചേസിംഗ്, റിസീവിംഗ്, ടെസ്റ്റിംഗ്, ഇൻസ്പെക്ടിംഗ് ആൻഡ് സ്റ്റോറിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഡ്രഗ്സ് ഷുഡ് ബി മെയ്ഡ്. അതനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ, മരുന്നുകൾ വാങ്ങാനുള്ള അറേഞ്ച്മെന്റുകൾ, അത് വാങ്ങുക, അത് വാങ്ങിക്കഴിഞ്ഞാൽ അത് ഇൻസ്പെക്ട് ചെയ്യുക, ടെസ്റ്റ് ചെയ്യുക, സ്റ്റോർ ചെയ്യുക, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഹോസ്പിറ്റൽ ഫാർമസി ചെയ്യണം. ഇനി ഇത് സ്റ്റോർ ചെയ്യുന്നതിനും വാങ്ങിക്കുന്നതിനും ഒക്കെ അല്ലെങ്കിൽ വാങ്ങുന്നതിന് ഇത് പർച്ചേസ് ചെയ്യണം, മെഡിസിൻസ് പർച്ചേസ് ചെയ്യണം. സോ ദാറ്റ് ദേ ഹാവ് ടു സെലക്ട് ട്രസ്റ്റ് വർത്തി സപ്ലയേഴ്സ്. അപ്പൊ നമുക്ക് വാങ്ങണം എന്തെങ്കിലും ഒരു സാധനം നമ്മൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ എന്താ പറയാ നമുക്ക് അത് വാങ്ങാൻ വിശ്വാസയോഗ്യമായ ആളുകളിൽ നിന്നാണ് നമ്മൾ പല സാധനങ്ങളും വാങ്ങിക്കുക. നിത്യോപയോഗ സാധനങ്ങളുടെ കാര്യമല്ല, അത് മാറ്റി നിർത്താം. നമ്മുടെ എന്താ പറയാ നമുക്ക് ദീർഘകാലമൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി വരുന്ന ചില ഇൻസ്ട്രുമെന്റുകൾ നമ്മുടെ വീടുകളിൽ തന്നെ നമ്മൾ ഒരുപാട് എന്താ പറയാ മെഷീനറീസ് ഒക്കെ ഉപയോഗിക്കുന്നവരാണ്. വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ ഒക്കെ. അപ്പൊ ഇതൊക്കെ നമ്മൾ ഈ പണം മേടിച്ച് അതുപോലെ വേറെ വാങ്ങിക്കാം എന്നുള്ള ഉദ്ദേശത്തിലല്ല വാങ്ങിക്കുക. അപ്പൊ ഇതൊക്കെ ഒരു ലോങ് ടേം പർപ്പസിന് വേണ്ടി വാങ്ങിക്കുമ്പോൾ നമ്മളത് എവിടെ നിന്ന് വാങ്ങിക്കണം, കുറച്ച് കാര്യങ്ങളൊക്കെ മുൻകൂട്ടി പ്ലാൻ ചെയ്യും. ആരെയാണ് നമ്മൾക്ക് അത് സപ്ലൈ ചെയ്യാൻ വിശ്വസിക്കാൻ പറ്റുന്നവര്, നമ്മളെ പറ്റിക്കില്ല, ഏത് രീതിയിലും പറ്റിക്കില്ല. ക്യാഷിന്റെ കാര്യത്തിലായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേതെങ്കിലും അതിന്റെ എന്താ പറയാ ഇതൊക്കെ ഉണ്ടല്ലോ, മറ്റേ
വാറണ്ടി ഒക്കെ തരുന്ന ഗ്യാരണ്ടി വാറണ്ടി ഒക്കെ തരുന്ന കാര്യത്തിലായിക്കോട്ടെ, എന്തിന്റെ കാര്യത്തിൽ നമുക്ക് ഒരു വിശ്വസിക്കാൻ പറ്റുന്ന ആളുകളെ നമ്മൾ സെലക്ട് ചെയ്യും. ലൈക്ക് വൈസ് അതുപോലെ തന്നെ മെഡിസിൻസ് സപ്ലൈ ചെയ്യുന്ന ആളുകളെ സെലക്ട് ചെയ്യുമ്പോഴും ദേ ഹാവ് ടു സെലക്ട് ദ ട്രസ്റ്റ് വർത്തി സപ്ലയേഴ്സ്. നമുക്ക് വിശ്വാസയോഗ്യമായ ആൾക്കാരെ, മരുന്ന് സപ്ലൈ ചെയ്യാൻ പറ്റുന്നവരെ സെലക്ട് ചെയ്യാം. എല്ലാവരെയൊക്കെ ഒരുപാട് ആൾക്കാർ മരുന്നുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു വരും. ഇന്ന കമ്പനിയുടെ പുതിയ മരുന്നാണ് ഇത്, ഇന്ന വളരെ ഇഫക്റ്റീവ് ആണ്, പേഷ്യൻസിലൊക്കെ ഉപയോഗിച്ച് ടെസ്റ്റ് ചെയ്ത് വളരെ എന്താ പറയാ റെക്കമെൻഡഡ് ആയിട്ടുള്ള ഒരു മെഡിസിൻ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് സപ്ലയർമാര് ഹോസ്പിറ്റൽസിൽ വരും. നമ്മൾ പലപ്പോഴും പലവരെയും നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട്. ഡോക്ടേഴ്സിനെ കാണാനിരിക്കുമ്പോൾ ബാഗൊക്കെ തൂക്കി അല്ലെ ജനറൽ ലുക്കിലൊക്കെ വരുന്ന മെഡിക്കൽ റെപ്സിലൊക്കെ അവരൊക്കെ ഓരോ പുതിയ മെഡിസിൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വരുന്നതാണ് ഡോക്ടേഴ്സിന്. പക്ഷെ ഇവരിൽ നിന്ന് എല്ലാവരിൽ നിന്നും മരുന്നൊന്നും ഡോക്ടർമാർ വാങ്ങില്ല, അവരിൽ നിന്ന് സെലക്ട് ചെയ്യും. അപ്പൊ അതും hospital pharmacy select ചെയ്യണം. and they have to prescribe the estimate of needed medicines. ഒരു ഹോസ്പിറ്റലില് എന്തൊക്കെ മരുന്ന് വേണം, ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടോ ആ ഡിപ്പാർട്ട്മെന്റുകൾക്കൊക്കെയാണ് മരുന്ന് വരുന്നത്. ഇപ്പൊ കാർഡിയോളജിയിൽ എന്തൊക്കെ രോഗവുമായി ബന്ധപ്പെട്ട ആൾക്കാർ വരാം, അവർക്ക് എന്തൊക്കെ മരുന്നുകൾ കൊടുക്കാം. അപ്പൊ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കാം. ഓരോ ഡിപ്പാർട്ട്മെന്റിലും ആവശ്യമുള്ള മരുന്നുകൾ എന്തൊക്കെയാണ്, അതിനൊരു എസ്റ്റിമേഷൻ എന്താ, അതിനൊരു കോസ്റ്റ്, അത്തരം മെഡിസിൻസ് നമുക്ക് ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി വരുന്ന ചെലവ്. അപ്പൊ അതൊക്കെ നോക്കി അതെല്ലാം എത്രയാണെന്ന് മനസ്സിലാക്കി വെക്കുക. അതനുസരിച്ച് അതിന്റെ ഒരു പ്രിസ്ക്രിപ്ഷൻ ഫോം, ഒരു എസ്റ്റിമേറ്റ് അതിനുവേണ്ടി തയ്യാറാക്കുക. ആൻഡ് ദേ ഹാവ് ടു ഓൾസോ കീപ് ഇൻഫർമേഷൻ റിഗാർഡിംഗ് ദ ക്വാളിറ്റി, കോസ്റ്റ്, സോഴ്സ് ഓഫ് സപ്ലൈ ആൻഡ് ഓൾസോ ഡ്രഗ് റിയാക്ഷൻ. ഇനി മരുന്നുകൾ നമ്മൾ വാങ്ങിക്കുമ്പോൾ ആ മരുന്നുകളെ സംബന്ധിക്കുന്ന എല്ലാ തരത്തിലുള്ള ഇൻഫോർമേഷൻസും അവർക്ക് അറിഞ്ഞിരിക്കണം. ഇപ്പൊ ഒരു മരുന്ന്, ഇന്ന മരുന്ന് എക്സ് എന്ന് പറയുന്ന ഒരു മരുന്ന്, ആ മരുന്നിന്റെ ചെലവ്, അതിന്റെ ക്വാളിറ്റി എന്താണ്, അത് സപ്ലൈ ചെയ്തത് എവിടെ നിന്നാണ്, അതിന്റെ സോഴ്സ്. ഇനി മാത്രമല്ല ആ മരുന്നിന് എന്തെങ്കിലും തരത്തിലുള്ള റിയാക്ഷൻസ് ഉണ്ടോ, ഈ വക കാര്യങ്ങളെല്ലാം തന്നെ ഡീറ്റെയിൽഡ് ആയിട്ട് അവിടെ സേവ് ചെയ്ത് വെക്കണം. അവരെവിടെയെങ്കിലും അവരുടെ റെക്കോർഡ്സിലായിട്ട് അത് എങ്ങനെ വേണമെങ്കിലും റെക്കോർഡ് ചെയ്യാം. ഇന്ന് ഇൻഫർമേഷൻ ടെക്നോളജി, കമ്പ്യൂട്ടറിന്റെ സഹായത്തോടെ ഇതെല്ലാം സേവ് ചെയ്ത് വെക്കാൻ പറ്റും. അങ്ങനെയോ ബുക്കുകളിലോ എവിടെയാണോ അത് എങ്ങനെയാണോ അവരുടെ ഒരു സ്റ്റൈല്, ഹോസ്പിറ്റൽസിന്റെ റൂൾസ് അനുസരിച്ച് അതവിടെ ഇൻഫോർമബിൾ ആകുന്ന രീതിയിൽ എല്ലാവർക്കും പിന്നീടായാലും ഉപയോഗിക്കും. ഇപ്പൊ ചിലപ്പോൾ സ്റ്റാഫുകളൊക്കെ മാറിയൊക്കെ വരും. അപ്പൊ എല്ലാവർക്കും അത്തരം മെഡിസിൻസിനെ കുറിച്ച് ഇൻഫർമേഷൻസ് ഉണ്ടായെന്ന് വരില്ല. അങ്ങനെയുള്ളവർക്കാണെങ്കിലും അത് റെഫർ ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് ഇത്തരം ഇൻഫർമേഷൻസ് എന്തായാലും കീപ്പ് ചെയ്യണം എന്നുള്ളതും ഇവരുടെ ഒരു ഫംഗ്ഷൻ ആണ്. അപ്പൊ മരുന്ന് കൊടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് മാത്രം കൈകാര്യം ചെയ്യേണ്ട കാര്യങ്ങളല്ല ഹോസ്പിറ്റൽ ഫാർമസിയിൽ നടക്കുന്നത്. ഇത്തരം ഇൻഫർമേഷൻസ് അവർ നല്ല രീതിയിൽ അത് എഴുതിയോ തയ്യാറാക്കിയോ ഒക്കെ വെക്കുക. ഇനി ക്വാളിറ്റി കൺട്രോൾ ഓഫ് മാനുഫാക്ചേർഡ് ഓർ പർച്ചേസ്ഡ് മെഡിസിൻസ്. ഇനി നമ്മള് മെഡിസിൻസ് ചിലപ്പോ ചിലതൊക്കെ ഹോസ്പിറ്റലുകാർ തന്നെ പുതിയതായിട്ട് മാനുഫാക്ചർ ചെയ്യും. എന്താ വെച്ചാൽ റിസർച്ച് ഒക്കെ നടത്തി ചില അസുഖങ്ങളുമായിട്ട് ചില രോഗികൾ വരുമ്പോ ചിലപ്പോ അതിന് നമ്മുടെ കയ്യിൽ മെഡിസിൻ ഇല്ല. അപ്പൊ ആ ഒരു രോഗത്തിന് നമുക്ക് പുതിയതായിട്ടൊരു മെഡിസിൻ പ്രൊഡ്യൂസ് ചെയ്യണം. ചിലപ്പോൾ ഹോസ്പിറ്റലുകാർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യും, അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിക്കും. എന്ത് തന്നെയായാലും പുറത്തുനിന്ന് വാങ്ങിച്ചതായിക്കോട്ടെ അവർ തന്നെ പ്രൊഡ്യൂസ് ചെയ്യുന്നതായിക്കോട്ടെ, അതിന്റെയൊക്കെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക, അതിന്റെ ഗുണനിലവാരം മെയിൻറ്റെയിൻ ചെയ്യുക. ഗുണം താഴേക്ക് പോകാൻ പാടില്ല. ഗുണം അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് തന്നെ കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ടുള്ള രീതിയിൽ മരുന്നുകൾ ഉണ്ടാക്കുകയോ പുറത്തുനിന്ന് വാങ്ങിക്കുകയോ ഒക്കെ ചെയ്യുക. ക്വാളിറ്റി മെയിൻ്റെനൻസ് എന്ന് പറയുന്നത് മരുന്നിന്റെ കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അത് നമ്മുടെ ഹോസ്പിറ്റൽ ഫാർമസിയുടെ മറ്റൊരു ഫംഗ്ഷൻ ആണ്. ആൻഡ് ദേ ഹാവ് ടു ഡിസ്ട്രിബ്യൂട്ട് മെഡിസിൻസ് ടു ദ വാർഡ്സ്. നമ്മുടെ വാർഡുകളിൽ അഡ്മിറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്ന ആളുകൾക്ക് മെഡിസിൻസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, അതും ഹോസ്പിറ്റൽ ഫാർമസിയാ ചെയ്യുന്നത്. ഇനി മാത്രമല്ല എന്താ പറയാ, അഡ്മിറ്റ് ചെയ്തവർക്ക് മാത്രമല്ലല്ലോ മരുന്ന് കൊടുക്കുന്നത്, ഔട്ട് പേഷ്യൻസിനും ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെഡിക്കേഷൻസ്, അതായത് മരുന്നുകളെല്ലാം തന്നെ ഔട്ട് പേഷ്യൻസിനും പ്രൊവൈഡ് ചെയ്യുക, അതും ഹോസ്പിറ്റൽ ഫാർമസിയുടെ ഡ്യൂട്ടി തന്നെയാണ്. ആൻഡ് ദേ ഹാവ് ടു ആക്ട് ആസ് ഡ്രഗ് ഇൻഫോർമേഷൻ സോഴ്സ്. അതായത് ഹോസ്പിറ്റൽസിൽ ഓരോ ഡ്രഗ്സിനെയും കുറിച്ചിട്ടുള്ള വിവരങ്ങള്, ഇപ്പൊ എന്തെങ്കിലും ഒരു ഡ്രഗിനെ കുറിച്ച് ഒരു സംശയം വന്നു, ആദ്യം ചെല്ലേണ്ടത് എവിടെയാണ്? ഫാർമസിയിലാണ്. കാരണം അത്തരം ഡ്രഗ്സിനെ കുറിച്ചുള്ള ഇൻഫോർമേഷൻസ് വിൽ ബി അവൈലബിൾ ഓൺലി അറ്റ് ദ ഹോസ്പിറ്റൽ ഫാർമസി. രണ്ടാമത് ഡോക്ടറെ കാണാൻ പോയാൽ മതി. കാരണം ആ ഡ്രഗിനെ കുറിച്ചിട്ടുള്ള എല്ലാ വിവരങ്ങളും എവിടെയുണ്ട്? ഹോസ്പിറ്റലിലുണ്ട്. അത് എവിടെ നിന്നാണ് കൊണ്ടുവന്നത്, അതിന്റെ സോഴ്സ്, അല്ലെങ്കിൽ അതിന്റെ എന്തൊക്കെയാണ് അതിന്റെ ഉപയോഗങ്ങള്, അതിലെന്തെങ്കിലും എല്ലാ ഇൻഫോർമേഷൻസും ഡ്രഗ്സിനെ കുറിച്ച് ഫാർമസിയിൽ ഉണ്ടായിരിക്കും. അപ്പൊ ഒരു ഡ്രഗ് ഇൻഫോർമേഷൻ സോഴ്സ് ആയിട്ട് ഹോസ്പിറ്റൽസിലെ ഫാർമസി പ്രവർത്തിക്കേണ്ടത് നിർബന്ധമാണ്. ആൻഡ് ഡ്രഗ് യൂട്ടിലൈസേഷൻ സ്റ്റഡീസ്, അതായത് ഓരോ ഡ്രഗ്സും എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നു അതിനെ കുറിച്ചുള്ള അതിന്റെ ആ യൂട്ടിലൈസേഷൻ, അതിനെ കുറിച്ച പഠനങ്ങളും നമ്മുടെ എന്താ പറയാ പഠനങ്ങളുടെ ഒരു കേന്ദ്രമായിട്ടും ഹോസ്പിറ്റൽ ഫാർമസി പ്രവർത്തിക്കുന്നുണ്ട്. അതായത് ഇന്ന മരുന്ന് ഇന്നതാണെന്ന് ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു സെന്റർ,
എന്ന് വെച്ചാൽ അതിന് എന്തൊക്കെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഡ്രഗ്സ് ഓരോന്നിനും ഉപയോഗിക്കുന്നത് അതിനെ കുറിച്ചുള്ള ഒരു പഠനം. ആ പഠന വിധേയമാകുന്നത് ഹോസ്പിറ്റൽ ഫാർമസി തന്നെയാണ്. ഫാർമസിയിൽ വെച്ചിട്ടാണ് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും ഇന്ന മരുന്ന് ഇന്നതാണ് ഉപയോഗിക്കുക. അപ്പൊ അതിന്റെ ഉപയോഗങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ അവിടെ ഹോസ്പിറ്റലിന്റെ ഫാർമസിയിൽ അതിനുള്ള നോളജ് ഉണ്ടായിരിക്കണം. ആൻഡ് then they have to bring into practice the recommendations or decisions which is taken by the therapeutic committee. ഹോസ്പിറ്റലിന്റെ ഒരു കമ്മിറ്റി ഉണ്ട്. ഹോസ്പിറ്റലില് തെറാപ്യൂട്ടിക് കമ്മിറ്റി, ചികിത്സാ വിഭാഗത്തിൽ നിന്ന്, അതായത് ചികിത്സയുമായി ബന്ധപ്പെട്ടിട്ട് ഒരു കമ്മിറ്റി രൂപീകരിച്ചു വെച്ചിട്ട്, കമ്മിറ്റിയെ കുറിച്ച് നമ്മൾ ഇതിന്റെ ആഫ്റ്റർ കുറച്ച് പേജസ് കഴിയുമ്പോൾ നമുക്ക് കേൾക്കാൻ പറ്റും, കാണാൻ പറ്റും. അപ്പൊ ഒരു കമ്മിറ്റി ഉണ്ട്. കമ്മിറ്റി എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആയിരിക്കും. ആ കമ്മിറ്റി എടുക്കുന്ന തീരുമാനങ്ങൾ, ഡിസിഷൻസ്, അതായത് ഒരു കമ്മിറ്റി, നമുക്കറിയാം പല കാര്യങ്ങൾക്ക് കമ്മിറ്റി രൂപീകരിക്കുന്നത് എന്തിനാ, ഒന്നിനും ഒരു കുറവുമില്ലാതെ ഒരു തട്ടും തടവും ഇല്ലാതെ സ്മൂത്ത് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാ കമ്മിറ്റി രൂപീകരിക്കുക അല്ലെ. അതുപോലെ ഹോസ്പിറ്റൽസിലും ഒരു കമ്മിറ്റി ഉണ്ട്. ആ ഹോസ്പിറ്റലിൽ ഇതുപോലെ രൂപീകരിച്ചിരിക്കുന്ന കമ്മിറ്റികള് പല മെഡിസിൻസിനെ കുറിച്ചിട്ടും മറ്റു കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ചില തീരുമാനങ്ങൾ എടുക്കും. ആ തീരുമാനങ്ങളെ ബ്രിങ് ഇൻ ടു പ്രാക്ടീസ് എന്ന് പറഞ്ഞാൽ എന്താ, പ്രാക്ടിക്കലായിട്ട് കൊണ്ടുവരിക അല്ലെങ്കിൽ നടപ്പിലാക്കുക എന്നുള്ള കർത്തവ്യം ആരുടേതാണ്, ഹോസ്പിറ്റൽ ഫാർമസിയുടേതാണ്. അതായത് മരുന്നുകളെ കുറിച്ചിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളെ കുറിച്ചോ, മരുന്ന് സംബന്ധമായതായിരിക്കും. അപ്പൊ അത്തരം കാര്യങ്ങളെ കുറിച്ച് കുറെ തീരുമാനങ്ങളൊക്കെ ഈ തെറാപ്യൂട്ടിക് കമ്മിറ്റി എടുത്തിട്ടുണ്ടാകും. അവര് എന്താ പറയാ ഡിസൈഡ് ചെയ്തിരിക്കുന്ന, ചർച്ച ചെയ്ത് തീരുമാനിച്ചു വെച്ചിരിക്കുന്ന അത്തരം കാര്യങ്ങളൊക്കെ നടപ്പിലാക്കേണ്ടത് ഫാർമസിയാണ്. ഓക്കെ. ആൻഡ് ഓൾസോ ദേ ഹാവ് ടു ആക്ട് ആസ് പേഷ്യന്റ് കൗൺസിലിംഗ്. ഇനി പേഷ്യൻസിനെ കൗൺസിൽ ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തം ഹോസ്പിറ്റൽ ഫാർമസിക്ക് ഉണ്ട്. എന്താ അത് കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ, വരുന്ന പേഷ്യൻസിനെ ഒക്കെ പിടിച്ചിരുത്തി അവരെ കൗൺസിൽ ചെയ്യാണോ? അല്ല. ഇഫ് ദേ ഹാവ് എനി ഡൗട്ട് റിഗാർഡിംഗ് ദ ഡ്രഗ്സ് വിച്ച് ദേ ഹാവ് ടു യൂസ്, ദേ ഹാവ് ടു ബി ക്ലിയർഡ്. അതായത് ഇപ്പൊ ഹോസ്പിറ്റൽസിൽ വരുന്ന പേഷ്യൻസ് എല്ലാവർക്കും ഉണ്ടാവില്ല. ചില ആളുകൾക്ക് ചില മെഡിസിൻസിനെ കുറിച്ച് ചില സംശയങ്ങളും മറ്റു കൺഫ്യൂഷൻസും ഒക്കെ ഉണ്ടാകും. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ചില ആളുകൾക്ക് അത് ചിലപ്പോൾ വ്യക്തമായിട്ട് വായിച്ചു മനസ്സിലാക്കി അതെങ്ങനെ കഴിക്കണം, എന്തെങ്കിലുമൊക്കെ കഴിക്കുമ്പോൾ അതുകൊണ്ടുണ്ടാകുന്ന ചിലപ്പോൾ വല്ല വിഷമങ്ങളൊക്കെ, അതായത് ചിലപ്പോൾ ചില റിയാക്ഷൻസ് ചെറുതായിട്ട് കുറച്ചു നേരത്തേക്കൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നേരത്തെ കുട്ടി അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അത് ചിലപ്പോൾ അവർക്ക് അറിയാൻ പാടില്ലായിരിക്കും. അപ്പൊ അതൊക്കെ നേരത്തെ ഇൻഫോം ചെയ്യാം അഡ്വാൻസ് ആയിട്ട്. കാരണം അത് കഴിച്ചു കഴിഞ്ഞ് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ആകെ ആൾക്കാർ പാനിക് ആവും. നമ്മളിപ്പോ ഒരു മരുന്ന് കഴിച്ചു, അതിനെന്തെങ്കിലും റിയാക്ഷൻ വന്നു, എന്താണ് അവ പറ്റിയത്, നമ്മള് ഒരു അസുഖത്തിന് വേണ്ടി മരുന്ന് കഴിച്ച് പക്ഷെ ആ മരുന്ന് കൊണ്ട് വേറൊരു അസുഖം വന്നു കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷൻ, അപ്പൊ നമ്മൾ പാനിക് ആകും. അപ്പൊ രോഗിയുടെ അവസ്ഥ മോശമാകാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നേരത്തെ കൂടി അത് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. മരുന്നുകളെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഇതൊക്കെ ക്ലിയർ ചെയ്ത് കൊടുക്കുക. അതാണ് പേഷ്യന്റ് കൗൺസിലിംഗ് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ വേറെ ഒന്നുമല്ല കേട്ടോ. അല്ലാതെ വിളിച്ചിരുന്നിട്ട് എന്താണ് ഈ രോഗം വരാനുള്ള കാരണം അങ്ങനെയൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. ഈ മരുന്നുകളെ സംബന്ധിക്കുന്ന ഡൗട്ട് ക്ലിയറൻസും മറ്റു കാര്യങ്ങളും, അല്ലെങ്കിൽ മരുന്ന് എങ്ങനെ കഴിക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുക. അതാണ് patient counseling എന്ന് പറയുന്നത്. And after all, this pharmacy have to keep a liaison between the medical and nursing and also the patient. ഒരു ട്രയാങ്കുലർ ഒരു ബന്ധം പോലെ, അതായത് നമ്മുടെ ഹോസ്പിറ്റൽ ഫാർമസിക്കാര് എപ്പോഴും ഒരു ബന്ധം കീപ്പ് ചെയ്യും. ആരൊക്കെ ആയിട്ടാ? പേഷ്യന്റ് ആയിട്ട്, നമ്മുടെ എന്താ പറയാ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, അതായത് ഡോക്ടർമാര്, ഏത് ഡിപ്പാർട്ട്മെന്റിലെ ഡോക്ടറാണോ മരുന്നുകൾ കുറിക്കുന്നത് അവരുമായിട്ട്, മാത്രമല്ല നഴ്സിംഗ് ഡിപ്പാർട്ട്മെന്റുമായിട്ട്. അപ്പൊ ഇവരൊക്കെ ആയിട്ട് എപ്പോഴും ഒരു ബന്ധം സ്ഥാപിക്കേണ്ട ആൾക്കാരാണ്. ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് ബന്ധം പുതുക്കലാണോ? അല്ല. മരുന്ന് റിലേറ്റഡ് ആയിട്ടുള്ള കൺഫ്യൂഷൻസ്, ഡൗട്ട്സ് ഇവർക്ക് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പറയേണ്ടിണ്ടായിരിക്കും അല്ലെ. ഡോക്ടർമാര് പ്രിസ്ക്രൈബ് ചെയ്യും, ആ മരുന്ന് ഫാർമസിയിലേക്കാണ് വരുന്നത്, അത് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന പ്രിസ്ക്രിപ്ഷൻ അത് നോക്കി അവർ മരുന്നെടുക്കണം. ഇഫ് ദേ ഹാവ് എനി ഡൗട്ട് റിഗാർഡിംഗ് എനി മെഡിസിൻ, ഡിസ്പെൻസ് ചെയ്യുന്നതിന് മുമ്പ് ആ മരുന്നിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വേണമെങ്കിൽ ഒന്ന് കോൺടാക്ട് ചെയ്യാം. ആരെ? ഡോക്ടറാണ് എഴുതിയത്. അപ്പൊ ഡോക്ടറോടൊന്ന് വെറുതെ സംശയം ദൂരീകരിക്കുന്നത് നല്ലതാ. വെറുതെ നമ്മൾ എന്തെങ്കിലും അപകടം വിളിച്ചു വരുത്തുന്നതിനേക്കാൾ നല്ലതല്ലേ ഇതുപോലുള്ള സംശയങ്ങൾ ഉണ്ടെങ്കിൽ. അപ്പൊ അങ്ങനെ അവരുമായിട്ട് കോൺടാക്ട് ചെയ്യേണ്ടി വരും. പിന്നെ അത് മെഡിസിൻസ് ചിലപ്പോ ഇൻപേഷ്യൻസിന് കൊടുത്തു വിടുന്നത് നഴ്സുമാരുടെ കയ്യിലാണ്. അവരുമായിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയാനോ അറിയിക്കാനൊക്കെ അപ്പൊ അവരുമായിട്ട് ബന്ധമുണ്ട്. ഇനി ഹോസ്പിറ്റലിൽ മെഡിസിൻസ് നമുക്ക് കിട്ടുന്നത് പേഷ്യൻസ് ആയിട്ട് നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് അപ്പൊ പേഷ്യൻസുമായിട്ട് ബന്ധമുണ്ട്. അപ്പൊ ഇവരെല്ലാവരുമായിട്ട് ഹോസ്പിറ്റൽ ഫാർമസിക്ക് ഒരു ബന്ധമുണ്ട്. അതൊക്കെ കീപ്പ് ചെയ്യണം. അത് അങ്ങനെയാണ്, ബന്ധമില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഹോസ്പിറ്റൽ ഫാർമസിയിൽ നടക്കുന്നുണ്ട്. അപ്പൊ പ്രധാനമായിട്ടും ഹോസ്പിറ്റൽ ഫാർമസിയിൽ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നടക്കുക. ഒന്നാമത്തെ കാര്യം, ദേ ഹാവ് ടു ഫോർകാസ്റ്റ് ദ ഡിമാൻഡ് ഓഫ് മെഡിസിൻസ്. എത്രത്തോളം മെഡിസിൻസിന് ഡിമാൻഡ് വരും എന്നുള്ളത് മനസ്സിലാക്കുക. അതനുസരിച്ച് അത് പ്രൊക്യൂർ ചെയ്യാൻ, പർച്ചേസ് ചെയ്യാൻ, റിസീവ് ചെയ്യാൻ, ഇൻസ്പെക്ട് ചെയ്യാൻ, ടെസ്റ്റ് ചെയ്യാൻ, സ്റ്റോർ ചെയ്യാൻ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ തയ്യാറാക്കുക. രണ്ടാമത്തേത്, ദേ ഹാവ് ടു സെലക്ട് ദ ട്രസ്റ്റ് വർത്തി സപ്ലയേഴ്സ്. മെഡിസിൻസ് നമുക്ക് സപ്ലൈ ചെയ്യാൻ വിശ്വാസയോഗ്യമായ ആളുകളെ തെരഞ്ഞെടുക്കുക.
മൂന്നാമത്തേത് they have to make an estimate for needed medicines. എന്തൊക്കെ മെഡിസിൻസ് വേണം എന്നുള്ളത് നോക്കി അതിനു വേണ്ടി ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കുക. And they have to give information regarding the quality, cost, supply, drug reaction. ഓരോ മരുന്നുകളുടെയും വിലയും അത് സപ്ലൈ ചെയ്യുന്നത് എവിടെ നിന്നാണ്, സോഴ്സും അതിന്റെ റിയാക്ഷൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിലും അങ്ങനെയുള്ള ഇൻഫോർമേഷൻസ് എല്ലാം തന്നെ കീപ്പ് ചെയ്യുക. ക്വാളിറ്റി കൺട്രോൾ, പർച്ചേസ് ചെയ്ത മെഡിസിൻസ് ആയിക്കോട്ടെ, നമ്മൾ പുതിയതായിട്ട് പ്രൊഡ്യൂസ് ചെയ്ത് നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെ മാനുഫാക്ചർ ചെയ്ത മെഡിസിൻസ് ആയിക്കോട്ടെ, അതിന്റെയൊക്കെ ക്വാളിറ്റി കൺട്രോൾ ചെയ്യുക. Distribute medicines to the wards, distribute medicines to the outpatients, മെഡിസിൻസ് വാർഡുകളിലേക്കും ഔട്ട് പേഷ്യൻസിനൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ഡ്രഗ് ഇൻഫോർമേഷൻ സോഴ്സ് ഓഫ് ഹോസ്പിറ്റലായിട്ട് പ്രവർത്തിക്കുക. ഹോസ്പിറ്റലില് മരുന്നുകളെ സംബന്ധിച്ച എന്തറിവുകളും നമുക്ക് പ്രദാനം ചെയ്യപ്പെടേണ്ടത് ഹോസ്പിറ്റൽ ഫാർമസിയിൽ നിന്നാണ്. അത് ഡോക്ടർമാർക്ക് അറിയാനാണെങ്കിലും നമുക്ക് പേഷ്യൻസിന് അറിയാനാണെങ്കിലും നഴ്സുമാർക്ക് അറിയാനാണെങ്കിലും മരുന്നുകളെ സംബന്ധിക്കുന്ന അറിവുകളെല്ലാം പ്രൊവൈഡ് ചെയ്യേണ്ടത് ഫാർമസിയിൽ നിന്നാണ്. ഹോസ്പിറ്റലിലെ ഡ്രഗ്സ് എങ്ങനെ യൂസ് ചെയ്യണം, ഹൗ ടു യൂട്ടിലൈസ്, ആ യൂട്ടിലൈസേഷൻ സ്റ്റഡീസ് നടക്കുന്ന ഒരു സെന്റർ ആയിട്ട് ഹോസ്പിറ്റൽ ഫാർമസി പ്രവർത്തിക്കുന്നുണ്ട്. തെറാപ്യൂട്ടിക് കമ്മിറ്റി എടുക്കുന്ന ഡിസിഷൻസ് പ്രാക്ടീസിൽ കൊണ്ടുവരാൻ, അതായത് ഫുൾഫിൽ ചെയ്യാനുള്ള ഒരു ഫംഗ്ഷനും ഹോസ്പിറ്റൽ ഫാർമസിക്ക് ഉണ്ട്. പേഷ്യന്റ് കൗൺസിലിംഗ് നടത്തേണ്ടതും ഹോസ്പിറ്റൽ ഫാർമസിയാണ്. ആൻഡ് വി ഹാവ് ടു കീപ് ദ റിലേഷൻ ബിറ്റ്വീൻ മെഡിക്കൽ, നഴ്സിംഗ് ആൻഡ് ഓൾസോ പേഷ്യന്റ്. മെഡിക്കൽ സ്റ്റാഫുമായിട്ടും നഴ്സുമായിട്ടും പേഷ്യൻസുമായിട്ടും ഒരു ബന്ധം ഹോസ്പിറ്റൽ ഫാർമസി സ്ഥാപിക്കേണ്ടതാണ്. ക്ലിയർ ആയോ? മനസ്സിലായോ? ഫങ്ഷൻസ് ഓക്കെ ആണല്ലോ? അടുത്ത ഭാഗത്തേക്ക് എനിക്ക് പോകാലോ? പോയി പകുതി എത്തി കഴിയുമ്പോ തിരിച്ചെന്നോട് വരാൻ പറയുന്നത്. ഓക്കെ, ജസ്റ്റ് വായിച്ചു നോക്കാൻ ഭാഗം. ഓക്കെ, അപ്പൊ നമ്മള് ഹോസ്പിറ്റൽ ഫാർമസിയുടെ എന്താ പറയാ, എന്താണ് ഹോസ്പിറ്റൽ ഫാർമസി എന്നും ഹോസ്പിറ്റൽ ഫാർമസിയുടെ പ്രവർത്തനങ്ങൾ എന്താണെന്നുമാണ് ഇപ്പൊ കണ്ടത് കേട്ടാ. അപ്പൊ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാനേ ഉള്ളൂ. ഈ ഭാഗത്ത് നമുക്ക് പ്രത്യേകിച്ചൊന്നും വായിച്ച് മനസ്സിലാക്കി വെക്കാം. അതായത് ഞാൻ നിങ്ങളോട് മാർക്ക് ചെയ്യാൻ പറയുന്ന ഭാഗം ഒന്ന് നന്നായിട്ട് മാർക്ക് ചെയ്ത് വെക്കണേ. അതിൽ നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കണം എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്. ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ, നൗ നമുക്ക് എന്താണ് അടുത്തത്, ഹോസ്പിറ്റൽ ഫാർമസിയുടെ ഒബ്ജക്റ്റീവ്സ്. കുറെ പോയിന്റ് ഒക്കെ ആ ഫംഗ്ഷനിൽ തന്നെ വന്നേക്കുന്നത് തന്നെയാണ്. കൂടുതലും എക്സ്ട്രാ വേണമെങ്കിൽ ഒന്ന് രണ്ടെണ്ണൊക്കെ വന്നിട്ടുള്ളൂ. അതായത് ഫംഗ്ഷൻസിലും ഒബ്ജക്റ്റീവ്സിലൊക്കെ സെയിം പോയിന്റുകൾ മീനിങ് വരുന്ന രീതിയിലൊക്കെ വന്നിട്ടുണ്ടെന്ന് ജസ്റ്റ് വായിച്ച് മനസ്സിലാക്കിയാൽ മാത്രം മതി. ഓക്കെ, അപ്പോ ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ ലക്ഷ്യം. ഹോസ്പിറ്റൽ ഫാർമസിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? They have to make sure the availability of medicines. അതായത് ഒന്നാമത്തെ ലക്ഷ്യം, ഹോസ്പിറ്റൽ ഫാർമസി എന്ന് പറയുന്ന മരുന്നുകൾ കൊടുക്കുന്ന സ്ഥലമാണ്. തീർച്ചയായിട്ടും ആ ഒരു ലക്ഷ്യം ഹോസ്പിറ്റൽ ഫാർമസിയിലെ മരുന്നുകളാണ് കിട്ടേണ്ടത്. അങ്ങനെയെങ്കിൽ അത് കൃത്യമായിട്ട് അവൈലബിൾ ആണ് എന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യണം. എല്ലാ മരുന്നുകളും സഫീഷ്യന്റ് ആയിട്ടുള്ള മരുന്നുകൾ ഇവിടെയുണ്ട്. അറ്റ് ദ റൈറ്റ് ടൈം, അറ്റ് ദ റൈറ്റ് പ്ലേസ് ആൻഡ് അറ്റ് ദ റൈറ്റ് ഡോസ്. എപ്പോ കിട്ടണം, എവിടെയാണ് ആ ഒരു മരുന്ന് എത്തിക്കേണ്ടത്, അത് കൃത്യമായ ഡോസിൽ പ്രൊവൈഡ് ചെയ്യാനുണ്ടോ എന്നുള്ളത് മേക്ക് ഷുവർ ചെയ്യേണ്ടത് ഈ ഒരു ഒബ്ജക്റ്റീവ് ആണ്. അല്ലാതെ ഇപ്പൊ ഇത്ര ക്വാണ്ടിറ്റി കൊടുക്കണം പക്ഷെ അത്രയും ഇല്ല, ഇത് കുറവാണ്, അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഹോസ്പിറ്റൽ ഫാർമസിക്കാരുടെ ഉത്തരവാദിത്തമാണ് അവിടെയുള്ള മരുന്നുകള് സഫീഷ്യന്റ് ആയിട്ട് ആവശ്യത്തിനുണ്ട്, അത് കൃത്യസമയത്ത് കൊടുക്കാൻ സമയത്ത് വേണം. അല്ലെ, എപ്പോഴെങ്കിലും കിട്ടിയാൽ മതിയോ? മരുന്ന് ഒരു രോഗിക്ക് കൊടുക്കുന്നത് എന്തിനാ? നമുക്ക് അവരുടെ ഡിസീസസിനെ കുറയ്ക്കാനാണ്, ഇല്ലാതാക്കാനാണ്. ആ രോഗത്തെ ഇല്ലാതാക്കണം, ആ രോഗത്തിൽ നിന്നും ആ രോഗിയെ പെട്ടെന്ന് റിക്കവർ ചെയ്യിപ്പിക്കണം. അതിന് ആ സമയത്ത് അത് പ്രൊവൈഡ് ചെയ്യണം. 3 ദിവസം 4 ദിവസം കഴിഞ്ഞിട്ട് കിട്ടിയിട്ട് കാര്യമുണ്ടോ? പറ്റില്ല. അപ്പൊ അത് കൃത്യസമയത്ത് കൊടുക്കാനുള്ളതുണ്ടോ, ആവശ്യത്തിന് മെഡിസിൻസ് ഉണ്ടോ, അത് കറക്റ്റ് ഡോസ് ഉണ്ടോ എന്നുള്ളത് അത് ഉറപ്പുവരുത്തണം. ആൻഡ് ഓൾസോ അറ്റ് ദ മിനിമം പോസിബിൾ കോസ്റ്റ്. എത്രയെങ്കിലും വില കൊടുത്ത് വാങ്ങിച്ച് എന്താ പറയാ കൊടുക്കാനല്ല, അറ്റ് ദ മിനിമം കോസ്റ്റ്. അതായത് എല്ലാവർക്കും, അതായത് നമുക്കറിയാം ഒരു ഹോസ്പിറ്റൽസിലെ പല എന്താ പറയാ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ഉള്ള ആളുകള് ഒത്തിരി പല വെറൈറ്റീസ് ഓഫ് ജീവിത നിലവാരം ഉള്ളവരും ഉണ്ട്, ഇൻകം വളരെ കുറവുള്ളവരുണ്ട്, ഭയങ്കര റിച്ച് ആയിട്ടുള്ള ആൾക്കാരും. എല്ലാവരും ഹോസ്പിറ്റൽസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അസുഖം വന്നു കഴിയുമ്പോൾ. അത് അന്നേരം നമ്മൾ നോക്കില്ല, ഒരാളുടെ ജീവനാ വില. അത് ചെറിയ ആശുപത്രി ആളെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ, കാരണം അവർക്ക് ഇടയിൽ കാശില്ല, അങ്ങനെയൊന്നും നമ്മൾ നോക്കില്ലല്ലോ. ഒരു രോഗിയെ നമ്മൾ ഹോസ്പിറ്റൽസിലെ ഭയങ്കര എന്താ പറയാ ക്രിട്ടിക്കൽ സ്റ്റേജിൽ നമ്മൾ എത്തിക്കുമ്പോൾ ആളുടെ ജീവൻ മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. അതേ വലിയ ഹോസ്പിറ്റലാണോ അവിടെ നമുക്ക് താങ്ങാൻ പറ്റുമോ നമ്മൾ നോക്കാറില്ല. അപ്പൊ അതുകൊണ്ട് ഒരു
ആവറേജ്, ഒരു മിനിമം പോസിബിൾ കോസ്റ്റിലുള്ള മെഡിസിൻസ് ഒക്കെ അവൈലബിൾ ആക്കുക. അത് കൃത്യ ഡോസിലും കൃത്യമായ അളവിലും ഒക്കെ ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് ഹോസ്പിറ്റൽ ഫാർമസി നേരത്തെ കൂട്ടി മനസ്സിലാക്കി വെക്കണം. അതൊക്കെ കൃത്യമായിട്ട് ഉണ്ടെന്ന് അവർ ഉറപ്പുവരുത്തണം. ആൻഡ് ഓൾസോ ഹോസ്പിറ്റൽ ഫാർമസിയിൽ they have to professionalize the operations of pharmaceutical services. ഹോസ്പിറ്റലിലെ മരുന്നുമായി ബന്ധപ്പെട്ടിട്ടുള്ള സേവനങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിനകത്ത് ഒരു പ്രൊഫഷണലിസം കാണണം. അതായത് നമ്മളിപ്പോ ഒരു മരുന്ന് കൊടുക്കുന്നു, എന്താ പ്രൊഫഷണലിസം കാണിക്കാന്ന് പറഞ്ഞാൽ പല മേഖലകളിലും, ഇപ്പൊ ഹോസ്പിറ്റൽസ് മാത്രമല്ല ഒത്തിരി സേവനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരുപാട് ജോലികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകളുണ്ട്. അവരവരുടെ പ്രൊഫഷണലിസം കാണിക്കുന്നത് എങ്ങനെയാ? അവർക്കെതിരെ എന്ത് ചോദ്യങ്ങൾ വന്നാലും അല്ല ഇന്നത് ഇങ്ങനെ അങ്ങനെ ആ ചോദ്യങ്ങൾക്കൊക്കെ നമുക്ക് ഒരു ആൻസർ കൊടുക്കാനായിട്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. അപ്പൊ ഹോസ്പിറ്റൽ ഫാർമസിയിലും റിഗാർഡിങ് എനി മെഡിസിൻ, ഏതെങ്കിലും മെഡിസിൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എന്ത് സംശയങ്ങളോ എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനൊക്കെ കൃത്യമായിട്ടുള്ള സൊല്യൂഷൻസ് അവരുടെ കയ്യിലുണ്ടായിരിക്കണം. അപ്പൊ അതാണ് ഇതിന്റെ പ്രൊഫഷണലിസം അല്ലെ. ഇപ്പൊ ടീച്ചറോട് നമ്മൾ കുറെ ക്വസ്റ്റ്യൻ എന്താ പറയുക, നമ്മൾ ടീച്ചർ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സംശയം ചോദിക്കുന്നു, ആ ടീച്ചർ ആ സംശയത്തിന് ഉത്തരം എത്ര നല്ല രീതിയിൽ തരുന്നോ അപ്പൊ ആ ഒരു പ്രൊഫഷണലിസം നമുക്ക് അതിനകത്ത് കാണാൻ സാധിക്കും അല്ലെ. ചിലപ്പോൾ ചിലർക്ക് അതിനെ കുറിച്ച് മറുപടി തരാനായിട്ട് ഉണ്ടാവില്ല. അപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അവരുടെ ആ ഒരു രീതി അല്ലെ. അപ്പൊ ആ രീതിയിൽ ഏതിനും ഒരു പ്രൊഫഷണലിസം ഉണ്ട്. അപ്പൊ ഫാർമസിയും അതുപോലെ തന്നെ അവരുടെ ഫാർമാസ്യൂട്ടിക്കൽ സർവീസസിൽ they have to show their professionalize, അതായത് അവരുടെ പ്രൊഫഷണലിസം അവരത് കാണിച്ചു വെക്കണം. എന്ന് വെച്ചാൽ ഓരോ ഓപ്പറേഷൻസിലും എന്തൊക്കെയാണോ ഫാർമസിയിൽ നടക്കുന്നത് അവർ ചെയ്യുന്ന ഓരോ പെരുമാറ്റത്തിലും അവരുടെ പ്രവർത്തനങ്ങളിലൊക്കെ ആ ഒരു പ്രൊഫഷണൽ സ്റ്റൈൽ അവർക്ക് കാണിക്കാനായിട്ട് പറ്റണം. ആൻഡ് നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് അടുത്ത പോയിന്റ്, they have to act as കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ്. പലപ്പോഴും ഹോസ്പിറ്റലിലെ മെഡിക്കൽ സ്റ്റാഫിനോ നഴ്സുമാർക്കോ പേഷ്യൻസിനോ ആർക്ക് വേണമെങ്കിലും എന്തായിട്ട് പ്രവർത്തിക്കണം, ഒരു ഹോസ്പിറ്റലിന്റെ കൗൺസിലർ ആയിട്ടും ഹോസ്പിറ്റൽ ഫാർമസി പ്രവർത്തിക്കണം. ചിലപ്പോൾ ഡോക്ടേഴ്സ് ആയിരിക്കാം ചോദിക്കാം, ചിലപ്പോൾ നഴ്സുമാരായിരിക്കാം സംശയങ്ങൾ ചോദിക്കുക, ചിലപ്പോൾ പേഷ്യൻസ് ആയിരിക്കാം. ആരാണോ നമ്മളോട് ഹോസ്പിറ്റൽ ഫാർമസിയിലെ ഫാർമസിസ്റ്റുകളോട് എന്തെങ്കിലും ഡ്രഗ്സിനെ കുറിച്ചിട്ട് മെഡിക്കേഷൻസിനെ കുറിച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ചോദിക്കാം, they have to give the answers. അതിനൊക്കെ ഉള്ള ഇൻഫോർമേഷൻസ് പ്രൊവൈഡ് ചെയ്യണം. അങ്ങനെയാണ് ഒരു കൗൺസിലർ ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് വരുന്നു എന്ന് പറയാൻ കാരണം ഹോസ്പിറ്റൽ ഫാർമസിയില്. അത് എങ്ങനെയാണ്, ഹൗ ടു യൂസ് ദ ഡ്രഗ്സ് ആൻഡ് വാട്ട് ആർ ദ പോസിബിൾ ആഫ്റ്റർ ഇഫക്ട്സ്, ആ ഡ്രഗ്സ് കൊണ്ടുണ്ടാകുന്ന അതിന് ശേഷം ഉണ്ടാകുന്ന എന്തെങ്കിലുമൊക്കെ എഫക്ട് എന്താണ്, ഇനി അതിന്റെ ടോക്സിറ്റി എന്തെങ്കിലും തരത്തിലുള്ള വിഷാംശമൊക്കെ എന്തെങ്കിലും ഡേഞ്ചറസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത്, പിന്നെ അതിന്റെ ഹോസ്റ്റൈൽ ഇഫക്റ്റ് എന്ന് വെച്ചാൽ ഈ മരുന്ന് ഉപയോഗിച്ചു അതിൽ നിന്നുണ്ടാകുന്ന റിയാക്ഷൻസ് കൊണ്ട് എന്ത് ട്രീറ്റ്മെന്റുകൾ എടുക്കാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങള്. പിന്നെ ഡ്രഗുകളുടെ ഇന്ററാക്ഷൻസ്, ഒരു ഡ്രഗ് മറ്റൊരു ഡ്രഗുമായിട്ടൊക്കെ ചിലപ്പോൾ ഇന്ററാക്ട് ചെയ്യും, അപ്പൊ അതുകൊണ്ട് ഇത്ര സമയത്തിന് ശേഷം മാത്രമേ ഈ ഡ്രഗ് കഴിഞ്ഞ അടുത്തത്, അങ്ങനെയുള്ള കാര്യങ്ങള്. അങ്ങനെ ഒരുപാട് ഡ്രഗ്സിനെ സംബന്ധിക്കുന്ന എല്ലാ കാര്യങ്ങളും ഇൻഫോർമേഷൻസ് ഇവരുടെ കയ്യിൽ ഉണ്ടാകണം. അങ്ങനെ വരുമ്പോൾ മാത്രമാണ് അവർക്ക് ഇത്തരം ഇൻഫോർമേഷൻസ് ഈ പറഞ്ഞ മെഡിക്കൽ സ്റ്റാഫിനായാലും നഴ്സുമാർക്കായാലും ഡോക്ടേഴ്സിനായാലും കൈമാറാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് ഹോസ്പിറ്റൽ ഫാർമസി പ്രവർത്തിക്കുന്നുണ്ട്. ഇനി നേരത്തെ പറഞ്ഞ പോയിന്റ് തന്നെയാണ് വീണ്ടും ഇവിടെയും വരുന്നത്, ടു ആക്ട് ആസ് സോഴ്സ് ഓഫ് ഡ്രഗ് ഇൻഫോർമേഷൻ. ഡ്രഗുകളുടെ ഇൻഫോർമേഷന്റെ സെന്റർ ആയി പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ അത് ഇൻഫോർമേഷൻസ് കിട്ടുന്ന സോഴ്സ് ആയിട്ട് പ്രവർത്തിക്കുന്നു ഹോസ്പിറ്റൽ ഫാർമസി എന്ന് പറയുന്നത്. ഇനി they have to take part in research projects. ഹോസ്പിറ്റലില് പല പുതിയ രോഗങ്ങൾ വരുമ്പോൾ അതിന് വേണ്ടിയിട്ട് പുതിയ മരുന്നുകൾ കണ്ടുപിടിക്കേണ്ടി വരും. കണ്ടുപിടിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒളിച്ചു വെച്ചിരിക്കുന്ന പോയി എടുക്കുന്നതാണോ കണ്ടുപിടുത്തം? അല്ല. അപ്പൊ ആ രോഗത്തെ എങ്ങനെ നമുക്ക് മാറ്റാൻ പറ്റും, അതിന് പല പഠനങ്ങൾ ഗവേഷണങ്ങൾ ഒക്കെ നടത്തണം. അപ്പൊ അങ്ങനെയുള്ള റിസർച്ചുകളൊക്കെ നടത്തേണ്ട അതിനകത്ത് പങ്കെടുക്കേണ്ടതും ഹോസ്പിറ്റൽ ഫാർമസിയുടെ ഒരു ഡ്യൂട്ടിയാണ്. അപ്പൊ ആ റിസർച്ച് ആരൊക്കെ നടത്തുന്നത്, ആ റിസർച്ച് നടത്തുന്നവരോടൊപ്പം നിൽക്കേണ്ടി വരും, അതിനകത്ത് ഒരു ഭാഗമാകേണ്ടി വരും, അതിനകത്ത് ഒരു പാർട്ടിസിപ്പേഷൻ കൊടുക്കേണ്ടി വരും ഹോസ്പിറ്റൽ ഫാർമസി. അതും ഇവരുടെ ഒരു ഒബ്ജക്റ്റീവ് ആണ്. ആൻഡ് ഓൾസോ they have to, നേരത്തെ പറഞ്ഞു, bring into practice the decisions which is taken by pharmacy and therapeutic committee. നേരത്തെ പറഞ്ഞ ആ ഫംഗ്ഷൻസിനകത്ത് തന്നെ ഉണ്ടാകും. ഞാൻ അതാ പറഞ്ഞ ഫംഗ്ഷൻസിൽ വരുന്ന മിക്കവാറും പോയിന്റ് പുറത്തുണ്ട്. ഏത് കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ കാര്യം പറഞ്ഞു, സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ ആൻഡ് ഡ്രഗ് യൂട്ടിലൈസേഷൻ, അത് ഫംഗ്ഷൻസിലുണ്ട്, ഇവിടെയും ഉണ്ട്. പിന്നെ എന്താ, ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി എടുക്കുന്ന ഡിസിഷൻസ് നടപ്പിലാക്കുക, ആ പോയിന്റ് അവിടെയും ഉണ്ട് ഇവിടെയും ഉണ്ട്. മനസ്സിലായോ? Okay, and they have to coordinate and cooperate with other departments of hospital. ഹോസ്പിറ്റലിന്റെ മറ്റെല്ലാ ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് ഒരു കണക്ഷൻ ഉണ്ട് നമ്മുടെ ഹോസ്പിറ്റൽ ഫാർമസിക്ക്. കാരണം ഓരോ ഡിപ്പാർട്ട്മെന്റിലും എന്തൊക്കെ മരുന്ന് വേണം, ആ മരുന്നുകളൊക്കെ ഇവിടെ ഉണ്ടോ എന്നൊക്കെ ഉറപ്പുവരുത്തണമല്ലോ. അതുകൊണ്ട് അവർ തമ്മിൽ ഒരു ഇന്ററാക്ഷൻ വേണ്ടേ, അവരൊരു കമ്മ്യൂണിക്കേഷൻ വേണ്ടേ.
അതുകൊണ്ട് ഈ പറയുന്ന ഹോസ്പിറ്റലിന്റെ മറ്റെല്ലാ ഡിപ്പാർട്ട്മെന്റുകളുമായിട്ട് നമ്മുടെ ഹോസ്പിറ്റൽ ഫാർമസിക്ക് കണക്ഷൻ ഉണ്ട്. അവരുമായിട്ട് ഒത്തൊരുമിച്ചാണ് പ്രവർത്തിക്കേണ്ടത്. ആൻഡ് ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ്, ടു ഡിസൈൻ, ഓർഗനൈസ്, ഫുൾഫിൽ all the policies, pharmacy policies, keeping in which is established by the policies of the hospital. അതായത് ഒരു ഹോസ്പിറ്റലിന് അതിൻ്റെതായ രീതിയൊക്കെ ഉണ്ടായിരിക്കും. ആ രീതിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിന്റെ ഫാർമസിക്കും ഒരു പോളിസീസ് ഉണ്ട്. അത് എന്താ പറയാ ഫ്രെയിം ചെയ്യുക, അത് ഡിസൈൻ ചെയ്യുക, അതനുസരിച്ച് പ്രവർത്തിക്കുക. നമുക്കറിയാം ഓരോ ഹോസ്പിറ്റൽസിലും അതിൻ്റെതായ നിയമങ്ങളും രീതികളും ഒക്കെ ഉണ്ട്. എത്ര മണിക്ക് ഹോസ്പിറ്റലിന്റെ OP വിഭാഗം ഓപ്പൺ ചെയ്യും, അല്ലെ, എത്ര മണിക്ക് വരെയാണ്, ഇന്ന ഡോക്ടേഴ്സ് ഒക്കെയാണ് രാവിലെ മുതൽ ഇത്ര സമയം വരെ ഉള്ളത്, ഇന്ന ഡിപ്പാർട്ട്മെന്റുകൾ ഫംഗ്ഷൻ, ഒരുപാട് പോളിസീസ് ഹോസ്പിറ്റൽസിലുണ്ട്. എന്നാൽ ഇതിനകത്ത് ആ പോളിസീസിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട്, അതിന് മറികടന്നുകൊണ്ടല്ല, അതിനകത്ത് നിന്നുകൊണ്ട് തന്നെ ഹോസ്പിറ്റലിന്റെ ഫാർമസിക്കും അതിൻ്റെതായ ചില പോളിസീസ് ഫ്രെയിം ചെയ്യേണ്ടി വരും. ആ പോളിസീസ് ഫ്രെയിം ചെയ്യുക, ഡിസൈൻ ചെയ്യുക, അത് ഫുൾഫിൽ ചെയ്യുക, അതനുസരിച്ച് പ്രവർത്തിക്കുക. അതിനകത്തുള്ളവരെല്ലാം ആ ഹോസ്പിറ്റലിന്റെ പോളിസിക്ക് അനുസരിച്ച്, ഫാർമസിയുടെ പോളിസിക്ക് അനുസരിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതും അവരുടെ ഒരു ഒബ്ജക്റ്റീവാണ്. അപ്പൊ ഇതൊക്കെ ഹോസ്പിറ്റൽ ഫാർമസിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളാണ്. അതിൽ 2-3-4 അവരുടെ ഫങ്ഷൻസിൽ പെട്ടതാണ്. അപ്പൊ അതും ഒന്ന് നന്നായിട്ട് വായിച്ചു നോക്കുക. ഓക്കെ, അതില് എന്താ പറയാ, ഫസ്റ്റ് സെന്റൻസ് മാത്രം, ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹോസ്പിറ്റൽ ഫാർമസിയിലെ ആദ്യത്തെ സെന്റൻസ് അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേക്കാം. അതൊന്ന് പഠിക്കേണ്ടി വരും. അത് എന്താ പറയാ, ചിലപ്പോ അവൈലബിലിറ്റി ഓഫ് മെഡിക്കേഷൻസിന്റെ കാര്യത്തില് എങ്ങനെയൊക്കെയാണ് റൈറ്റ് ഡോസ്, റൈറ്റ് ടൈം, റൈറ്റ് മെഡിക്കേഷൻ എന്നൊക്കെ പറഞ്ഞിട്ടല്ലോ. അപ്പൊ അതിനകത്ത് പെടാത്തത്, പെട്ടത് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ചോദിക്കാം. ആ ഒരു സെന്റൻസ് ഒന്ന് മാർക്ക് ചെയ്തേക്കാം. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കണ്ടിട്ടുള്ളത് കൊണ്ട് പറഞ്ഞതാണ്. ബാക്കിയൊക്കെ ഒന്ന് വായിച്ചേക്കാം. ക്ലിയർ ആണോ? ഇസ് ഇറ്റ് ക്ലിയർ? ഓക്കെ, പോയിക്കോട്ടെ. അടുത്ത ഭാഗത്തേക്ക് ഇൻഫ്രാസ്ട്രക്ചർ. ഇനി കുറച്ച് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാ, എളുപ്പം മനസ്സിലാകുന്ന കാര്യങ്ങളാ, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഞാൻ മാർക്ക് ചെയ്യാൻ പറയുന്ന ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് വെച്ചേക്കാം. അത് നമ്മള് ക്വസ്റ്റ്യൻസ് എന്താ പറയാ ഫ്രീക്വന്റ് ആയിട്ട് ചോദിച്ചു. ഞാൻ പോയതല്ല, അവിടെ പെട്ടെന്ന് ഭയങ്കര സൗണ്ട് കേട്ടപ്പോ ഞാൻ എന്താന്ന് വിചാരിച്ചു പോയതാ. പിള്ളേര് സൗണ്ട് കേട്ട്. ഓക്കെ, അപ്പൊ നമ്മള് അടുത്തത് ഹോസ്പിറ്റലിന്റെ ഫാർമസിയുടെ ഇൻഫ്രാസ്ട്രക്ചർ ആണ്. അവിടെ എലിയോ എന്തൊക്കെ ആവും പറഞ്ഞ ഓടിച്ച് ഞാൻ പേടിച്ചു പോയി. സൗണ്ട് കേട്ടപ്പോ എന്താ വീണോ വന്നു വിചാരിച്ചായിരിക്കും. ഇൻഫ്രാസ്ട്രക്ചർ ആണ് ഹോസ്പിറ്റൽ ഫാർമസിയുടെ ഇൻഫ്രാസ്ട്രക്ചർ. എന്താ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ? ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താ? കേട്ടെന്താ? അടിസ്ഥാന സൗകര്യങ്ങൾ അല്ലെ? എന്തൊക്കെ സൗകര്യങ്ങൾ ഹോസ്പിറ്റൽ ഫാർമസിക്ക് വേണം? നമ്മളൊക്കെ ഹോസ്പിറ്റൽ ഫാർമസിയുടെ മുമ്പിൽ ഒരുപാട് സമയമൊക്കെ ചിലപ്പോ ചെലവഴിച്ചിട്ടുണ്ടായിരിക്കും. എന്തൊക്കെയാണ് നമ്മൾ അങ്ങനെ ചെലവഴിക്കുമ്പോൾ കണ്ടിട്ടുള്ളത്? ചില കാര്യങ്ങളൊക്കെ ചില സ്ഥലത്തൊക്കെ നമുക്ക് ഇങ്ങനെ വെറുതെ ഇങ്ങനെ വെയിറ്റ് ചെയ്യേണ്ടി വരുന്ന സമയത്തൊക്കെ നമ്മളൊന്ന് അതിൽ കൂടിയൊക്കെ ഒന്ന് ചില എന്താ പറയാ കണ്ണോടിക്കുന്നതും അവിടുത്തെ കാര്യങ്ങളൊക്കെ പരിസരമൊക്കെ ഒന്ന് വീക്ഷിക്കുന്നതും ഒക്കെ നല്ലതായിരിക്കും. അപ്പൊ നമുക്ക് അങ്ങനത്തെ കാര്യം ഇപ്പൊ നമ്മൾ അതിനെ കുറിച്ചൊന്നും ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷെ ഇപ്പൊ നമ്മളത് കേൾക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണല്ലോ, ശരിയാണല്ലോ നമുക്ക് തോന്നും. എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, the hospital pharmacy should be located either in the first floor or in the ground floor. അതായത് ഒരു ഹോസ്പിറ്റലിന്റെ ഫാർമസി തീർച്ചയായിട്ടും അത് ലൊക്കേറ്റ് ചെയ്യേണ്ടത് ഒന്നുകിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിൽ. ഈ 10 എന്താ പറയാ 5-10 നിലയുള്ള ഹോസ്പിറ്റൽസ് ഇന്ന് പലയിടത്തും പുതിയതായിട്ടൊക്കെ വരുന്ന വലിയ വലിയ ഹോസ്പിറ്റൽസ് ആണ്. ഇതിന്റെയൊക്കെ ഫാർമസി കൊണ്ടുപോയി ഏറ്റവും തുമ്പത്ത് ഏറ്റവും പൊക്കത്തിൽ കൊണ്ടുപോയി വെച്ചാൽ സ്ഥിതി ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്തായാലും മുകളിൽ കയറി പോണ ആൾക്കാർ താഴ്ത്തിറങ്ങി വരാതെ
എന്ത് ചെയ്യാൻ പറ്റില്ല, വീട്ടിൽ പോകാൻ പറ്റില്ല അല്ലെ. നമ്മുടെ വണ്ടികളോ അല്ലെങ്കിൽ നമ്മൾ വന്നത് ഏത് രീതിയിലാണോ ആ രീതിയിലേക്ക് നമുക്ക് എത്തണമെങ്കിൽ നമ്മുടെ കയറി പോകണമെങ്കിൽ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിൽ എത്താതെ നമുക്ക് എന്തായാലും പോകാൻ പറ്റില്ല. വിമാനമൊന്നും പറ്റില്ല നമ്മളെ കൊണ്ടുപോകാൻ അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും ഒരു ഹോസ്പിറ്റലിന്റെ ഫാർമസി അതിന്റെ ഗ്രൗണ്ട് ഫ്ലോറിൽ പറ്റിയില്ലെങ്കിൽ ഫസ്റ്റ് ഫ്ലോർ അവിടെ വരെ. കാരണം ഇപ്പൊ ചില രോഗികൾക്ക് എല്ലാ രോഗികളും ഇതിന്റെ അറ്റം വരെ മുകളിൽ വരെ എന്തെങ്കിലും കാര്യങ്ങൾക്ക് കയറി പോകാൻ ആവശ്യം ഉണ്ടാവോ? ഇല്ല. അപ്പൊ നമ്മൾ പറയും ലിഫ്റ്റ് ഉണ്ടല്ലോ എന്ന്. പക്ഷെ എങ്കിലും അതിനൊക്കെ കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. എല്ലാവർക്കും ചിലപ്പോ ലിഫ്റ്റ് ഉപയോഗിക്കാൻ തയ്യാറാകുന്നവരായിരിക്കില്ല, പേടിയുള്ളവരുണ്ടായിരിക്കും, അതിനകത്ത് കയറി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോ സൗകര്യപ്രദമായ രീതിയിൽ എല്ലാവരെയും നമ്മളിപ്പോ ഏത് ഒരു കാര്യം ചെയ്യുമ്പോഴും ഇൻസ്റ്റാൾ ചെയ്യുമ്പോഴും അത് എല്ലാവരെയും കൊണ്ടും കൈകാര്യം ചെയ്യാൻ പറ്റും, ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നതാണോ എന്നുള്ള രീതി കൂടി കണക്കിലെടുത്തിട്ടാണ് അത് എന്ത് ചെയ്യേണ്ടത്, അതിന് ഡിസൈൻ ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു ഹോസ്പിറ്റലിൽ ഡിസൈൻ ചെയ്യുമ്പോൾ അതിന്റെ ഫാർമസി എവിടെ വരണം എന്ന് അവർ നേരത്തെ കൂട്ടി തീരുമാനിക്കണം. ആ തീരുമാനം ഇങ്ങനെയായിരിക്കണം, ഒന്നുകിൽ ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിലായിരിക്കണം. ഒരുപാട് കൂടുതൽ മുകളിലേക്കുള്ള നിലകളിൽ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് അവിടെ ഒന്നും പോകണ്ട, നമുക്ക് ഈ മരുന്നിന് വേണ്ടി മാത്രം അവിടെ വരെ പോകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ അത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് അതൊന്ന് ശ്രദ്ധിക്കണം. അത് മിക്കവാറും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇനി മറ്റൊരു കാര്യം, ഹോസ്പിറ്റൽ ഫാർമസിക്ക് എന്തുണ്ടായിരിക്കണം, ഒരു ഗ്രാൻഡ് അപ്പിയറൻസ് ഉണ്ടായിരിക്കണം. ഒരു കണ്ടാൽ തന്നെ ഇല്ലേ ഒരു ഗ്രാൻഡ് ലുക്ക്, നല്ല നല്ലത് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു ഫാർമസിയാണ് വേണ്ടത്. കാരണം ആവശ്യത്തിന് ഷുഡ് പ്രൊവൈഡ് സ്പേസ് ഫോർ ദ പേഷ്യൻസ് ടു വെയിറ്റ് ചെയ്യുന്ന പേഷ്യൻസിന് ഇനഫ് സ്പേസ് പ്രൊവൈഡ് ചെയ്യിക്കാനുള്ള ചെയേഴ്സോ അല്ലെങ്കിൽ മെഡിസിൻസിന് വേണ്ടി കാത്തിരിക്കുമ്പോ കുന്നപിടിക്കുമ്പോൾ എല്ലാവരും കൂടി വന്ന് എന്താണ് ഫാർമസിയുടെ മുമ്പിൽ ഒരു കട്ടയായിട്ടൊക്കെ കൂടി വന്ന് കുന്തത്തള്ളം നിൽക്കേണ്ട ആവശ്യമുണ്ടോ? പണ്ടൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. പണ്ടൊക്കെ അങ്ങനെ ലൈനായിട്ടൊക്കെ നിൽക്കും. പക്ഷെ നമുക്ക് അങ്ങനെ ഭയങ്കരമായിട്ട് എന്തോ പോലെ തോന്നും. ഇന്ന് അങ്ങനെയൊന്നും ആളുകൾ നിൽക്കാൻ തന്നെ താല്പര്യപ്പെടുന്ന പോലുമില്ല. അപ്പൊ അതിന് പകരം അവർക്ക് വെയിറ്റ് ചെയ്യാനുള്ള സീറ്റിംഗ് കപ്പാസിറ്റീസും ഒക്കെ നല്ല എന്താ പറയാ വൃത്തിയായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവരവിടെ എങ്ങനെയെങ്കിലും അങ്ങനെ വെയിറ്റ് ചെയ്തോളൂ, കുറച്ച് നേരമൊക്കെ ഇരുന്നോളൂ. അതാണ് ഒരു ഗ്രാൻഡ് അപ്പിയറൻസ് കൊടുക്കണമെന്ന് പറയാൻ കാരണം. ഹോസ്പിറ്റൽ ഫാർമസിക്ക് ഒരു ഗ്രാൻഡ് അപ്പിയറൻസ് കഴിഞ്ഞാൽ ഒ പിക്ക് മുമ്പിൽ ഒരു ഒ പിയുടെ നമ്മുടെ ഫാർമസിയുടെ മുമ്പിൽ അതിനൊരു വെയിറ്റിംഗ് റൂം ഒക്കെ പ്രൊവൈഡ് ചെയ്താൽ വലിയ പ്രൊഫഷണൽ ലുക്ക്, അതിനൊരു പ്രൊഫഷണൽ ലുക്ക് ഉണ്ടായിരിക്കും. ആൻഡ് ഓൾസോ ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മരുന്നിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ഇഫ് ദർ ഈസ് പ്രൊവൈഡഡ് സം എഡ്യൂക്കേറ്റീവ് പോസ്റ്റേഴ്സ് ഓർ റിഗാർഡിംഗ് ഹെൽത്ത് ആൻഡ് ഹൈജീൻ ആൻഡ് ഓൾസോ ലിറ്ററേച്ചർ ഫോർ റീഡിംഗ്, അതൊക്കെ കൊടുക്കുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി ഗുഡ്. അതായത് അവിടെ വെയിറ്റ് ചെയ്യുന്ന സമയത്തെ അവിടെയൊക്കെ വല്ല പോസ്റ്റേഴ്സ് ഒക്കെ ഇങ്ങനെ ഓട്ടിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ എന്തിന്റെ സിനിമ പോസ്റ്റർ ആണോ? തീർച്ചയായിട്ടും അല്ല. ഹെൽത്ത് ആൻഡ് ഹൈജീൻ, നമ്മുടെ ആരോഗ്യ സംബന്ധമായിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മുടെ ശുചിത്വം സംബന്ധമായിട്ടുള്ളത് ഇതിനെ കാണിക്കുന്ന ചില പോസ്റ്ററുകൾ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. കണ്ടിട്ടില്ലേ നിങ്ങൾ ഹോസ്പിറ്റലിന്റെ എവിടെയെങ്കിലൊക്കെ ഇതുപോലുള്ള പോസ്റ്റേഴ്സ് വെച്ചിരിക്കുന്നത്? അപ്പൊ അതൊക്കെ അവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ വെറുതെ വായിച്ചുകൊണ്ടിരുന്നോളും. അത് നമുക്ക് കുറച്ച് ഇൻഫോർമേറ്റീവും ആകും, നമുക്കും അതിനെ കുറിച്ച് അറിയാൻ പറ്റും. നമ്മൾ ചിലപ്പോ നമുക്ക് അറിയില്ലാത്ത പോയിന്റുകൾ അതിനകത്ത് ഉണ്ടായിരിക്കാം. അപ്പൊ നമുക്കത് വായിച്ച് മനസ്സിലാക്കാൻ ചിലപ്പോൾ ചില രോഗങ്ങളെ കുറിച്ചായിരിക്കാം. തൈറോയിഡ്, നമ്മൾ മിക്ക ഹോസ്പിറ്റലിലൊക്കെ ചെല്ലുമ്പോൾ കാണാം തൈറോയിഡ്, അതിന്റെ സിംറ്റംസ് അങ്ങനെയുണ്ടോ, അത് ഇന്നതാണോ, നിങ്ങൾ ഹൈപ്പർ തൈറോയിഡിസത്തിന് അടിമയാണോ അല്ലെങ്കിൽ ഹൈപ്പോ തൈറോയിഡിസത്തിന് അടിമയാണോ എന്ന് പറഞ്ഞിട്ട് കുറെ പിക്ചേഴ്സും അതിന്റെ പോയിന്റുകൾ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊരു ചെക്കപ്പ് നടത്തൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അല്ലെങ്കിൽ ഹാർട്ട് പ്രോബ്ലംസിന്റെ ആയിരിക്കാം, അല്ലെങ്കിൽ കുട്ടി അത് ഫീഡ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടതായിരിക്കാം. എങ്ങനെയൊക്കെയാണ്, ഏത് വയസ്സ് വരെ അല്ലെങ്കിൽ എത്ര പ്രായം വരെ കൊടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളെ ഇൻഫോർമേറ്റീവ് ആകുന്ന പല കാര്യങ്ങളും നമ്മുടെ ഹെൽത്ത് ആൻഡ് ഹൈജീനുമായിട്ട് റിലേറ്റ് ചെയ്ത് പോസ്റ്റേഴ്സ് കൊടുക്കുകയാണെങ്കിൽ അതൊക്കെ അവർ നോക്കിയും കണ്ടൊക്കെ നമുക്ക് ഇരിക്കാൻ പറ്റും. അത് നമുക്കും ഇൻഫോർമേറ്റീവ് ആകും. ആൻഡ് ഓൾസോ ഇഫ് ദർ ഈസ് സംതിങ് ടു ബി ഫോർ റീഡിങ് ലിറ്ററേച്ചേഴ്സ്, അതുപോലെ തന്നെ എന്തെങ്കിലും ബുക്കുകൾ ഹെൽത്ത് ഹൈജീനുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ അവിടെ വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ എടുത്ത് വെറുതെ ഒന്ന് മറച്ചു നോക്കിക്കൊണ്ടിരിക്കും. അപ്പൊ ബോറടിക്കില്ല, നമ്മൾ വെയിറ്റ് ചെയ്തതായിട്ട് നമുക്ക് അധികം നേരം ഇരുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യാമില്ല. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളൊക്കെ ഫാർമസിയിൽ പ്രൊവൈഡ് ചെയ്തിരിക്കണം. ആൻഡ് ഓൾസോ suitable space should be given for regular manufacturing of drugs, stock solutions, powders, ointments, etc. ഇനി ഹോസ്പിറ്റൽ ഫാർമസിക്ക് ഒരു എന്താ പറയാ മെഡിസിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യുന്ന ഒരു റൂം ഉണ്ടായിരിക്കും. മാനുഫാക്ചറിംഗ് റൂം, മരുന്നുകൾ ഉണ്ടാക്കേണ്ട ഒരു റൂം ഉണ്ടായിരിക്കണം. കാരണം പുതിയ പുതിയ മരുന്നുകളൊക്കെ ഇങ്ങനെ മിക്സ് ചെയ്ത് ഉണ്ടാക്കി പുതിയത് വേറെ ഒരെണ്ണം ഉണ്ടാക്കണമെങ്കിൽ അതൊക്കെ സെപ്പറേറ്റ് ഒരു സ്ഥലത്ത് വെച്ചാണ് നടത്തേണ്ടത്. അതുകൊണ്ട് അതിന് വേണ്ടി ഒരു സ്പെഷ്യൽ റൂം ഉണ്ടായിരിക്കണം. മാത്രമല്ല ഓയിന്റ്മെന്റുകൾ, അതുപോലെ തന്നെ സ്റ്റോക്ക് സൊല്യൂഷൻസ്, എന്തെങ്കിലുമൊക്കെ എന്താ പറയാ ഹൈഡ്രോക്ലോറിക് ആസിഡും മറ്റു ഹൈഡ്രോക്സൈഡ് ഒക്കെ പോലത്തെയുള്ള സൊല്യൂഷൻസ് ഒക്കെ ഉണ്ട്. അതൊക്കെ വേറെ വേറെ സെപ്പറേറ്റ് സ്ഥലങ്ങളിൽ
വെക്കണം. കാരണം ആസിഡ്സോ പോലെയുള്ളതൊക്കെ മറ്റെന്തെങ്കിലുമായിട്ട് കോണ്ടാക്ട് വന്നു കഴിഞ്ഞാൽ അതിൽ നിന്നൊക്കെ വലിയ അപകടങ്ങളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അത്തരം സാധനങ്ങൾ, ഓയിൻമെന്റുകൾ, പൗഡർ രൂപത്തിലുള്ളതൊക്കെ സെപ്പറേറ്റ്ലി ഇറ്റ് ഷുഡ് ബി ഗിവൺ സ്പേസ്. അതിനൊക്കെ സെപ്പറേറ്റ് സ്ഥലം കൊടുത്തിരിക്കണം. പിന്നെന്താ, ചീഫ്, അതായത് ഫാർമസിയുടെ ഒരു ചീഫ് ഉണ്ട്, അങ്ങോട്ട് ഇരിക്കാൻ പ്രത്യേകം ഒരു ഓഫീസ് ഉണ്ടായിരിക്കണം. ഇതൊക്കെ അടിസ്ഥാന സൗകര്യത്തിൽ പെട്ടതാണ്. ഹോസ്പിറ്റലിന് അടിസ്ഥാനപരമായിട്ട് ഹോസ്പിറ്റൽ ഫാർമസിക്ക് ഉണ്ടാവേണ്ട സൗകര്യങ്ങളാണ് ഈ പറഞ്ഞേക്കുന്നത്. ഓക്കെ, അപ്പൊ ഒരു ഓഫീസ് വേണം, അത് ചീഫിന് ഇരിക്കാനാണ്, എല്ലാവർക്കും ഇരിക്കാനല്ല. പിന്നെ പാക്കിങ്ങും ലേബലിങ്ങും ഏരിയ എന്ന് വെച്ചാൽ നമ്മള് മെഡിസിൻസ് ഒക്കെ ഫാർമസിസ്റ്റുകള് ആ റാക്സിൽ നിന്നൊക്കെ എടുത്ത് ഓരോ കുഞ്ഞു കുഞ്ഞു കവറിലേക്ക് ആക്കാവൂലേ, അപ്പൊ അവരെടുത്ത് അവിടെ വെക്കുള്ളൂ. അപ്പൊ ഇത് കവറിലൊക്കെ ഇടുന്നതും ലേബൽ ചെയ്യുന്നതൊക്കെ വേറെ ആളായിരിക്കാം. അപ്പൊ അത് ആ ഫാർമസിസ്റ്റുകളായിരിക്കും കൈകാര്യം ചെയ്യാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക സ്ഥലം, അതായത് പാക്കിങ്ങിനും ലേബലിങ്ങിനും വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഇടം, കുറച്ച് സ്ഥലമൊക്കെ ഉണ്ടാവുള്ളൂ, അല്ലാണ്ട് നീണ്ടത് പറഞ്ഞല്ല, ആ ഉള്ള സ്പേസിൽ തന്നെ അത് അങ്ങനെ ആയിട്ട് അവരെന്ത് ചെയ്തിരിക്കുന്നു, അലോക്ക് ചെയ്തിരിക്കുകയാണ്. ഇന്ന ഓരോരുത്തർക്ക് ഇങ്ങനെയൊക്കെ സ്ഥലങ്ങള്. പിന്നെന്താ, കോൾഡ് സ്റ്റോറേജ് ഏരിയ. ചില മെഡിസിൻസ് എന്തിൽ വെക്കണം, തണുപ്പിൽ സൂക്ഷിക്കേണ്ടതുണ്ട്. അപ്പൊ അതിന് ഫെസിലിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന കോൾഡ് സ്റ്റോറേജ് ഏരിയയും ഹോസ്പിറ്റൽ ഫാർമസിയിൽ വേണം. എല്ലാ മരുന്നും ഇങ്ങനെ നമ്മുടെ ഈ സാധാരണ റൂം ടെമ്പറേച്ചറിലൊന്നും വെക്കാൻ പറ്റില്ല. ചിലതൊക്കെ കോൾഡ് സ്റ്റോറേജ്, അതായത് ഫ്രീസിംഗിൽ വെക്കേണ്ടതുണ്ട്, റെഫ്രിജറേറ്ററിൽ വെക്കേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അതിന് വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഏരിയ ഉണ്ടായിരിക്കണം. റിസർച്ച് വിങ്, റിസർച്ച് പഠനങ്ങളൊക്കെ നടത്താൻ വേണ്ടി, ഗവേഷണങ്ങളൊക്കെ നടത്താൻ വേണ്ടി അതിന് ഒരു പർട്ടിക്കുലർ ഏരിയ ഫാർമസിയിൽ ഉണ്ടായിരിക്കണം. ഫാർമസിക്ക് സ്റ്റോർ റൂം, അതായത് മരുന്നുകൾ നമുക്ക് പേഷ്യൻസിന് കൊടുക്കാൻ വേണ്ടി കൊണ്ടുവന്ന് ഇങ്ങനെ റാക്സിലൊക്കെ വെച്ചിട്ടുണ്ടായിരിക്കും. പക്ഷെ അത് കൂടാതെ ആ റാക്സിൽ ഇല്ലാത്തതല്ലാതെ കുറെ മെഡിസിൻസ് നമുക്ക് എക്സ്ട്രാ ഉണ്ടായിരിക്കും, സ്റ്റോക്ക് വെച്ചിട്ടുണ്ടാവും. കാരണം ഇത് തീർന്നു കഴിയുമ്പോൾ ഇവിടെ കൊണ്ടുവന്ന് വെക്കണം. അപ്പൊ അതിനുവേണ്ടി പ്രത്യേകം സ്റ്റോർ റൂമുകൾ നമുക്ക് വീടുകളിലൊക്കെ ഉള്ള പോലെ തന്നെ ഹോസ്പിറ്റൽ ഫാർമസിയിലും സ്റ്റോർ റൂം ഉണ്ടായിരിക്കണം. ആൻഡ് ലൈബ്രറി, വലിയ ലൈബ്രറി ഒന്നുമല്ല, കുറച്ച് പുസ്തകങ്ങളൊക്കെ ഇരിക്കുന്ന ഒരു ബുക്കൊക്കെ വെച്ചിരിക്കുന്ന ഒരു സ്ഥലം, ഇടയ്ക്കിടയ്ക്ക് എടുത്ത് റെഫർ ചെയ്യാനാണ്. നോവലും കഥയും മറ്റു കാര്യങ്ങളും ഒന്നുമല്ല, മെഡിസിൻസുമായി ബന്ധപ്പെട്ടത് തന്നെയായിരിക്കും. കാരണം മെഡിസിൻസിനെ കുറിച്ച് എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്ന് ആ ബുക്കൊക്കെ ഒന്ന് എടുത്ത് റെഫർ ചെയ്യാൻ പറ്റും. അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ലൈബ്രറിയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഹോസ്പിറ്റൽ ഫാർമസിയിൽ ലൈബ്രറി ഉണ്ടായിരിക്കണം. എല്ലാ തരത്തിലുള്ള പുസ്തകങ്ങളൊന്നും അവിടെ അവൈലബിൾ ആയിരിക്കില്ല. ഹെൽത്ത്, ഹൈജീന്, ഡ്രഗ്സ് ഒക്കെ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കാം ഉണ്ടാകുക. അത്തരം പുസ്തകങ്ങളാണ്. പിന്നെന്താ, സെപ്പറേറ്റ് ഏരിയ ഫോർ റേഡിയോ ഐസോട്ടോപ്പ് സ്റ്റോറേജ്. റേഡിയോ ഐസോട്ടോപ്പ്, റേഡിയോ ആക്റ്റീവ് ആയിട്ടുള്ള ഫാർമാസ്യൂട്ടിക്കൽസ്, അതായത് നമ്മുടെ ന്യൂക്ലിയർ മെഡിസിൻസ്, രോഗം നിവാരണം നടത്താൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന പല റേഡിയേഷൻ പ്രവഹിക്കുന്ന കെമിക്കൽ എലമെന്റുകളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരുപാട് മരുന്നുകളൊക്കെ ഹോസ്പിറ്റൽ ഫാർമസിയിൽ കീപ്പ് ചെയ്തിരിക്കുന്നുണ്ട്. അപ്പൊ ഇറ്റ് ഷുഡ് ബി കെപ്റ്റ് ഇൻ പർട്ടിക്കുലർ ഏരിയ. അതിനൊക്കെ സെപ്പറേറ്റ് സ്ഥലം പ്രൊവൈഡ് ചെയ്തിരിക്കണം. ബിക്കോസ് ദേ ആർ യൂസ്ഡ് ഫോർ ഇമേജിംഗ് ടെസ്റ്റ് ആൻഡ് ട്രീറ്റ്മെന്റ്. പല ഇമേജിംഗ് ടെസ്റ്റ് നമ്മൾ പറഞ്ഞല്ലോ, ന്യൂക്ലിയർ മെഡിസിൻ ഒക്കെ ഇമേജിംഗ് ടെസ്റ്റ് ആണ്. അതൊക്കെ ഇങ്ങനെ ശരീരത്തിൽ കൂടി കടത്തിവിട്ടിട്ട്, ആ റേസ് കടത്തിവിട്ടിട്ട് നമ്മുടെ ശരീരത്തിന്റെ അകത്ത് ഇന്നർ പാർട്ടിലൊക്കെ എവിടെയെങ്കിലും എന്തെങ്കിലും അസുഖങ്ങൾ ഉണ്ടെങ്കിൽ അത് ഡയഗ്നോസിസ് ചെയ്യാനുള്ള രീതിയാണ്. പിന്നെ മാത്രമല്ല, റേഡിയേഷൻ കൊടുത്ത് ക്യാൻസർ പോലെയുള്ള ചില ക്യാൻസർ പിടിപെട്ടിരിക്കുന്ന സെൽസിനെയൊക്കെ നശിപ്പിക്കാനുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ കീപ്പ് ചെയ്യേണ്ടത് എല്ലാ മെഡിസിൻസിന്റെയും കൂടിയല്ല, സെപ്പറേറ്റ്ലി ഇറ്റ് ഷുഡ് ബി സ്റ്റോർഡ്. ഇതെല്ലാം കൃത്യമായിട്ട് സെപ്പറേറ്റ് സ്ഥലങ്ങളിൽ സ്റ്റോർ ചെയ്ത് വെക്കുക. ആൻഡ് ഇറ്റ് ഷുഡ് ബി ലോക്ക്ഡ് ഇഫ് ദേ ആർ നോട്ട് ഇൻ യൂസ്. അത് ഉപയോഗിക്കാണ്ടാത്ത സമയത്ത്, അതിപ്പോ നമ്മൾ തൽക്കാലം ഉപയോഗിക്കുന്നില്ല എങ്കിൽ അതൊക്കെ ലോക്ക് ചെയ്ത് തന്നെ സൂക്ഷിക്കുക. തോന്നിയ പോലെ അലക്ഷ്യമായിട്ട് തുറന്നൊക്കെ ഇട്ടിട്ട് പോകാതിരിക്കുക. അത് ലോക്ക് ചെയ്ത് തന്നെ. ഇപ്പൊ നമ്മൾ ആ ഒരു ഏരിയ ഉപയോഗിക്കുന്നില്ല, അതിപ്പോ എന്ത് ചെയ്യാം, സ്റ്റോർ ചെയ്തിരിക്കുന്ന ഭാഗം എവിടെയാണോ അത് ലോക്ക് ചെയ്ത് തന്നെ സൂക്ഷിക്കാം. ഇനി അതുപോലെ തന്നെ ലാബിലാണ് സൂക്ഷിച്ചേക്കണമെങ്കിൽ ലാബ് ലോക്ക് ചെയ്യാം. ഇനി റെഫ്രിജറേറ്ററിലാണ് സൂക്ഷിച്ചേക്കണമെങ്കിൽ റെഫ്രിജറേറ്റർ ലോക്ക് ചെയ്യുക. ഫ്രീസറിലാണെങ്കിൽ ഫ്രീസർ ലോക്ക് ചെയ്യുക. ഈ ഫ്രീസർ പോകുന്ന വഴിയിലൊക്കെ ആയിരിക്കും. അപ്പൊ ഈ വഴിയിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ആൾക്കാർ അങ്ങോട്ട് പോകുമ്പോൾ ഫ്രീസർ ആണല്ലോ ഒന്ന് വെറുതെ തുറന്നു നോക്കിയേക്കാന്നൊക്കെ വിചാരിക്കും. പക്ഷെ ഇങ്ങനെയുള്ള റേഡിയോ ഐസോട്ടോപ്സ് പോലെയുള്ള കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടൊക്കെ ഉണ്ടെങ്കിൽ, അതുപോലെയുള്ള കെമിക്കൽസോ മറ്റൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് തുറക്കുമ്പോൾ അതിൽ നിന്ന് എന്താ പറയാ ലോസ് ആകാനായിട്ട്, നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് അതൊക്കെ എന്ത് ചെയ്യാൻ, ലോക്ക് ചെയ്ത് തന്നെ സൂക്ഷിക്കുക. എപ്പോഴാണ് ഉപയോഗിക്കുന്ന സമയത്ത് മാത്രമേ തുറന്നാൽ മതി. അതർവൈസ് ഓൾ ടൈംസ് ഇറ്റ് ഷുഡ് ബി ലോക്ക്ഡ്. അതെല്ലാം ലോക്ക് ചെയ്ത് സൂക്ഷിക്കുക. അപ്പൊ ഇതൊക്കെയാണ് ഹോസ്പിറ്റലിന്റെ ഫാർമസിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള സൗകര്യങ്ങൾ. അപ്പൊ ലൊക്കേറ്റഡ് ഫസ്റ്റ് ഓർ ഗ്രൗണ്ട് ഫ്ലോർ, അതൊന്നാമത്തെ സൗകര്യം. ഒപിക്ക് ഒരു
ഒ പി ഫാർമസിക്ക് ഒരു പ്രൊഫഷണൽ ലുക്ക് ഉണ്ടായിരിക്കണം, ഗ്രാൻഡ് അപ്പിയറൻസ് ഉണ്ടായിരിക്കണം, എഡ്യൂക്കേറ്റീവ് പോസ്റ്റേഴ്സ്, ലിറ്ററേച്ചർ ഫോർ റീഡിംഗ് എന്നിവ വേണ്ടിയിട്ട് റിലേറ്റിംഗ് ടു ഹെൽത്ത് ആൻഡ് ഹൈജീൻ, നമ്മുടെ ആരോഗ്യം, നമ്മളുടെ വൃത്തി ശുചിത്വം സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷണൽ പോസ്റ്റേഴ്സോ അതുപോലെ തന്നെ റീഡിങ്ങിന് വേണ്ടിയിട്ടുള്ള ലിറ്ററേച്ചേഴ്സോ ഒക്കെ പ്രൊവൈഡ് ചെയ്യുക. സ്യൂട്ടബിൾ സ്പേസ്, നമ്മുടെ എന്താ പറയാ സ്റ്റോക്ക് സൊല്യൂഷൻസ്, ഓയിൻമെന്റുകൾ, പൗഡറുകൾ ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് അത് പ്രൊവൈഡ് ചെയ്യുക. ഒരു ഫാർമസിക്ക് ഒരു മാനുഫാക്ചറിംഗ് റൂം ഉണ്ടായിരിക്കണം, പിന്നെ ചീഫിനുള്ള ഒരു ഓഫീസ് ഉണ്ടായിരിക്കണം, പാക്കിംഗ് ലേബലിംഗ് ഏരിയ ഉണ്ടായിരിക്കണം, കോൾഡ് സ്റ്റോറേജ് ഏരിയ ഉണ്ടായിരിക്കണം, റിസർച്ച് വിങ്, ഫാർമസിക്ക് സ്റ്റോർ റൂം ഉണ്ടായിരിക്കണം, ലൈബ്രറി ഉണ്ടായിരിക്കണം, റേഡിയോ ഐസോടോപ്സിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകം ഏരിയ ഉണ്ടായിരിക്കണം. ക്ലിയർ ആണോ? ഇൻഫ്രാസ്ട്രക്ചർ ക്ലിയർ ആയോ? ഓക്കെ. അപ്പൊ നിങ്ങൾ അതിനകത്ത് മാർക്ക് ചെയ്യേണ്ടത് ഒന്നാമത്തെ പോയിന്റ് മാർക്ക് ചെയ്യണം. ഫസ്റ്റ് വൺ, എവിടെയാണ് ലൊക്കേറ്റ് ചെയ്യേണ്ടത് എന്നുള്ള ഭാഗം മാർക്ക് ചെയ്യാം. പിന്നെ മാർക്ക് ചെയ്യേണ്ടത് നമ്മളുടെ 10ാമത്തെ പോയിന്റ് ആണ്. റേഡിയോ ഐസോടോപ്സിനെ സംബന്ധിക്കുന്ന ചില കാര്യങ്ങളൊക്കെ അവിടെ വിശദീകരിച്ചിട്ടുണ്ട്, അത് മാർക്ക് ചെയ്യുക. ആ പോയിന്റ് അങ്ങനെ തന്നെ മാർക്ക് ചെയ്യുക. അതിനകത്തുനിന്ന് ഉള്ളിൽ നിന്ന് 2 കാര്യങ്ങളൊക്കെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, അതുകൊണ്ട് അത് ചെയ്തോ. ഓക്കെ, നമ്മൾ ഇനി അടുത്ത ഭാഗത്തേക്ക് കടക്കുകയാണ്. എക്യുപ്മെന്റ്സ്. അത് കടക്കുന്നതിന് മുമ്പ് ഒരു 2-3 മിനിറ്റ് ഞാനൊന്ന് ബ്രേക്ക് ചെയ്യാണ്. എന്താ അടുത്ത വെറും ഞാൻ തന്നെ എടുക്കണം. ശ്രുതി മിസ്സിന് ഓക്കെ ആയിട്ടില്ല, പുള്ളിക്കാരിക്ക് തീരെ വയ്യ. അപ്പൊ ടീച്ചറിന്റെ അവർ എന്തിനാ നമ്മള് വെറുതെ കളയണ്ടല്ലോ, എന്റെ എടുക്കാവുന്ന ആൾക്ക് അവരുടെ ക്വസ്റ്റ്യൻസ് തീർക്കാം. അതുകൊണ്ട് ഞാൻ തന്നെ കണ്ടിന്യൂ ചെയ്യും. ഒരു 2-3 മിനിറ്റ് ഒന്ന് ബ്രേക്ക് ചെയ്യാണ്. നിങ്ങളൊന്ന് കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് ഒന്ന് എഴുന്നേറ്റ് 1-2 അടിയൊക്കെ നടന്നിട്ട് ഇരിക്കാം. ഓക്കെ, എന്നിട്ട് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. കുഴപ്പമില്ലല്ലോ കണ്ടിന്യൂ ചെയ്യുന്നതിന്? അതും ഞാൻ 2 മണിക്കൂർ തന്നെ എടുത്തു. കുഴപ്പമുണ്ടോ ആർക്കെങ്കിലും? ഇല്ല. ഓക്കെ, സോ 2 മിനിറ്റ്. യെസ്, ക്ലാസ് കഴിഞ്ഞാന്ന് ചോദിക്കണേ. കേട്ടില്ല അപ്പൊ പറഞ്ഞത്? ഞാൻ പറയുമ്പോ കേൾക്കട്ടെ. ഈ കൂടുതൽ ഒച്ചെടുത്ത് ഇപ്പുറത്തിരിക്കുന്ന ടീച്ചർമാര് വരുന്ന എന്റെ പുറകിൽ ഓടിക്കും മിക്കവാറും. അത്രയ്ക്ക് ഒച്ച എനിക്കുണ്ട്. റേഞ്ച് ഇഷ്യൂ ആയതുകൊണ്ടാണ്. അല്ലെങ്കിൽ തന്നെ സൗണ്ട് കുറയ്ക്കണം എന്നാണ് പറയണേ. കുറയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ക്ലാസ് എടുത്ത് അങ്ങനെ അങ്ങോട്ട് ആ ഒരു ഫ്ലോയിൽ വരുമ്പോ ഒച്ചയായി പോകും. സൈലൻസർ ഫിറ്റ് ചെയ്യേണ്ടി വരും. പോയവരൊക്കെ വന്നാ? എത്ര പേരുണ്ടായോ? ഞാൻ നോക്കിയില്ല. പോയാന്നാവോ ആരെങ്കിലും? പോയില്ലല്ല. അല്ല, ഇത്രയും പേരുണ്ടായുള്ള, അതാണ് ഞാൻ ചോദിക്കണേ. ഞാൻ നോക്കിയില്ല എത്ര പേരുണ്ടായിരുന്നു എന്ന് നോക്കിയില്ല ലീവ് ചെയ്യുന്നതിന് മുമ്പ്. 41 ഉള്ളൂ. എത്ര പേരുണ്ടായോ? ആരെങ്കിലും നോട്ട് ചെയ്തിരുന്നോ? നോട്ടീസ് ചെയ്തോ ആരെങ്കിലും എത്ര പേരുണ്ടായിരുന്നു എന്ന്? നമ്മള്
ആരെങ്കിലും ഓർമ്മയിലുണ്ടോ? ആരും പോയിട്ടില്ല. ഓക്കെ, എന്നാ ആ ഒരു വിശ്വാസത്തിൽ നമുക്ക് ബാക്കി തുടങ്ങാം. ആരും പോയില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം. ഓക്കെ, സോ വാട്ട് ആർ ദ എക്യുപ്മെന്റ്സ് നീഡഡ് ഇൻ ഹോസ്പിറ്റൽ ഫാർമസി? ഇനി ഹോസ്പിറ്റൽ ഫാർമസിയിൽ എന്തൊക്കെ ഉപകരണങ്ങളാണ് ഇനി വേണ്ടതെന്ന് നോക്കാം. നമ്മുടെ ഹോസ്പിറ്റൽ ഫാർമസിയുടെ അടിസ്ഥാന സൗകര്യങ്ങൾ പറഞ്ഞു. ഇനി എന്തൊക്കെ ഉപകരണങ്ങളാണ് ഹോസ്പിറ്റൽ ഫാർമസിയിൽ ഉള്ളത് നോക്കാം. നിസ്സാരം, അതായത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഉപകരണങ്ങൾ തന്നെയാണ്. ഒന്നാമത്തേത് ഹോസ്പിറ്റലിൽ എന്താ പറയാ, ഫാർമസിയിൽ ഒരു പ്രിസ്ക്രിപ്ഷൻ കേസ് ഉണ്ടായിരിക്കും. എന്ന് വെച്ചാൽ ഡോക്ടർമാര് പ്രിസ്ക്രൈബ് ചെയ്ത് മെഡിസിൻസ് ഇപ്പൊ ഞാൻ ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാൻ പോയി, ഡോക്ടർ എനിക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞ് മരുന്നൊക്കെ എഴുതി, അതൊരു ചാർട്ട് രൂപത്തിൽ നമ്മുടെ ഒരു ചാർട്ട് ആയിരിക്കും അല്ലെ, ഫയൽ പോലെ. അതിനകത്ത് ഇങ്ങനെ ഒരു പേപ്പർ ഇങ്ങനെ വെച്ചിട്ടായിരിക്കും. ഇത് വന്നിട്ട് അവിടെ നിന്ന് ഡോക്ടറൊക്കെ തന്നെ മണിയടിക്കുമ്പോ നേഴ്സ് വരുന്നു. നമ്മൾ പുറത്തേക്ക് പോകുമ്പോ നേഴ്സ് നമ്മളെയും വിളിച്ചിട്ട് ആ ഒരു സാധനം കൊണ്ടിട്ട് എവിടേക്കാ പോവുക? ഫാർമസിയുടെ ഫ്രണ്ടിലേക്കാ പോവുക. അവിടെ ഒരു ട്രേ അല്ലെങ്കിൽ ഒരു കേസ് വെച്ചിട്ടുണ്ടായിരിക്കും. അതിനകത്തേക്ക് നമ്മുടെ ആ ഒരു കേസ് കൊണ്ടുപോയി എന്താ പറയാ, ആ പ്രിസ്ക്രിപ്ഷൻ ചാർട്ട് കൊണ്ടുപോയി അവിടെ ആ കേസിനകത്ത് വെക്കും. അവിടെ വെക്കും. അതിൽ നിന്നാണ് ഇനി അടുത്ത പേഷ്യന്റ് ഒന്നും ഡോക്ടറെ കണ്ടു, ആളുടെയും കൊണ്ടുവന്ന് ഇവിടെ വെക്കും. അങ്ങനെ ഇതെല്ലാം ഇവിടെയാണ് വരുന്നത്. കാരണം ഇവിടെ നിന്നാണ് മെഡിസിൻസ് കിട്ടുള്ളൂ. അപ്പൊ പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന മെഡിസിൻസ് കിട്ടണമെങ്കിൽ അത് ഫാർമസിയുടെ മുമ്പിലേക്ക് എത്തണം. അപ്പൊ അതെല്ലാം കൊണ്ടുവന്ന് ചിലപ്പോ പല പല ഡോക്ടർമാരുടെ ആയിരിക്കാം, പല ഡിപ്പാർട്ട്മെന്റിലായിരിക്കാം, എല്ലാം കൊണ്ടു പക്ഷെ ഇവിടെ വെക്കുക. കാരണം എല്ലായിടത്തേക്കുമുള്ള മെഡിസിൻസ് അവൈലബിൾ ആകുന്നത് ഹോസ്പിറ്റൽ ഫാർമസിയിൽ നിന്നാണ്. അല്ലാതെ കാർഡിയോളജി വിഭാഗത്തിലുള്ള ആളുകൾക്ക് മരുന്ന് കൊടുക്കുന്നത് ഇന്ന സ്ഥലത്ത് നിന്ന്, മറ്റേ ഡിപ്പാർട്ട്മെന്റിലുള്ളവർക്ക് അവിടെ നിന്ന്, അങ്ങനെയല്ല. അപ്പൊ എല്ലാം ഇവിടെയാണ് വരിക. അതുകൊണ്ട് തന്നെ ഒരു കേസിലാണ് ഇതെല്ലാം കൊണ്ടുവന്ന് അവരവിടെ പ്ലേസ് ചെയ്ത് വെക്കും. അതിൽ നിന്ന് ഇങ്ങനെ ഓരോന്നും എടുത്ത് എന്ത് ചെയ്യുന്നു, നഴ്സസ് അതായത് ഫാർമസിസ്റ്റുകള് അതെടുത്ത് അതിൽ നിന്ന് എന്താ പറയാ ലിസ്റ്റ് നോക്കി അതിനനുസരിച്ചുള്ള മരുന്നുകളാണ് അവിടെ എടുക്കുന്നതും അത് നമുക്ക് ബാഗുകളിൽ കുഞ്ഞു കുഞ്ഞു കവറുകളിലാക്കി ലേബലിലൊക്കെ നമ്മുടെ കൈകളിലേക്ക് ഹോസ്പിറ്റലിന്റെ പേഷ്യൻസ് ആയിട്ടുള്ളവരിലേക്കൊക്കെ എത്തിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു കേസ്, അതാണ് പ്രിസ്ക്രിപ്ഷൻ കേസ്. അത് ഹോസ്പിറ്റലില് വേണ്ട ഒരു സാധനമാണ്. അപ്പൊ അതവിടെ വെച്ചിട്ടുണ്ടായിരിക്കും. പിന്നെ ഡ്രഗ് സ്റ്റോക്ക് കബേർഡ് വിത്ത് പ്രോപ്പർ ഷെൽഫ്സ് ആൻഡ് ഡ്രോയേഴ്സ്, അതായത് ഓരോ മരുന്നുകളും അതുപോലെ മറ്റ് സ്റ്റോക്കുകളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഷെൽഫുകൾ, കബേർഡുകള്, അതിനൊക്കെ ഡ്രോയറുകൾ ഉണ്ടെങ്കിൽ വരിപ്പുകളൊക്കെ ഇല്ലേ ഇങ്ങനെ വലിച്ചു തുറക്കാൻ പറ്റുന്ന അങ്ങനത്തെയൊക്കെ വെക്കാനൊക്കെ ഇല്ലാത്തൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഷെൽഫും കബേർഡും അതുപോലെ ഡ്രോയേഴ്സും ഒക്കെ അതുണ്ടായിരിക്കണം. പിന്നെ സെക്ഷണൽ ഡ്രോയേഴ്സ്, നമ്മൾക്ക് ഇങ്ങനെ ഡ്രോയറൊക്കെ ഇങ്ങനെ വലിച്ചു കഴിയുമ്പോൾ തന്നെ അതിന്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കള്ളി പോലെ, അതായത് നമുക്ക് ഇങ്ങനെ സോർട്ട് ചെയ്ത് നമ്മള് വലിയ വലിയ മാർക്കറ്റ് സൂപ്പർ മാർക്കറ്റുകളിലേക്കൊക്കെ പോകുമ്പോഴല്ലേ, മോൾസിലും അതുപോലെ തന്നെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ചെല്ലുമ്പോ അവിടെ ഒരു ക്യാഷ് ഇടാൻ വേണ്ടി ഇങ്ങനെയുള്ള സെക്ഷണൽ ഡ്രോയേഴ്സ് ആണ് ഉപയോഗിക്കുക. എന്ന് വെച്ചാൽ ഈ പൈസ ഇങ്ങനെ സോർട്ട് ചെയ്ത് 10ന്റെ 100ന്റെ 50ന്റെ ഒക്കെ അങ്ങനെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെക്കാൻ സെക്ഷണൽ ഡ്രോയേഴ്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഹോസ്പിറ്റലിന്റെ ഫാർമസിയിലും സെക്ഷണൽ ഡ്രോയേഴ്സ്, ക്യാബിനറ്റ്, കബേർഡും ഒക്കെ ആയിട്ട് എന്ത് ചെയ്യുന്നു, അതും വെച്ചിട്ടുണ്ടായിരിക്കും. അതും ഉണ്ടാകണം. കാരണം ഓരോ മരുന്ന് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെക്കാനാണ്, മിക്സ് ആകാതിരിക്കാനായിട്ട്. പിന്നെന്താ, വർക്ക് ടേബിൾസ് ആൻഡ് കൗണ്ടേഴ്സ് ഫോർ റെഗുലർ ഡിസ്പെൻസിങ്, മരുന്നൊക്കെ എടുത്ത് അതൊക്കെ ഒത്തു നോക്കാൻ അല്ലെ, പേഷ്യന്റിന്റെ പേര് വെച്ചിട്ട് ഈ എടുത്തേക്കണ മരുന്നൊക്കെ കറക്റ്റ് ആണെന്ന് നോക്കാൻ, അത് കൊടുക്കാൻ, എടുത്തു കൊടുക്കാൻ, അതൊക്കെ വെക്കണമെങ്കിൽ അതിനുവേണ്ടി ഒരു ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരു ടേബിൾ വേണം, വർക്ക് ടേബിൾ. അപ്പൊ ഒരു വർക്ക് ടേബിൾ എന്തിനു വേണ്ടിയിട്ടാ? കൗണ്ടർ ഫോർ ഡിസ്പെൻസിങ്ങിനും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടാണ് വർക്ക് ടേബിൾസ് പ്രൊവൈഡ് ചെയ്തിരിക്കണം. പിന്നെ ഒരു സിങ്ക് വിത്ത് ഡ്രെയിൻ ബോർഡ്. സിങ്ക് എന്താ, നമുക്ക് കൈയൊക്കെ ഹാൻഡ് വാഷ് ചെയ്യാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ചെറിയതോ വലുതായിട്ടുള്ള യൂട്ടൻസിൽസ്, അതായത് ഹോസ്പിറ്റലിന്റെ ഫാർമസിയിലുള്ള ചില പാത്രങ്ങൾ മറ്റൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കഴുകാൻ, അതൊക്കെ ഹാൻഡ് വാഷ് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ട് ഒരു സിങ്ക് വിത്ത് ഡ്രെയിൻ ബോർഡ്. ആ സിങ്കിന്റെ മുകളിൽ ഒരു ഡ്രെയിൻ ബോർഡ് എന്ന് പറഞ്ഞാൽ വെള്ളം ഇങ്ങനെ എന്താ പറയാ ഡ്രൈ ആയി കിട്ടാൻ, എന്ത് സാധനമായാലും ചിലപ്പോൾ നനഞ്ഞു കഴിയുമ്പോൾ അതിന്റെ വെള്ളം നിൽക്കാൻ പാടില്ല, ആ വെള്ളം ഡ്രെയിൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡ്രെയിൻ ബോർഡും അതിന്റെ മുകളിൽ ഉണ്ടായിരിക്കണം. പിന്നെ ക്യാബിനറ്റ് ഫോർ മോർട്ടർ ആൻഡ് പെസ്റ്റേഴ്സ്. എന്താണ് മോർട്ടർ ആൻഡ് പെസ്റ്റേഴ്സ്? നമുക്ക് ഇടിക്കുകയും ചതക്കുകയും ചെയ്യില്ലേ നമ്മുടെ വീടുകളിൽ, ഉള്ളി ഇഞ്ചിയൊക്കെ ചതയ്ക്കാൻ ഇങ്ങനെ ഇരിക്കുന്ന ഒരലിന്റെ ഒരു കുഞ്ഞു മിനിയേച്ചർ രൂപം വീടുകളിലൊക്കെ ഇല്ലേ, അതുപോലത്തെ ഹോസ്പിറ്റൽ ഫാർമസിയിലുണ്ട്. ചിലപ്പോൾ അവിടെയും ഇടിക്കേണ്ടി ചതക്കേണ്ടൊക്കെ വരും. അപ്പൊ അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു ക്യാബിനറ്റ്. കാരണം ഇത് മറ്റു മരുന്നുകളുടെയൊക്കെ അല്ലെങ്കിൽ എന്തിന്റെങ്കിലൊക്കെ ഇടയിൽ കയറ്റി വെച്ചാൽ അവിടെ നിന്നൊക്കെ തട്ടി നിറഞ്ഞ് താഴെ വീണ് ആളുകളുടെ കാലിലോ എവിടെയെങ്കിലൊക്കെ വീണ് അവിടെ ഇഞ്ചുറി ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് അത് വെക്കുക. അതൊക്കെ എപ്പോഴും എടുക്കേണ്ട സാധനമൊന്നുമല്ല, ഇടയ്ക്ക് എടുക്കേണ്ടി വരുള്ളൂ. അതുകൊണ്ട് അത് കീപ്പ് ചെയ്യാൻ ഒരു ക്യാബിനറ്റ്. പിന്നെ ഗ്ലാസ് യൂട്ടൻസിൽസ്, ഫണൽസ്, ബീക്കേഴ്സ്, ഇതൊക്കെ വെക്കാൻ വേറൊരു കബോർഡ്. അതായത് പൊട്ടുന്ന പാത്രങ്ങളില്ലേ, പൊട്ടുന്നത് ബൊമ്പല്ല, ചില്ല് പാത്രങ്ങള്, ഫ്ലാസ്ക്, ഫണൽസ്, അങ്ങനെ ബീക്കർ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് കബേർഡ്.
പിന്നെ റെഫ്രിജറേറ്റർ വിത്ത് സ്യൂട്ടബിൾ കപ്പാസിറ്റി എന്ന് വെച്ചാൽ ആവശ്യത്തിന് എന്താ പറയാ ടെമ്പറേച്ചർ കിട്ടുന്ന അല്ലെങ്കിൽ ആവശ്യത്തിന് ഫ്രീസിങ്ങോ തണുപ്പോ ഒക്കെ വേണ്ടി വരുന്ന റെഫ്രിജറേറ്ററിന്റെ കപ്പാസിറ്റി ഒക്കെ പല രീതിയിലാണ്. അപ്പോ ഇപ്പൊ നമുക്കറിയാം ഈ കോൾഡ് സ്റ്റോറേജ് സാധനങ്ങളൊക്കെ കിട്ടുന്ന, അതായത് ചിക്കൻ, ഫിഷ് ഒക്കെ കിട്ടുന്ന സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്ന ഫ്രീസറും റെഫ്രിജറേറ്ററും നമ്മുടെ സാധാരണ വീടുകളിൽ ഉപയോഗിക്കുന്ന റെഫ്രിജറേറ്ററിന്റെ കപ്പാസിറ്റി ഉള്ളതല്ല, ഒക്കെ വ്യത്യാസമുണ്ട്. അപ്പൊ അതുപോലെ തന്നെ ഹോസ്പിറ്റൽസിലും ഉപയോഗിക്കേണ്ട റെഫ്രിജറേറ്ററിന് അതിൻ്റെതായ സ്യൂട്ടബിൾ കപ്പാസിറ്റി ഉള്ളത് തന്നെ വേണം. തോന്നിയത് പോരാന്ന് അവർക്കറിയാം, ഹോസ്പിറ്റൽസിന് അറിയാം ഏത് ഡിഗ്രി സെൽഷ്യസിലാണ് ഏത് മരുന്നുകൾ സൂക്ഷിക്കേണ്ടത്. അപ്പൊ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള റെഫ്രിജറേറ്റർ ഹോസ്പിറ്റൽ ഫാർമസിയിലും ഉണ്ടായിരിക്കണം. പിന്നെ നാർക്കോട്ടിക് സേഫ് വിത്ത് സെപ്പറേറ്റ് ലോക്ക്ഡ് ഡ്രോയേഴ്സ്, അതായത് മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനസ്തീഷ്യ ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള മരുന്നുകളൊക്കെ ഉണ്ട്. അപ്പൊ അത്തരം മരുന്നുകൾ നാർക്കോട്ടിക് സേഫ് ആയിട്ടുള്ളത് ഒക്കെ എന്താണ് സെപ്പറേറ്റ് ആയിട്ടുള്ള ലോക്ക്ഡ് ഡ്രോയേഴ്സിലാണ് കീപ്പ് ചെയ്യേണ്ടത്, വേറെ സെപ്പറേറ്റ് ആയിട്ട് കീപ്പ് ചെയ്യണം. പിന്നെന്താ, ഒരു ഓഫീസ് ഡെസ്കും ടെലിഫോൺ കണക്ഷനും, എന്തെങ്കിലും ഒഫീഷ്യൽ ആയിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുവേണ്ടി ഒരു ഡെസ്കും അവിടെ ഒരു ടെലിഫോൺ കണക്ഷനും ഉണ്ടായിരിക്കണം. കാരണം ഇപ്പൊ ഈ ഫാർമസിയിൽ മരുന്നുകളുമായിട്ട് ബന്ധപ്പെട്ട് ചിലപ്പോൾ ഡോക്ടർമാരോടോ മറ്റേതെങ്കിലും നഴ്സസിനോടോ ഒക്കെ എന്തെങ്കിലും കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണെങ്കിൽ they can use this connection, അല്ലെ, ഈ ഒരു ടെലിഫോൺ കണക്ഷൻ ഉപയോഗിച്ച് അവർക്ക് അങ്ങോട്ടും ബന്ധപ്പെടാൻ പറ്റും. അപ്പൊ അതും അതുപോലെ തന്നെ ഒരു ഫയലുകളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യാബിനറ്റും ഇതും വേണം. ഓഫീസ് ആകുമ്പോൾ ഓഫീസിൽ കുറെ ഫയലുകളൊക്കെ ഉണ്ടായിരിക്കും, അതൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ക്യാബിനറ്റ്. കാരണം ഇതൊക്കെ സൂക്ഷിച്ചു വെക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. എന്ത് റെക്കോർഡുകളും എന്ത് ഫയലുകളും ഒന്നും തന്നെ നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല ഫാർമസിയിലെ. പിന്നീട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് നമുക്ക് സംശയങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ അതൊക്കെ വെച്ച് ഒത്തു നോക്കാനുള്ളതാണ്. അതുകൊണ്ട് അതൊക്കെ കീപ്പ് ചെയ്യാനുള്ളത്, അത് അതൊക്കെ സൂക്ഷിക്കാനുള്ള ക്യാബിനറ്റ് ഉണ്ടായിരിക്കണം. പിന്നെ ലാസ്റ്റ് ഡിസ്പെൻസിങ് വിൻഡോ ഫോർ നഴ്സസ് ആൻഡ് ഔട്ട് പേഷ്യൻസ്, അതായത് ഹോസ്പിറ്റലിൽ കിടത്തി ചികിത്സിക്കുന്ന ആളുകൾക്ക് മെഡിസിൻസ് പ്രൊവൈഡ് ചെയ്യാൻ അത് നഴ്സുമാരുടെ കയ്യിലാണ് കൊടുത്തുവിടുക. അതും അതുപോലെ തന്നെ ഒ പിയിൽ വരുന്ന പേഷ്യൻസിന് കൊടുത്തുവിടാനും ഒക്കെ ഒരു കൗണ്ടർ, അതായത് ഒരു ചെറിയ വിൻഡോ. ചിലപ്പോൾ ചിലയിടത്തൊക്കെ ചില ഹോസ്പിറ്റൽസിൽ ആ വിൻഡോ ഇങ്ങനെ ഒരു സെമി സർക്കിൾ രൂപത്തിലായിരിക്കാം, ചിലയിടത്ത് അതൊരു റെക്ടാംഗിൾ ഷേപ്പ് ആയിരിക്കാം, ചിലയിടത്ത് അതൊരു സ്ക്വയർ ഷേപ്പ് ആയിരിക്കാം. അവരിങ്ങനെ ആ ഒരു ഇതിൽ കൂടിയാണ് നമ്മൾ കൈയിടുന്നത്, നമ്മുടെ എന്താ പറയാ മരുന്ന് വാങ്ങിച്ച് നമ്മൾ പോകുന്നത്, അല്ലെ. അങ്ങനെ ആ ഒരു വിൻഡോ അതിന് വേണ്ടിയിട്ട് ഉണ്ടായിരിക്കും, ഡിസ്പെൻസിങ് വിൻഡോ. അപ്പൊ ഇതൊക്കെയാണ് ഹോസ്പിറ്റലിന്റെ ഫാർമസിയിലെ പ്രധാനപ്പെട്ട എക്യുപ്മെന്റുകൾ. ക്ലിയർ ആയോ? മനസ്സിലായോ? നോക്ക്, ഏതെങ്കിലും പോയിന്റിൽ എന്തെങ്കിലും സംശയം ഉണ്ടോ? ഏതെങ്കിലും വേർഡോ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പറയാം, ഇല്ലെങ്കിൽ നമ്മൾ അടുത്തതിലേക്ക് പോകും. ആയിക്കോട്ടെ. പറയാലോ അല്ലെ? ഓക്കെ. അപ്പൊ നമ്മള് ഹോസ്പിറ്റലിന്റെ ഫാർമസിയുടെ ഫങ്ഷൻസ്, അതിന്റെ ഒബ്ജക്റ്റീവ്സ്, ഹോസ്പിറ്റൽ ഫാർമസിയുടെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യങ്ങള്, ഹോസ്പിറ്റൽ ഫാർമസിക്ക് കീപ്പ് ചെയ്യേണ്ട പ്രധാനപ്പെട്ട ഉപകരണങ്ങൾ, എക്യുപ്മെന്റുകൾ, ഇതൊക്കെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി ഹോസ്പിറ്റലിന്റെ ഫാർമസിയുടെ ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ പറഞ്ഞു. ഇനി ഉള്ളിലുള്ള അത് ആരാണ്? ഹോസ്പിറ്റലിന്റെ ഫാർമസിസ്റ്റുകളാണ്. അപ്പൊ ഹോസ്പിറ്റലിലെ ഫാർമസിസ്റ്റുകളുടെ സ്റ്റാഫിങ്ങിനെ സംബന്ധിച്ച കുറച്ച് കാര്യങ്ങളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഹോസ്പിറ്റലിൽ ഫാർമസിയിൽ ആരെങ്കിലും കയറിയത് വായിക്കാനോ എഴുതാനോ അറിയുന്ന ആൾക്കാർക്ക് മരുന്നെടുത്ത് കൊടുക്കാമെന്നാണോ? തീർച്ചയായിട്ടുമല്ല. ഹോസ്പിറ്റൽ ഫാർമസി കീപ്പ് ചെയ്യുന്ന, അത് ഗവേൺ ചെയ്യുന്ന, അത് റൺ ചെയ്യുന്ന ഫാർമസിസ്റ്റുകൾക്ക് അതിൻ്റെതായ രീതിയിലുള്ള സ്റ്റാഫിംഗ് ആണ് നടത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ റിക്രൂട്ട്മെന്റ്. അവരെ റിക്രൂട്ട് ചെയ്യുന്നത് ഒരു പ്രത്യേക രീതിയിലൊക്കെയാണ്. അപ്പൊ അത് സംബന്ധിച്ച ചില കാര്യങ്ങളാണ്. അപ്പൊ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി എന്താ പറയാ, ആഫ്റ്റർ മേക്കിംഗ് സം അഡ്വൈസ് ആൻഡ് ഡിസിഷൻ മേക്കിംഗ്, അവരുടേതായ തീരുമാനങ്ങളൊക്കെ പ്രകാരം ഹോസ്പിറ്റലിന്റെ ഫാർമസിയിലെ ഫാർമസിസ്റ്റുകളെ അപ്പോയിന്റ് ചെയ്യുന്ന രീതിയാണ്. ആൻഡ് ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ ബെഡ് സ്ട്രെങ്ത് ഓഫ് ദ ഹോസ്പിറ്റൽ. ഇത് അതായത് ഹോസ്പിറ്റലിലെ ഫാർമസിയില് ഫാർമസിസ്റ്റുകളെ റിക്രൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അപ്പോയിന്റ് ചെയ്യുന്നത് അവിടുത്തെ ബെഡ് സ്ട്രെങ്ത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ബെഡ് സ്ട്രെങ്ത് എന്താ? ബെഡ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ അവിടെ ഹോസ്പിറ്റലില് എത്ര പേർക്ക് ഒറ്റയടിക്ക് അഡ്മിറ്റ് ചെയ്യാൻ പറ്റും, അഡ്മിറ്റ് ചെയ്യപ്പെടാവുന്ന, അഡ്മിറ്റ് ചെയ്ത് എന്ത് കൊടുക്കണം? ബെഡ് കൊടുക്കണം, അല്ലെ? ബെഡെല്ലാം കൊടുക്കണ്ടേ? അത് റൂമിലായിക്കോട്ടെ, എന്താ പറയാ വാർഡിലായിക്കോട്ടെ, എന്തായാലും ബെഡ് വേണം. അപ്പൊ ബെഡുകളുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഫാർമസിയില് ഫാർമസിസ്റ്റിന്റെ റിക്വയർമെന്റ് നടപ്പിലാക്കുന്നത്. അപ്പോ ബെഡിന്റെ എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു ഹോസ്റ്റൽ ഉണ്ട് നഴ്സുമാർക്ക് തങ്ങാനുള്ള, ആ ബെഡിന്റെ എണ്ണം എടുക്കോ? തീർച്ചയായിട്ടും ഇല്ല കേട്ടോ. അഡ്മിറ്റ് ചെയ്യപ്പെടുന്ന പേഷ്യൻസിന്റെ അവർക്ക് എത്ര പേർക്ക് അറ്റ് എ ടൈം എന്ത് ചെയ്യാൻ പറ്റും? ബെഡ്സ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഫാർമസിസ്റ്റുകളുടെ റിക്വയർമെന്റ്.
അപ്പോ ഇങ്ങനെയാണ് അതിന്റെ ഒരു പ്രൊപ്പോർഷൻ. അതായത് അപ് ടു 50 ബെഡ്സ്, 50ഓളം ബെഡ് വരെയുള്ള ഹോസ്പിറ്റലാണെങ്കിൽ ഹോസ്പിറ്റലുകളുടെ സൈസ് അനുസരിച്ച് ബെഡ് സ്ട്രെങ്തും കൂടിയും കുറഞ്ഞൊക്കെ ഇരിക്കും. ഓക്കെ, അപ്പൊ ഏറ്റവും കുറഞ്ഞത് 50ഓളം എങ്കിലും ബെഡ് സ്ട്രെങ്ത് ഉള്ള ഒരു ഹോസ്പിറ്റൽ ആണെങ്കിൽ ഇറ്റ് റിക്വയർസ് ഓൺലി 3 ഫാർമസിസ്റ്റ്. അവിടെ 3 ഫാർമസിസ്റ്റുകളുടെ ആവശ്യമുള്ളൂ. കാരണം മാക്സിമം അവിടെ 50ഓളം ബെഡുകളൊക്കെ ഉള്ളൂ. അപ്പൊ 50ഓളം വരെ ബെഡ്, 50 കുറവാകാം, എത്ര ആയിക്കോട്ടെ, പക്ഷെ 50 വരെയുമാണെങ്കിൽ 3 ഫാർമസിസ്റ്റ് അവിടുത്തെ ഹോസ്പിറ്റലിലെ ഫാർമസിയിൽ ആവശ്യമുള്ളൂ. ആൻഡ് ഇഫ് ദ നമ്പർ ഓഫ് ബെഡ്സ് ഈസ് അപ് ടു 100, എന്നാൽ 100 വരെ ബെഡുകളാണെങ്കിൽ അത്തരം ഹോസ്പിറ്റലുകളിൽ 5 ഫാർമസിസ്റ്റുകളെ ആവശ്യമുണ്ട്. എത്രയാണ്? 5 എണ്ണം. എത്രയാണെങ്കിൽ? 100 ആണെങ്കിൽ. ഓക്കെ, ആൻഡ് അപ് ടു 200 ബെഡ്സ് ആണെങ്കിൽ, 200ഓളം ബെഡ് ആണെങ്കിൽ അവിടെ 8 ഫാർമസിസ്റ്റുകളെങ്കിലും അത്തരം ഹോസ്പിറ്റലുകളിൽ ഉണ്ടായിരിക്കണം. അതായത് അവരുടെ ബെഡിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് 200 വരെയാണെങ്കിൽ 8 ഫാർമസിസ്റ്റുകളാണ് റിക്വയർ ചെയ്യേണ്ടത്. ഇനി അപ് ടു 300 ബെഡ്സ്, 300ഓളമാണ് അവരുടെ ബെഡിങ് കപ്പാസിറ്റി എങ്കിൽ 10 ഫാർമസിസ്റ്റുകൾ അത്തരം ഹോസ്പിറ്റൽസിൽ അപ്പോയിന്റ് ചെയ്യപ്പെട്ടിരിക്കണം. 100 ആണെങ്കിൽ 10. 500ഓളം ബെഡ് ആണെങ്കിൽ മാക്സിമം ലിമിറ്റ് ആണ് 15 നമ്പർ ഓഫ് ഫാർമസിസ്റ്റ് ആണ് ഫാർമസിയിൽ വേണ്ട. 15ഓളം ഫാർമസിസ്റ്റുകളാണ്. അപ്പോൾ ബെഡ് സ്ട്രെങ്തിന്റെ ബേസിസിലാണ് ഹോസ്പിറ്റലിലെ നമ്പർ ഓഫ് ഫാർമസിസ്റ്റുകളെ ലിമിറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ നിജപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, ആ ഒരു പ്രൊപ്പോർഷൻ ആണ്. 50 ആണെങ്കിൽ 100, 100 ബെഡ് ആണെങ്കിൽ 5, അതുപോലെ 200 ബെഡ് ആണെങ്കിൽ 8, 300 ബെഡ് ആണെങ്കിൽ 10, 500 ബെഡ് ആണെങ്കിൽ 15. ആ ഒരു റേഷ്യോയിലാണ്. ആ പെട്ടി അങ്ങനെ തന്നെ പഠിക്കാനുള്ളത്. കാരണം അവിടെ നിന്ന് തിരിഞ്ഞും മറിഞ്ഞും ചോദ്യം വരും. ഓക്കെ, പെട്ടി ഒന്ന് മാർക്ക് ചെയ്യാൻ. തൊട്ട് മുകളിലത്തെ എക്യുപ്മെന്റിന്റെ കാര്യം പറഞ്ഞില്ല. എക്യുപ്മെന്റുകളെല്ലാം അറിഞ്ഞിരിക്കണം കേട്ടാ. അപ്പൊ ഹോസ്പിറ്റൽ ഫാർമസിയിൽ വരുന്ന എക്യുപ്മെന്റിൽ പെടാത്തത് ഏത്, അല്ലെങ്കിൽ താഴെ പെടയുന്നതിൽ ഏതാണ് ഹോസ്പിറ്റൽ എക്യുപ്മെന്റ് ആകുന്നത് എന്നൊക്കെ പറഞ്ഞ് ചോദ്യം വരും. അപ്പൊ എക്യുപ്മെന്റും മാർക്ക് ചെയ്യുക, ഈ ഒരു പെട്ടിയും മാർക്ക് ചെയ്യുക. ഫുള്ള് തിരിഞ്ഞും മറിഞ്ഞും ചോദിക്കും. ഓക്കെ, ഇപ്പൊ നമ്പർ ഓഫ് ഫാർമസിസ്റ്റ് തന്നു, എത്ര ബെഡ് സ്ട്രെങ്ത് ഉണ്ടാവുന്നാവാം ചോദ്യം. ഇത്ര ബെഡ് സ്ട്രെങ്ത് ആണെങ്കിൽ എത്ര ഫാർമസിസ്റ്റ് ഉണ്ടാകാമെന്നാവും ചോദ്യം. എങ്ങനെയും ആകാം. മനസ്സിലായോ പറഞ്ഞത്? എക്യുപ്മെന്റും ബെഡ് സ്ട്രെങ്ത്തും 2 മാർക്ക് ചെയ്യാം, അടയാളപ്പെടുത്തി വെക്കാം. മനസ്സിലായോ? അടയാളപ്പെടുത്തിയോ? ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമ്മൾ ഹോസ്പിറ്റൽ ഫാർമസിയുടെ എക്യുപ്മെന്റ് പറഞ്ഞു. ഹോസ്പിറ്റൽ ഫാർമസിയിലെ ഫാർമസിസ്റ്റുകളുടെ എണ്ണം അപ്പോയിന്റ് ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ ഫാർമസിസ്റ്റുകളെ അപ്പോയിന്റ് ചെയ്യുന്നത് ബെഡ് സ്ട്രെങ്ത്തിന്റെ അടിസ്ഥാനത്തിലാണെന്നും അത് എത്ര എണ്ണം വീതമൊക്കെയാണെന്നൊക്കെ നമ്മൾ ടേബിളിൽ നിന്ന് കണ്ടു. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഹോസ്പിറ്റൽ ഫാർമസിയിലെ ഫാർമസിസ്റ്റുകളുടെ ഒരു ഫ്ലോ ചാർട്ടാണ്. എന്താണ്, എങ്ങനെയാണ് ഹോസ്പിറ്റൽ ഫാർമസിയില് ഫാർമസിസ്റ്റുകളെ ഇങ്ങനെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്, ഏതൊക്കെ ഫാർമസിസ്റ്റുകളാണ്, എല്ലാവരും കൂടി എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നൊക്കെ ഈ ഒരു ഫ്ലോ ചാർട്ടില് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ, അതായത് ഏറ്റവും ടോപ്പില് ഹോസ്പിറ്റലിന്റെ ഫാർമസിയുടെ ഏറ്റവും ടോപ്പിലുള്ളത് ഹോസ്പിറ്റൽ ഫാർമസിയുടെ ഡയറക്ടർ ആണ്. ആ ഡയറക്ടർ എന്ന് പറയുന്നത് സൂപ്പറിൻറ്റൻഡന്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സർവീസ് ആകാം, അല്ലെങ്കിൽ ചീഫ് ഫാർമസിസ്റ്റ്, ഇതിലേതെങ്കിലും ഒന്ന്. അപ്പൊ ഡയറക്ടർ എന്ന് പറയുന്ന ആ ഒരു ലെവൽ അല്ലെങ്കിൽ ആ ഒരു പൊസിഷനിൽ ഇരിക്കുന്നത് സൂപ്പറിൻറ്റൻഡന്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സർവീസസ് അല്ലെങ്കിൽ ചീഫ് ഫാർമസിസ്റ്റ്. ആ ചീഫ് ഫാർമസിസ്റ്റിന്റെ യോഗ്യത M.Pharm ആയിരിക്കണം. ക്വാളിഫിക്കേഷൻ M.Pharm ആണ് വേണ്ടത്. ക്വാളിഫിക്കേഷനും ചീഫ് ഫാർമസിസ്റ്റിന്റേത് M.Pharm ആണ്. അങ്ങനെ റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻ വരാറുണ്ട്. ഫ്ലോ ചാർട്ട് എന്തായാലും നന്നായിട്ട് പഠിക്കണം കേട്ടോ. ആ ഫ്ലോ ചാർട്ട് അങ്ങനെ തന്നെ മനസ്സിലാക്കി വെക്കുക. അതിൽ നിന്ന് പലപ്പോഴും ക്വസ്റ്റ്യൻസ് അവിടെ നിന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്, ആ ഒരു ഫ്ലോ ചാർട്ടിൽ നിന്ന് തന്നെ. ഓക്കെ, അപ്പൊ ഓർക്കുക, എന്താണ് ഹോസ്പിറ്റൽ ഫാർമസിയുടെ ഏറ്റവും ടോപ്പിൽ ഡയറക്ടർ ആണ്. ആ ഡയറക്ടർ എന്ന് പറയുന്നത് സൂപ്പറിൻറ്റൻഡന്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സർവീസസ് ഓർ ചീഫ് ഫാർമസിസ്റ്റ് ഹു ഈസ് ഹാവിംഗ് M.Pharm. M.Pharm ഉള്ള ഒരു ചീഫ് ഫാർമസിസ്റ്റ് ആയിരിക്കും. അതിന്റെ താഴെ കുറെ ഫാർമസിസ്റ്റുകൾ വരുന്നുണ്ട്. പക്ഷെ എല്ലാവരും ഒരേ കാര്യമല്ല ചെയ്യുന്നത്. ഓരോരുത്തർക്കും അവരവരുടേതായ റെസ്പോൺസിബിലിറ്റി. എന്താ നോക്കിയേ, ഒന്നാമത്തെ ഫാർമസിസ്റ്റ് ദാറ്റ് ഹാൻഡിൽസ് ദ ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെന്റ്. ഡ്രഗ്സ് ഒക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നില്ലേ, അങ്ങോട്ടേക്ക് OP-ലേക്ക് കൊടുക്കണം, വാർഡിലേക്ക് കൊടുക്കണം, അങ്ങനെയുള്ള ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഫാർമസിസ്റ്റ് ആണ് ആദ്യത്തെ. ആ ആൾക്ക് ഉണ്ടാകേണ്ട യോഗ്യത B.Pharm ആണ്. ക്വാളിഫിക്കേഷൻ B.Pharm. ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെന്റ് ഫാർമസിസ്റ്റിന്റെ ക്വാളിഫിക്കേഷൻ ഡാഷ് എന്ന് ചോദിച്ചാൽ B.Pharm എന്ന് പറയണം. M.Pharm എന്നോ B.Pharm എന്നോ D.Pharm എന്നോ എന്നൊക്കെ പറഞ്ഞ് ഓപ്ഷൻസ് തരാം. ഇനി മെഡിക്കൽ സ്റ്റോക്ക് ഒക്കെ നോക്കുന്നത്, സ്റ്റോക്ക് എല്ലാ മെഡിസിൻസും അതിൻ്റെതായ കൃത്യമായ സ്റ്റോക്ക് ഒക്കെ കീപ്പ് ചെയ്ത് പോകുന്നുണ്ടോ, കൃത്യമായിട്ട് സ്റ്റോക്കുകൾ കണക്കൊക്കെ നോക്കി വെക്കേണ്ട ഫാർമസിസ്റ്റ് ആണ് രണ്ടാമത്തെ വിഭാഗം.
മെഡിക്കൽ സ്റ്റോർ കീപ്പ് ചെയ്യുന്നത്. മൂന്നാമത്തേത് 2 ഫാർമസിസ്റ്റ്, 2 ഫാർമസിസ്റ്റ് ഉണ്ട്. എന്തിനാ? ഡിസ്പെൻസിങ്ങിന്, അത് മരുന്നൊക്കെ എടുത്തു കൊടുക്കാനായിട്ട്. അത് ഒന്നുകിൽ B.Pharm അല്ലെങ്കിൽ D.Pharm ക്വാളിഫൈഡ് ആയിട്ടുള്ളവരായിരിക്കും. B.Pharm അല്ലെങ്കിൽ D.Pharm, അതെന്തിനാ? ഡിസ്പെൻസിങ്ങിന്. B.Pharm അല്ലെങ്കിൽ D.Pharm ഡിസ്പെൻസിങ്ങിന് എത്ര എണ്ണം? 2 ഫാർമസിസ്റ്റ്. അപ്പൊ തന്നെ ചോദ്യമായിട്ടോ. ഇനി വീണ്ടും പോസ്റ്റ് ഗ്രാജുവേറ്റ് ഫാർമസിസ്റ്റ് ആണ്. അത് ക്വാളിറ്റി കൺട്രോൾ, അതായത് ഹോസ്പിറ്റലിലെ ഓരോ ഡ്രഗ്സിന്റെ ക്വാളിറ്റി നിലനിർത്തി നിയന്ത്രിച്ചു കൊണ്ടുപോകേണ്ട ഫാർമസിസ്റ്റ് ആണ്. ക്വാളിറ്റി കൺട്രോളിങ്ങിന് വേണ്ടിയിട്ടുള്ളത് പോസ്റ്റ് ഗ്രാജുവേറ്റ് ഫാർമസിസ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ ഏറ്റവും ടോപ്പില് ഡയറക്ടർ എന്ന് പറയുന്നത് ആരാന്ന് ചോദിക്കാം. സൂപ്പറിൻറ്റൻഡന്റ് ഓഫ് ഫാർമസ്യൂട്ടിക്കൽ സർവീസസ് ഓർ ചീഫ് ഫാർമസിസ്റ്റ്. ക്വാളിഫിക്കേഷൻ M.Pharm എന്ന് പറയുന്നത്. അതിന്റെ താഴെയുള്ളത് ഡ്രഗ് ഡിസ്ട്രിബ്യൂഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ ഫാർമസിസ്റ്റ് B.Pharm. അടുത്തത് മെഡിക്കൽ സ്റ്റോർ ഫാർമസിസ്റ്റ്, അവിടെ ക്വാളിഫിക്കേഷൻ ഒന്നും പറഞ്ഞിട്ടില്ല. പിന്നെ പറഞ്ഞത് 2 ഫാർമസിസ്റ്റുകള് B.Pharm അല്ലെങ്കിൽ D.Pharm ഉള്ളത്. അതെന്തിനു വേണ്ടിയിട്ടാ? ഡിസ്പെൻസിങ് എടുത്തു കൊടുക്കാനുള്ളത്. ഇനി ക്വാളിറ്റി കൺട്രോളിന് വേണ്ടിയിട്ടുള്ള ഫാർമസിസ്റ്റ് പോസ്റ്റ് ഗ്രാജുവേറ്റഡ് ആയിരിക്കണം. ക്ലിയർ ആയോ? ചാർട്ട് മാർക്ക് ചെയ്തേക്കാം. മനസ്സിലായോ? ഓക്കെ, ഒന്ന് മാർക്ക് ചെയ്തേ. ഫ്ലോ ചാർട്ട് മാർക്ക് ചെയ്തോ? ഓക്കെ, അപ്പൊ നമ്മള് വീണ്ടും ഇത്ര കുറച്ച് നേരത്തെ മുമ്പൊക്കെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഫാർമസിയുടെ ഫങ്ഷൻസ് പറഞ്ഞപ്പോഴും ഹോസ്പിറ്റൽ ഫാർമസിയുടെ ഒബ്ജക്റ്റീവ്സ് പറഞ്ഞപ്പോഴും രണ്ടിലും കോമൺ ആയിട്ട് വന്ന ഒരു പോയിന്റ് ആയിരുന്നു the hospital pharmacy have to bring into practice the recommendations and decisions which is taken by the drug and therapeutic committee എന്ന് അല്ലെ. ഹോസ്പിറ്റൽ ഫാർമസിയുടെ ഉത്തരവാദിത്വമാണ് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി എടുക്കുന്ന തീരുമാനങ്ങൾക്ക് നടപ്പിലാക്കുക, ഫുൾഫിൽ ചെയ്യുക, അത് നിലവിൽ കൊണ്ടുവരിക, പ്രാക്ടീസിൽ കൊണ്ടുവരിക എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ who is അല്ലെങ്കിൽ what is a drug and therapeutic committee? അങ്ങനെയാണെങ്കിൽ ആ കമ്മിറ്റി എന്താണ്, ഏതാണ്, എങ്ങനെയാണ് എന്ന് നമുക്ക് നോക്കാം. അതാണ് അപ്പൊ നമുക്ക് പഠിക്കാനുള്ള അടുത്തത് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. ഓക്കെ, കമ്മിറ്റി എന്ന് പറയുമ്പോൾ there will be more persons, കൂടുതൽ ആളുകൾ ഉണ്ടായിരിക്കും. ഒരു കമ്മിറ്റി രൂപീകരിക്കുമ്പോൾ അതിനകത്ത് കുറെ ആൾക്കാരുണ്ടായിരിക്കും. ആ ആൾക്കാരുടെ കൂട്ടത്തില് ചെയർമാൻ, സെക്രട്ടറി, അങ്ങനെയൊക്കെ കുറെ എന്താ പറയാ പൊസിഷൻ അലങ്കരിക്കുന്ന ആൾക്കാരും ഉണ്ടായിരിക്കും. അപ്പൊ നമുക്ക് നോക്കാം ഈ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ആരെ കൊണ്ട് ഫോം ചെയ്തതാണ്. അതിൽ ഫസ്റ്റ് വൺ മെഡിക്കൽ സൂപ്പറിൻറ്റൻഡന്റ്. നമ്മൾ പറയും മെഡിക്കൽ സൂപ്രണ്ട് എന്ന് പറയൂലേ, ആ സാധനമാണ്. ആ മെഡിക്കൽ സൂപ്പറിൻറ്റൻഡന്റ്, മെഡിക്കൽ സൂപ്രണ്ട് എന്ന് പറയുന്ന, അതിന്റെ മലയാളത്തിൽ നമ്മൾ അങ്ങനെ പറയും. അതാണ് ആദ്യത്തെ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയിലെ ഒരംഗം. ആ അംഗം എന്താ പ്രത്യേകത? ഹി ഓർ ഷീ വിൽ ബി ദ ചെയർമാൻ ഓഫ് ദാറ്റ് പർട്ടിക്കുലർ കമ്മിറ്റി. ആ കമ്മിറ്റിയുടെ ചെയർമാൻ ആണ് ആര്? മെഡിക്കൽ സൂപ്രണ്ട്, മെഡിക്കൽ സൂപ്പറിൻറ്റൻഡന്റ്. ഇനി എല്ലാ HODസും, ഓൾ HODs ആർ ദ മെമ്പേഴ്സ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ കമ്മിറ്റി. ഈ കമ്മിറ്റിയുടെ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ മെമ്പർമാരാണ്, അംഗങ്ങളാണ് ആര്? എല്ലാ HODസും. HOD ആരാ? ഹെഡ് ഓഫ് ഡിപ്പാർട്ട്മെന്റ്സ്. ഓരോ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ്. കാർഡിയോളജി എന്ന് പറയുന്ന ഒരു വിഭാഗം ഹോസ്പിറ്റൽസിൽ ഇഷ്ടംപോലെ കാർഡിയോളജിയിൽ ചിലപ്പോ 3 or 4 ഡോക്ടർമാരൊക്കെ ഉണ്ടായിരിക്കും. ചിലപ്പോ ഇന്നൊരു ഡോക്ടർ, നാളെ അതേ സ്ഥാനത്ത് വേറെ ഡോക്ടർ ആയിരിക്കും. അങ്ങനെ 3 or 4 ഒക്കെ ഡോക്ടർമാർ ഒരു ഡിപ്പാർട്ട്മെന്റിൽ തന്നെ ഉണ്ടായിരിക്കും. അപ്പൊ കാർഡിയോളജിയിൽ അതിൽ നിന്ന് ഒരാളെ ഹെഡായിട്ട് എടുത്തിട്ടുണ്ടാവും. അതാണ് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ്. അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലുള്ള ഹെഡുകളും ഈ പറയുന്ന കമ്മിറ്റിയിലെ അംഗങ്ങളാണ്, മെമ്പേഴ്സ് ആണ്. അപ്പൊ ഓൾ HODs ആർ ഡാഷ് ഓഫ് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി എന്ന് ചോദിച്ചാൽ മെമ്പേഴ്സ് ഓഫ് എന്താ പറയാ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. മെമ്പറിന് പകരം അവിടെ സെക്രട്ടറിന്നോ പ്രസിഡന്റിനോ ചെയർമാനെന്നോ വേറെ എന്തെങ്കിലും ഒക്കെ തരാൻ സാധ്യതയുണ്ട്. നമുക്ക് കൃത്യമായ ആൻസർ അവിടെ നിന്ന് സെലക്ട് ചെയ്യാം. മെമ്പേഴ്സ് ആണ് എല്ലാ HODയും. ഓക്കെ, ഇനി നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ്. നഴ്സിംഗ് സൂപ്രണ്ട് എന്ന് പറയും. അവരും എന്താണ്? മെമ്പർ തന്നെയാണ്. നഴ്സിംഗ് സൂപ്രണ്ട്, NS എന്നൊക്കെ നമ്മൾ ഷോർട്ട് ആയിട്ട് വിളിക്കും. NSഉം ഈ പറയുന്ന കമ്മിറ്റിയുടെ മെമ്പറാണ്. ഇനി വരുന്നത് ചീഫ് ഫാർമസിസ്റ്റ്. നമ്മൾ ഈ ഫ്ലോ ചാർട്ടിൽ കണ്ട ചീഫ് ഫാർമസിസ്റ്റ് ഇല്ലേ, അതും ഈ പറയുന്ന എന്താ പറയാ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ മെമ്പറാണ്. പക്ഷെ വെറും മെമ്പർ അല്ല, സെക്രട്ടറി മെമ്പറാണ്. മെമ്പർ സെക്രട്ടറി ആണ് കേട്ടോ. സെക്രട്ടറി ആയിരിക്കും ഈ ഒരു
കമ്മിറ്റിയുടെ ആര് ചീഫ് ഫാർമസിസ്റ്റ് ഈ കമ്മിറ്റിയുടെ സെക്രട്ടറി ആണ് എന്നുള്ള പദവിയുമുണ്ട്. അപ്പൊ ഇതാണ് ഇവരെല്ലാവരും കൂടി ചേർന്ന് ഉണ്ടാക്കിയ ഫോം ചെയ്തിരിക്കുന്ന കമ്മിറ്റീനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി എന്ന് വിളിക്കുക. ഓക്കെ, അപ്പൊ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയിൽ വരുന്നത് മെഡിക്കൽ സൂപ്പറിൻറ്റൻഡന്റ്, നഴ്സിംഗ് സൂപ്പറിൻറ്റൻഡന്റ്, ഓൾ HODs ആൻഡ് ചീഫ് ഫാർമസിസ്റ്റ്. മെഡിക്കൽ സൂപ്പറിൻറ്റൻഡന്റ് ചെയർമാൻ, all HODs മെമ്പേഴ്സ്, നഴ്സിംഗ് സൂപ്രണ്ട് മെമ്പർ തന്നെയാണ്, ആൻഡ് ചീഫ് ഫാർമസിസ്റ്റ് മെമ്പർ സെക്രട്ടറിയുമായിരിക്കും. ക്ലിയർ? അത് മാർക്ക് ചെയ്തോ? അത് ഇമ്പോർട്ടന്റ് ആണ്. മാർക്ക് ചെയ്യാം, നോട്ട് ചെയ്ത് വെക്കാം. പറയുന്നത് അപ്പൊ തന്നെ നോട്ട് ചെയ്യാം കേട്ടാ. പിന്നെ ഞാൻ ചിലപ്പോ ക്ലാസ് ചെയ്യുമ്പോൾ നമ്മള് നോട്ട് ചെയ്യാൻ പറയാൻ മറന്നുപോയി. അതുകൊണ്ടാണ് ഞാൻ അന്നേരം തന്നെ പറയണേ. ഓക്കെ, അപ്പൊ നമ്മള് അത് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ പഠിക്കേണ്ടത്? ഹോസ്പിറ്റലിന്റെ. അപ്പൊ നമ്മള് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി പറഞ്ഞില്ലേ? അങ്ങനെയാണെങ്കിൽ ഈ കമ്മിറ്റി എന്തിനാ രൂപീകരിച്ച് വെച്ചേക്കണം? വെറുതെ കമ്മിറ്റി എന്തെങ്കിലും രൂപീകരിച്ച് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പിന്നിൽ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിരിക്കും. സോ ദേ ഹാവ് ടു പെർഫോം സം ഫങ്ഷൻസ്. ഈ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ചെയ്യേണ്ടതായിട്ടുള്ള, ഹോസ്പിറ്റലിൽ ചെയ്യേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് നമ്മുടെ ഫാർമസി റിലേറ്റഡ് ആയിട്ട് കുറെ കാര്യങ്ങൾ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിക്ക് ചെയ്യാനുണ്ട്. എന്തൊക്കെയാന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ദേ ഹാവ് ടു പ്രിപ്പയർ ദ ഹോസ്പിറ്റൽ ഡ്രഗ് ഫോർമുലറി. ഹോസ്പിറ്റലിന്റെ ഡ്രഗ് ലിസ്റ്റ് തയ്യാറാക്കുക. ഡ്രഗ് ഫോർമുലറി എന്ന് പറഞ്ഞാൽ ഡ്രഗ് ലിസ്റ്റ്, അതായത് എന്തൊക്കെ മരുന്നുകള് ഹോസ്പിറ്റലിന്റെ ഫാർമസിയിൽ വേണം, അതിന് വേണ്ട ഒരു ലിസ്റ്റ്. അല്ലെങ്കിൽ നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഫാർമസിയിലെ ഏതൊക്കെ തരത്തിലുള്ള മരുന്നുകൾ ഉണ്ട് അതൊരു ലിസ്റ്റ് ആയിട്ട് ഇങ്ങനെ എഴുതി വെക്കൂലേ? അതിനെയാണ് ഡ്രഗ് ലിസ്റ്റ് എന്ന് വിളിക്കുക, അല്ലെങ്കിൽ ഫോർമുലറി എന്ന് വിളിക്കുക. അപ്പൊ ഹോസ്പിറ്റലിന് വേണ്ട മരുന്നുകളുടെ ഒരു ലിസ്റ്റ്, അല്ലെങ്കിൽ ഹോസ്പിറ്റലിന്റെ ഫാർമസിക്കകത്തുള്ള മരുന്നുകളുടെ ഒരു ലിസ്റ്റ്, അത് ആര് പ്രിപ്പയർ ചെയ്യണം? ഈ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി പ്രിപ്പയർ ചെയ്യണം. അതാണ് അവരുടെ ആദ്യത്തെ ഫംഗ്ഷൻ, അവർ ചെയ്യേണ്ട ആദ്യത്തെ കാര്യം. ഇനി ടു സെലക്ട് ദ മാനുഫാക്ചറർ ഓർ സപ്ലയേഴ്സ് ആൻഡ് ഓൾസോ ദ മോഡ് ഓഫ് പ്രൊക്യൂർമെന്റ്. അതായത് നമ്മുടെ ഹോസ്പിറ്റൽസിലേക്ക് വേണ്ട മരുന്നുകൾ എന്തൊക്കെയാണ്, അത് മാനുഫാക്ചർ ചെയ്യുന്ന കാര്യത്തിൽ അതിന് വേണ്ടിയിട്ട് ആരെയാണ് സമീപിക്കേണ്ടത്? ആര് മാനുഫാക്ചർ ചെയ്യും? നമുക്ക് വേണ്ടിയിട്ട് ഈ മരുന്ന് ഉണ്ടാക്കും, അതിന് വേണ്ടിയിട്ടുള്ള പ്രൊഡ്യൂസറിനെ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ അത് നമുക്ക് സപ്ലൈ ചെയ്യാൻ പറ്റുന്ന സപ്ലയറെ സെലക്ട് ചെയ്യുക, അതെങ്ങനെ അത് നമുക്ക് പ്രൊക്യൂർ ചെയ്യണം, നമുക്ക് കൊണ്ടുവരണം, ആ ഒരു മെഡിസിൻ നമ്മുടെ ഹോസ്പിറ്റൽസിലേക്ക് എങ്ങനെ എത്തിക്കണം, ഏത് രീതിയിൽ, ആ രീതി അത് ഒക്കെ നേരത്തെ കൂടി സെലക്ട് ചെയ്യുക. അതും ഇവരുടെ ഒരു ഉത്തരവാദിത്തമാണ്, ഇവരുടെ ഫംഗ്ഷൻ ആണ്. ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയാണ് ഇതൊക്കെ ചെയ്യേണ്ടത്. എന്ത്? ടു സെലക്ട് ദ മാനുഫാക്ചറർ ഓർ സപ്ലയേഴ്സ് ആൻഡ് ഓൾസോ മോഡ് ഓഫ് പ്രൊക്യൂർമെന്റ് ഓഫ് ഡ്രഗ്സ്. ഡ്രഗ്സ് ഇങ്ങനെ കൊണ്ടുവരണം, ആരാണ് സപ്ലൈ ചെയ്യേണ്ടത് അവരെ സെലക്ട് ചെയ്യുക, ഏത് പ്രൊഡ്യൂസറിനെ നമുക്ക് സെലക്ട് ചെയ്യണം, ഇതൊക്കെ സെലക്ട് ചെയ്യേണ്ടത് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയാണ്. ആൻഡ് they have to add on new drugs and also delete old drugs. പുതിയ മരുന്നുകളെ ആഡ് ഓൺ ചെയ്യുക, പഴക്കം ചെന്ന മരുന്നുകളെ ഡിലീറ്റ് ചെയ്യുക. പഴക്കം ചെന്നെന്ന് പറഞ്ഞാൽ ഇനി അത് നിലവിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് വെച്ചാൽ അത്തരം മരുന്ന് ഔട്ട്ഡേറ്റഡ് ആയിപ്പോയി, പഴകിപ്പോയി, പഴഞ്ചന പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന മരുന്നാണ്. അത്തരം മരുന്നുകൾ ഇപ്പോൾ നിലവിലില്ല എങ്കിൽ അത്തരം മരുന്നുകളെയാണ് നമ്മള് ഓൾഡ് ഔട്ട്ഡേറ്റഡ് ഡ്രഗ്സ് എന്ന് വിളിക്കുക. അപ്പൊ അത്തരം ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഡ്രഗ്സ് ഉണ്ടെങ്കിൽ ലിസ്റ്റിലുണ്ടെങ്കിൽ അതിന് വെട്ടിക്കളയാ. ഇങ്ങനെ ഒരു മരുന്ന് ഇനി ഇവിടെ ഇല്ല, അത് മാറ്റിക്കളയാ. പുതിയ എന്താ പറയാ, അതിന് പകരമൊക്കെ ആയിട്ട് പുതിയ മരുന്നുകൾ പുതിയ രൂപത്തിലൊക്കെ വന്നിട്ടുണ്ടായിരിക്കും, പെട്ടെന്നൊക്കെ എഫക്റ്റീവ് ആകുന്ന രീതിയിൽ. അങ്ങനെയുള്ളത് പുതിയതൊക്കെ നമ്മുടെ ഹോസ്പിറ്റലിലെ ഫോർമുലറിയിൽ ഉൾപ്പെടുത്തുക. അങ്ങനെയാണെങ്കിൽ അതനുസരിച്ച് പേഷ്യൻസിന് പെട്ടെന്ന് റിക്കവർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിലേ അപ്പൊ അത്തരം മരുന്നുകൾ പുതിയത് ആഡ് ഓൺ ചെയ്യാം. അപ്പൊ പുതിയത് കൊണ്ടുവരാനും എഴുതി ചേർക്കാനും പഴയത് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വേണ്ടാത്തതുണ്ടെങ്കിൽ ഡിലീറ്റ് ചെയ്യാനുള്ള അധികാരം നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റികൾക്ക് തീരുമാനിക്കാവുന്നതാണ്. കാരണം അത്തരം ഫാർമസി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിൽ ഇവര് പങ്കുവഹിക്കുന്നുണ്ട്, ഇവർക്ക് അതിനുള്ള കാര്യങ്ങൾ അധികാരമുണ്ട്. ആൻഡ് ഡ്രഗ്സ് ടു ബി സപ്ലൈഡ് ടു OPD. OP വിഭാഗത്തിലേക്ക് വേണ്ട മരുന്നുകൾ എത്രയൊക്കെയാണ് അത് സപ്ലൈ ചെയ്യുക, അത് ഇവരുടെ ഫംഗ്ഷൻ ആണ്. പിന്നെ പോളിസി ഫോമിംഗ് ഫോർ ഫാർമസി ആൻഡ് ഓൾസോ മോണിറ്ററിംഗ്. ഒരു ഹോസ്പിറ്റലിന്റെ ഫാർമസിയിൽ ഫോളോ ചെയ്യേണ്ട പോളിസീസ്, നിയമങ്ങളും രീതികളൊക്കെ ഉണ്ട്, അത് ഫ്രെയിം ചെയ്യുക, അത് ഉണ്ടാക്കുക മാത്രമല്ല അത് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുക. അവര് ആ ഫാർമസിയിലുള്ളവരൊക്കെ അതൊക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മോണിറ്റർ ചെയ്യുക. മോണിറ്റർ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താ? നോക്കുക, പരിശോധിക്കുകയൊക്കെ ചെയ്യുക. ഓക്കെ, അപ്പൊ പോളിസി ഫ്രെയിം ചെയ്യുക ഫാർമസിക്ക് വേണ്ടി, ആൻഡ് ഓൾസോ അത് മോണിറ്റർ ചെയ്യുക. പോളിസി ഫ്രെയിം ചെയ്ത് കൊടുത്ത് അവർ ചെയ്തോളും എന്ന് വിചാരിച്ച് നമ്മൾ കണ്ണടച്ച് മാറിയിക്കാൻ പറ്റില്ല. ഇടയ്ക്കിടയ്ക്ക് എപ്പോഴെപ്പോഴും പിന്നാലെ ഒന്നും നടക്കണ്ട, ഇടയ്ക്കിടയ്ക്ക് അതൊക്കെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കാം.
ബഡ്ജറ്റ് ഡിമാൻഡ് ഫോർ ഫാർമസി. ഫാർമസിക്ക് ഏകദേശം എത്രത്തോളം ചെലവുകൾ ഓരോ വർഷം വേണ്ടി വരും എന്നതിനെ കുറിച്ചുള്ള ബഡ്ജറ്റുകളൊക്കെ തയ്യാറാക്കുക. പുതിയ പുതിയ മെഡിസിൻസ് കൊണ്ടുവരണം, അപ്പൊ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെലവ് വരും, എത്രത്തോളം എമൗണ്ട് അതിനു വേണ്ടി മാറ്റി വെക്കേണ്ടി വരും, അതിനൊക്കെ വേണ്ടിയിട്ട് നേരത്തെ കൂടി ബഡ്ജറ്റ് തയ്യാറാക്കുക. അത് ഹോസ്പിറ്റലിന്റെ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയാണ് ചെയ്യേണ്ടത്. ആൻഡ് ദേ ഹാവ് ടു ഡെവലപ്പ് ഡ്രഗ് ഇൻഫോർമേഷൻ സിസ്റ്റം. അതായത് ഹോസ്പിറ്റൽസില് ഡ്രഗുകളെ സംബന്ധിക്കുന്ന ചില ഇൻഫോർമേഷൻസ്, അതായത് ഓരോ മരുന്നിനും ആ മരുന്നുകളുടെ ഗുണം, അതിന്റെ എന്താ പറയാ ക്വാളിറ്റി, അതുപോലെ തന്നെ അത് എന്താ പറയാ റിയാക്ഷൻസ് ഉണ്ടോ, അത് എവിടുന്ന് സപ്ലൈ ചെയ്തു, അതിന്റെ സോഴ്സ്, അതുമായിട്ട് ബന്ധപ്പെട്ട മറ്റേതെങ്കിലും തരത്തിലുള്ള വിശദീകരണങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ എഴുതി അല്ലെങ്കിൽ ഇതൊക്കെ സേവ് ചെയ്ത് സൂക്ഷിക്കാം. കാരണം എപ്പോഴെങ്കിലും സംശയം വന്നാൽ എടുത്തുപയോഗിക്കാനുള്ളതാണ്. ആർക്കെങ്കിലൊക്കെ സംശയ നിവാരണങ്ങൾ നടത്തി കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ അവിടെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു ഡ്രഗ് ഇൻഫോർമേഷൻ സിസ്റ്റം ആയിട്ട് അതിനെ ഡെവലപ്പ് ചെയ്യണം. അത് ഡെവലപ്പ് ചെയ്യേണ്ടത് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയാണ്. ഹോസ്പിറ്റൽ ഫാർമസിയിലെ റെക്കോർഡ്സും മറ്റ് ഡ്രഗിന്റെ ക്വാളിറ്റി, അതായത് മെഡിസിൻസിന്റെ ക്വാളിറ്റി, ഗുണം പരിശോധിക്കുക, റെക്കോർഡുകൾ പരിശോധിക്കുക. ഒരുപാട് റെക്കോർഡുകൾ ഹോസ്പിറ്റലിന്റെ ഫാർമസിയിലുണ്ട്. അതിനെ കുറിച്ച് നമ്മളിവിടെ പറയുന്നുണ്ട് എന്തൊക്കെ റെക്കോർഡുകൾ ഹോസ്പിറ്റൽ ഫാർമസിയിലുള്ളതെന്ന്. റെക്കോർഡ്സ് ഇത് ഇവിടെ വരുന്നുണ്ട്. അപ്പൊ അത്തരം റെക്കോർഡുകളൊക്കെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇത് പരിശോധിക്കണം. ആര്? ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി. ഈ എന്താ പറയാ പുസ്തകങ്ങളും ബുക്കുകളും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിൽ കമ്പ്യൂട്ടേഴ്സിലൊക്കെയാണ് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നതെങ്കിൽ അതൊക്കെ എടുത്ത് ചെക്ക് ചെയ്ത് നോക്കുക. എഴുതിയിരിക്കുന്നതും അല്ലെങ്കിൽ സേവ് ചെയ്തിരിക്കുന്നതുമായ കാര്യങ്ങൾ ഇൻഫോർമേഷൻസ് ഒക്കെ കറക്റ്റ് ആണോ, വേറെ കാര്യങ്ങളൊന്നും ചേർത്തിട്ടില്ലല്ലോ എന്നൊക്കെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. ടു മെയിൻറ്റെയിൻ ഡ്രഗ്സ് ഡ്രഗ്സ് സ്റ്റാൻഡേർഡ് ആൻഡ് ഓൾസോ ക്വാളിറ്റി കൺട്രോൾ. ഓരോ ഡ്രഗ്സിന്റെയും നിലവാരം കാത്തു സൂക്ഷിക്കുക, മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ തന്നെ ക്വാളിറ്റിനെയും നിലനിർത്തി കൊണ്ടുപോകുക. ക്വാളിറ്റി കുറെ താഴ്ന്നു പോകാതെ, അതായത് ഒരു പ്രത്യേക നിലവാരം ഹോസ്പിറ്റൽസിന്റെ മെഡിസിൻസിനുണ്ട്, ആ നിലവാരത്തിന്റെ താഴെ പോകരുത്. അപ്പൊ ഓരോ ഡ്രഗ്സിന്റെയും സ്റ്റാൻഡേർഡും ക്വാളിറ്റിയും കീപ്പ് ചെയ്ത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാനുള്ള ഉത്തരവാദിത്വവും നമ്മുടെ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിക്ക് ഉണ്ട്. ആൻഡ് ലാസ്റ്റ് ദേ ഹാവ് ടു ഡിസ്പോസ് ദ എക്സ്പയറി ഡ്രഗ്സ്. ഡേറ്റ് കഴിഞ്ഞ, അതായത് സമയം കഴിഞ്ഞു, ഇനി അത് അടുത്ത ദിവസം നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല, അങ്ങനെയുള്ള ഡ്രഗ്സ് എന്തെങ്കിലും എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ഡ്രഗ്സ് ഒക്കെ ഡിസ്പോസ് ചെയ്യാം. പക്ഷെ ഡിസ്പോസ് ചെയ്യുമ്പോൾ ഹോസ്പിറ്റലിന്റെ റൂൾസ് പ്രകാരം തന്നെ അത് ഡിസ്പോസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ അതാണ് ഹോസ്പിറ്റലിന്റെ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിക്ക് ചെയ്യേണ്ടതായിട്ടുള്ള പ്രവർത്തനങ്ങൾ. ഓക്കെ, അപ്പൊ ഈ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി എന്ന് പറഞ്ഞതില്ലേ, അത് ഫുള്ള് മാർക്ക് ചെയ്യണേ. അത് ഫുള്ള് ഉള്ളതാണ്. അത് തിരിച്ചു മറിച്ചൊക്കെ ചോദിക്കാം. ചീഫ് ഫാർമസിസ്റ്റ് ഡാഷ് ആണ് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയുടെ, അല്ലെങ്കിൽ എന്താ പറയാ ചെയർമാൻ ഓഫ് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ഈസ് ഡാഷ് എന്ന് വേണമെങ്കിൽ ചോദിക്കാം. അതുകൊണ്ട് അത് ഫുള്ളും അവിടുന്ന് ഇവിടുന്ന് തിരിച്ചു മറിച്ചൊക്കെ പല സൈസിലും ഓരോ പ്രാവശ്യം ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് ഫുള്ളായിട്ട് മാർക്ക് ചെയ്യാൻ പറഞ്ഞത്. ഞാൻ ഏതെങ്കിലും ഒരെണ്ണം എഴുതി തന്നാൽ നിങ്ങൾ അത് ഒരെണ്ണം മാത്രം പിടിക്കും. അപ്പൊ പിന്നെ ആ ടീച്ചർ പറഞ്ഞതല്ലല്ലോ വന്നേന്ന് പറയും. വേണ്ട, അത് വേണ്ട. അപ്പൊ അതുകൊണ്ട് നിങ്ങളത് ഫുള്ളും അത് നോക്കി പഠിക്കണം. ഓക്കെ, യെസ്. അടുത്തൊരു ചെറിയ ഭാഗം കൂടി എടുത്തിട്ട് ഞാൻ നിർത്താണ്. എടുത്തോട്ടെ? ഈ ഒരു ഭാഗം കൂടി ഹോസ്പിറ്റൽ ഫോർമുലറിനെ കുറിച്ച് സംബന്ധിച്ച ചില കാര്യങ്ങൾ ഉണ്ട്. അതുകൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ബോറടിക്കും. ഉച്ച സമയമുണ്ട്, രാവിലെ ഒറ്റ ഫുൾ സ്ട്രെച്ചിലെടുത്തു. ഭയങ്കര എനർജിയാണ് കാലത്തൊക്കെ അല്ലെ, നമുക്ക് ആ ഒരു രീതിയിൽ അങ്ങനെ എടുത്തു. പക്ഷെ ഇപ്പൊ എത്ര പേരെ അവിടെ കിടന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല. ചിലർ ഇതൊക്കെ കേട്ട് ഒരു പാട്ട് പോലെ ആസ്വദിച്ച് ചേർന്ന് ഉറങ്ങണ്ടാവും. ഓക്കെ അല്ലേ? എനിക്ക് തോന്നുന്നു ധാരാളം കിടന്നു പറഞ്ഞിട്ടുള്ളത്. പക്ഷെ നമുക്ക് എടുക്കാതിരിക്കാൻ നിവൃത്തിയില്ല. ക്വസ്റ്റ്യൻസ് തരണ്ടേ? ഇത് പറഞ്ഞു തീർക്കേണ്ടത് പറഞ്ഞല്ലേ തീർക്കാനല്ലേ പറ്റുള്ളൂ. അപ്പൊ അതുകൊണ്ട് എന്തായാലും ഇത് കൂടി തീർത്തേക്കാം. ഓക്കെ, ഹോസ്പിറ്റൽ ഫോർമുലറി. അപ്പൊ നമ്മൾ പറഞ്ഞു എന്താ ഹോസ്പിറ്റൽ ഫോർമുലറി എന്ന് പറഞ്ഞാൽ ഹോസ്പിറ്റൽ ഡ്രഗ് ലിസ്റ്റ്, അതെ, മരുന്നുകളുടെ ലിസ്റ്റ്. അതിനെയാണ് ഫോർമുലറി എന്ന് വിളിക്കുക. അപ്പൊ ഇനി ഹോസ്പിറ്റലിന്റെ ഡ്രഗ് ലിസ്റ്റിനെ കുറിച്ച് കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. ഹോസ്പിറ്റലിന്റെ ഡ്രഗ് ലിസ്റ്റ് തയ്യാറാക്കും. അത് തയ്യാറാക്കുന്നതിൽ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിക്കും കൂടി എന്താണ് പറയാ, അവരുടെയും കൂടി ഡിസിഷൻസ് പ്രകാരമാണ് ഈ ലിസ്റ്റ് തയ്യാറാക്കുന്നത്. അവരാണ് ഇത് തയ്യാറാക്കുന്നത് എന്നൊക്കെ നമ്മൾ ഇങ്ങനെ കുറെ പറഞ്ഞല്ലോ. അപ്പൊ ആ ഡ്രഗ് ലിസ്റ്റിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില പ്രധാനപ്പെട്ട പോയിന്റ് അറിഞ്ഞിരുന്നാൽ മാത്രം മതി കേട്ടോ. അതിൽ ഒന്നാമത്തെ സെന്റൻസ്, ആ സെന്റൻസിനെടുത്ത് ഞാൻ പറയാണ്. ഇതിന് നിങ്ങൾ വീണ്ടും ചോദിക്കാൻ സാധ്യതയുള്ള സെന്റൻസ് ആണെന്ന് എനിക്ക് മനസ്സിലായതുകൊണ്ടാണ് പറയുന്നത്. ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. നോ ഹോസ്പിറ്റൽ ഫാർമസി can perhaps stock every medications that can be concerned with the doctor which they want to prescribe for the patients, those who are
ഹോസ്പിറ്റലൈസ്ഡ്. അതായത് ആ സെന്റൻസിന്റെ അർത്ഥം എങ്ങനെയാണ്? ഒരു ഹോസ്പിറ്റലുകൾക്കും അവിടെ വരുന്ന പേഷ്യൻസിന് ഏതെങ്കിലും തരത്തിലുള്ള രോഗവുമായിട്ട് വന്ന് അവിടെ അഡ്മിറ്റ് ഹോസ്പിറ്റലൈസ് ചെയ്യപ്പെടുന്ന പേഷ്യൻസിന് വേണ്ടുന്ന എല്ലാ മരുന്നുകളും എന്താ പറയാ പ്രിസ്ക്രൈബ് ചെയ്യേണ്ടി വരുന്ന എല്ലാ മരുന്നുകളും കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്യാൻ എല്ലാ ഹോസ്പിറ്റൽസിനും സാധ്യമല്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. ഒരു നെഗറ്റീവ് സെന്റൻസ് ആണ്. No hospitals can perhaps stock every medications which are concerned that the doctor may want to prescribe for their patients who are hospitalized. വരുന്ന പേഷ്യൻസ് അല്ലെങ്കിൽ അഡ്മിറ്റ് ചെയ്യപ്പെടുന്ന പേഷ്യൻസ് ആരൊക്കെ എന്തൊക്കെ രോഗമായിട്ടാണോ വരുന്നത് അവർക്ക് വേണ്ട മെഡിസിൻസ് എന്തൊക്കെ പ്രിസ്ക്രൈബ് ചെയ്യാനോ നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഫോർമുലറിയിൽ ഉണ്ട് അല്ലെങ്കിൽ ഹോസ്പിറ്റൽസിലുണ്ട് എന്ന് പറയാൻ പറ്റില്ല. കാരണം അതിന്റെ കാരണം വേണ്ടി ഞാൻ പറയാം. അതാണ് അതിന്റെ മീനിങ്. എന്താണ് കാരണം നമുക്ക് കൂട്ടിച്ചേർക്കാം. എന്താണ് കാരണം? കാരണം ഇന്ന് നമ്മൾ കാണുന്ന രോഗങ്ങളുടെ അവസ്ഥകളൊക്കെ എന്തെങ്കിലും ഹെറിഡിറ്ററി ആയിട്ട് പരമ്പരാഗതമായിട്ട് വരുന്ന രോഗമൊന്നുമല്ല. പുതിയ രോഗമൊക്കെയാണ് കേൾക്കണേ അല്ലെ? എന്തൊക്കെയാ കേൾക്കണേ? എന്തൊക്കെ രോഗം വരുന്നേ? നമ്മളുടെ ലൈഫ് സ്റ്റൈല്, നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ്, അതുപോലെ നമ്മുടെ എന്താ പറയാ ബിസി ലൈഫ്, നമ്മളുടെ നേരത്തിന് ഫുഡ് കഴിക്കാത്തത്, നമ്മൾ കൂടുതലും ജങ്ക് ഫുഡുകളിലേക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നത്, ഒരുപാട് കാരണങ്ങളുണ്ട് അതിന്. അപ്പൊ നമുക്ക് അതനുസരിച്ച് നമ്മുടെ ഇന്നത്തെ രോഗാവസ്ഥകളും രോഗത്തിന്റെ ഗതിവിഗതികളൊക്കെ മാറിക്കൊണ്ടിരിക്കുക. അപ്പൊ ഡോക്ടർ എന്റെ തന്നെ മുമ്പിൽ വന്നിരിക്കുന്ന ഒരു പേഷ്യന്റ് ഇന്ന കാര്യമൊക്കെയാണ് ഡോക്ടറെ എനിക്കെന്ന് പറഞ്ഞു വരുമ്പോ ഇതൊക്കെ എന്താണാവോ പുള്ളി എന്നെ ബ്ലാങ്ക് ആയി പോകും. കാരണം ഇങ്ങനെ പ്രീവിയസ് ആയിട്ട് വേറെ എവിടെയെങ്കിലും ചിലപ്പോൾ കേട്ടിട്ടില്ലാത്ത സിംറ്റവുമായിട്ടായിരിക്കാം ആ രോഗി തന്റെ മുമ്പിൽ. എല്ലാവരുടെയും കാര്യമല്ല, ഏതെങ്കിലും ചില സിറ്റുവേഷൻസിൽ. ഇപ്പൊ നമ്മൾ എന്തിനധികം പറയുന്നു, കൊറോണ എന്ന് പറയുന്ന ഒരു രോഗം വന്നു അല്ലെ? ഒരുപാട് ആളുകളുടെ ജീവൻ എടുത്തതിന് ശേഷമാണ് അതിന് ഒരു തടയിടാൻ എന്താ പറയാ അതിന്റെ ഒരു വാക്സിൻ നമ്മൾ കണ്ടുപിടിക്കപ്പെടുകയും കണ്ടുപിടിച്ചു, പുറത്തെ രാജ്യത്ത് കണ്ടുപിടിച്ചു. അത് കണ്ടുപിടിക്കുകയും അങ്ങനെ ആ ഒരു എന്താ പറയാ ഡെത്ത് റേറ്റ് നമുക്ക് മിനിമൈസ് ചെയ്യാൻ കുറയ്ക്കാനും പറ്റിയത്. എത്ര പേര് അതിന് മുമ്പ് മരിച്ചു ആ രോഗം കൊണ്ട് അല്ലെ? അതിന് അപ്പൊ തന്നെ മരുന്നായിരുന്നോ? ഉണ്ടായിരുന്നോ എവിടെയെങ്കിലും? ഇല്ല. അതിനൊരു എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറഞ്ഞാൽ പോരെ? അതാണ് പറഞ്ഞേക്കുന്നത്. ഒരു ഹോസ്പിറ്റൽസിനും അവിടെ വരുന്ന പേഷ്യൻസിന് എല്ലാവർക്കും പ്രിസ്ക്രൈബ് ചെയ്യാനുള്ള മരുന്നുകൾ കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്യാൻ പറ്റില്ല എന്നാണ് ഹോസ്പിറ്റലിന്റെ ഡ്രഗ് ലിസ്റ്റിനെ കുറിച്ച് പറയുന്ന ഒന്നാമത്തെ കാര്യം. നമ്മൾ പറഞ്ഞിരിക്കണം. നമ്മൾ എന്നിട്ട് അയ്യോ എന്ന രോഗമാണ് ഈ ആശുപത്രിയിൽ അതിന് വേണ്ടിയിട്ടുള്ള മരുന്നില്ലേ എന്ന് നമുക്ക് ചോദ്യം ചെയ്യാൻ പറ്റില്ല. കാരണം ഇന്നത്തെ ഓരോ പ്രത്യേക രീതിയിലുള്ള രോഗവുമായിട്ട് ഓരോ ദിവസവും നമുക്ക് ഓരോ ആളുകളിൽ നിന്ന് കേൾക്കാൻ പറ്റുക. അത് തന്നെയാണ് അതിന്റെ കാരണം. ഓക്കെ, ആൻഡ് മനസ്സിലായോ? പോയിന്റ് മനസ്സിലായോ? കിട്ടിയോ? ഓക്കെ. ഇനി രണ്ടാമത്തെ പോയിന്റ് എന്താ? ഡ്രഗ് ലിസ്റ്റിനെ കുറിച്ച് പറഞ്ഞേക്കുന്നത്. ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റി ഹാവ് എ ലിസ്റ്റ് ഓഫ് മെഡിക്കേഷൻസ് ദാറ്റ് ദ ഹോസ്പിറ്റൽ ഫാർമസി ഹാവ് ടു സ്റ്റോക്ക് ആൻഡ് ഓൾസോ ദേ ഹാവ് ടു സ്റ്റോക്ക് ദ മെഡിക്കേഷൻസ് along with their informations regarding each and every medication. അതായത് ഒരു ഹോസ്പിറ്റലിന്റെ ഫോർമുലറിയില്, ഹോസ്പിറ്റലിന്റെ ഡ്രഗ് ലിസ്റ്റില്, ഹോസ്പിറ്റൽ ഫാർമസിയില് സ്റ്റോക്ക് ചെയ്തിരിക്കുന്ന എല്ലാ മെഡിസിൻസും ഉണ്ടായിരിക്കും. ആ പേരുകളൊക്കെ ഇവിടെ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ ഇവിടെ സ്റ്റോക്ക് ചെയ്തിരിക്കുന്ന എല്ലാ മെഡിസിൻസും ഈ ലിസ്റ്റിൽ ഉണ്ടായിരിക്കും. ഈ ലിസ്റ്റിലുള്ള എല്ലാ മെഡിസിൻസും ഫാർമസിയിൽ ഉണ്ടായിരിക്കും. അങ്ങനെ രണ്ടൊന്നും തന്നെ അല്ലേ? ലിസ്റ്റിൽ പറഞ്ഞേക്കുന്ന മെഡിസിൻസ് അല്ലേ ഫാർമസിയിൽ ഉണ്ടാകുള്ളൂ. ഫാർമസിയിലുള്ള മെഡിസിൻസ് അവിടെ ഈ ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന പ്രകാരമാണ്. അപ്പൊ ഇത് ഇവിടെ ഉണ്ടായിരിക്കും. പക്ഷെ ഈ മെഡിസിൻസ് ഇവിടെ കീപ്പ് ചെയ്യുമ്പോൾ അവർ അതിന്റെ ഒപ്പം കീപ്പ് ചെയ്യേണ്ട മറ്റൊന്നുണ്ട്. ഈ ഡ്രഗ്സിനെ സംബന്ധിക്കുന്ന എല്ലാ ഇൻഫർമേഷൻസും അതിനോടൊപ്പം സ്റ്റോർ ചെയ്ത് വെക്കണം. ഓരോ മെഡിസിൻസും എന്തൊക്കെയാണ് അതിന്റെ കാര്യങ്ങള്, എന്തിനൊക്കെ ഉപയോഗിക്കുന്നു, അത് എന്താ പറയാ അതിനെന്തെങ്കിലും തരത്തിലുള്ള ആഫ്റ്റർ ഇഫക്റ്റോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടോ, എല്ലാ കാര്യങ്ങളും ഈച്ച് ആൻഡ് എവറി ഡീറ്റെയിൽസ് ഓഫ് ദ ഡ്രഗ്സ്, ഓരോ പർട്ടിക്കുലർ മെഡിസിൻസിന്റെയും ഡീറ്റെയിൽസ് അവർ റെക്കോർഡ് ചെയ്ത് വെക്കാം. And also the committee can make necessary changes in this drug list. ഈ ഫോർമുലറിയിൽ അവർക്ക് വേണമെങ്കിൽ ആവശ്യത്തിന് മാറ്റങ്ങൾ വരുത്താം. അവർക്ക് ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിക്ക് വേണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മാറ്റം വരുത്താം. ഇന്ന മരുന്ന് ചിലപ്പോൾ ഇത് വേണ്ട അത് വേണ്ട എന്ന് തീരുമാനിക്കാം. അവര് കമ്മിറ്റി എന്ന് പറയുമ്പോൾ ഒരാളെടുക്കുന്ന തീരുമാനമല്ലാന്ന് നമുക്ക് ഓർക്കണം. അതിനകത്ത് അവിടെ ആരൊക്കെയാണ് അതിന്റെ അംഗങ്ങളെന്ന് നമ്മൾ കണ്ടു. ഇവരെല്ലാവരും കൂടി തീരുമാനിച്ച് ഇന്ന മരുന്ന് നമുക്ക് ഈ ഒരു ലിസ്റ്റിൽ നിന്ന് വേണ്ട, ഇനി നമുക്കിത് മാറ്റാം. കാരണം ഇതിന് പകരം നമ്മൾ വേറൊരു പുതിയ മരുന്ന് കണ്ടുപിടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ അതിന് പകരം ഇന്ന മെഡിസിന് പകരം നമുക്ക് ഇത് റീപ്ലേസ് ചെയ്യാം എന്ന് തീരുമാനങ്ങൾ എടുക്കാം. ആൻഡ് ദേ കൻ മേക്ക് സം നെസസറി ചേഞ്ചസ്. ആവശ്യം വേണ്ട മാറ്റങ്ങൾ വരുത്താനുള്ള അധികാരം അവർക്കുണ്ട്. അപ്പൊ ഡ്രഗ് ലിസ്റ്റില് മാറ്റങ്ങൾ വരുത്താനുള്ള ആർക്ക് അധികാരം എന്ന് മനസ്സിലായി? Drug and Therapeutic Committee അധികാരമുണ്ട്. And also the doctors use this hospital formulary to prescribe or to treat any patient, those who are coming with any symptom or conditions. ഏതെങ്കിലും തരത്തിലുള്ള രോഗമോ അല്ലെങ്കിൽ സിംറ്റംസോ ഒക്കെ ആയിട്ട് വരുന്ന പേഷ്യൻസിന് മരുന്ന് കുറിക്കാനായിട്ട് ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് ഈ ഹോസ്പിറ്റലിന്റെ ഫോർമുലറി തന്നെയാണ് ഉപയോഗിക്കുന്നത്. തന്റെ ഹോസ്പിറ്റലിൽ ഇന്ന മെഡിസിൻ ഉണ്ടോ,
അത് എന്റെ മുമ്പിൽ ഒരു എന്താ പറയാ ഒരു ഓർത്തോപെഡിക്സ് ഡിപ്പാർട്ട്മെന്റിലാണെന്ന് വിചാരിക്കുക. അദ്ദേഹത്തിന് മുമ്പിൽ ഒരു പേഷ്യന്റ് വന്നിരിക്കുകയാണ്. അപ്പൊ ആൾക്ക് കുറിക്കേണ്ട മരുന്ന് അപ്പൊ തന്നെ ഹോസ്പിറ്റലിന്റെ ഫോർമുലറി എടുത്തു നോക്കും. ഞാൻ ഉദ്ദേശിച്ച മരുന്ന് ഈ ഒരു ലിസ്റ്റിലുണ്ടോ എന്ന് ഡോക്ടർ ഒന്ന് കൺഫേം ചെയ്യണം, എന്നിട്ടാണ് പ്രിസ്ക്രൈബ് ചെയ്യുക. ഈ ലിസ്റ്റിലില്ലാത്ത മരുന്ന് എനിക്ക് ഇഷ്ടമുള്ളത് അങ്ങോട്ട് പ്രിസ്ക്രൈബ് ചെയ്ത കാര്യമുണ്ടോ? അത് ഫാർമസിയിൽ അവൈലബിൾ ആയിരിക്കില്ല, ചിലപ്പോൾ അതിന് പകരം ഇന്ന മരുന്ന്. അപ്പൊ ആ മരുന്ന് റിലേറ്റഡ് ആയിട്ട് നോക്കണമെങ്കിൽ നമുക്ക് ആ ലിസ്റ്റ് കയ്യിലുണ്ടാകണം. അല്ലെങ്കിൽ എല്ലാം ഇങ്ങനെ ഓർത്ത് വെക്കാനായിട്ട് ചിലപ്പോൾ ഡോക്ടേഴ്സിന് ചിലപ്പോൾ സാധിച്ചു വരില്ല. സോ ഹോസ്പിറ്റൽ ഫോർമുലറി ഉപയോഗിച്ചിട്ടാണ് ഡോക്ടേഴ്സ് എന്ത് ചെയ്യുന്നത്? പ്രിസ്ക്രൈബ് ദ മെഡിസിൻസ് ദോസ് ഹു ആർ ഇൻ ഫ്രണ്ട് ഓഫ് ദെയർ പേഷ്യൻസ് ആയിട്ട് അവർ വരുന്ന മുമ്പില് തന്റെ മുമ്പിൽ വരുന്നവർക്ക് പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ഹോസ്പിറ്റൽ ഫോർമുലറി ഉപയോഗിച്ചിട്ടാണ്. ആൻഡ് ഓൾസോ while prescribing the medicines, ഈ മെഡിസിൻസ് ഈ പറയുന്ന ലിസ്റ്റ് നോക്കി പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ they have to confirm or ensure that they do not prescribe the medications that cause perilous interactions with other medicines. അതായത് ഈ മെഡിസിൻസ് ഇങ്ങനെ പ്രിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് തന്റെ കയ്യിലിരിക്കുന്ന മരുന്നുകൾ ഇങ്ങനെ പ്രിസ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ആ കഴിക്കുന്ന മരുന്നുകൾ പരസ്പരം ഇന്ററാക്ട് ചെയ്ത് എന്തെങ്കിലും പ്രത്യേക എന്താ പറയാ ഡേഞ്ചറസ് സിറ്റുവേഷൻസ് ആ ഒരു പേഷ്യന്റിന് കോസ് ചെയ്യാൻ സാധ്യതയുണ്ടോ എന്ന് മനസ്സിലാക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ അത് എഴുതാൻ പാടില്ല. അപ്പൊ അത് അങ്ങനെയൊന്നും ഇല്ല, പ്രോപ്പർ ആയ മെഡിസിൻസ് ആണ്. അല്ലെങ്കിൽ ഇന്ന മെഡിസിൻ മറ്റു ചിലപ്പോൾ ചിലതിനുമായിട്ട് ഇന്ററാക്ഷൻസ് നടക്കും, ഒന്ന് മറ്റൊന്നുമായിട്ട് പ്രതിപ്രവർത്തനം വരും. അങ്ങനെ വരുമ്പോ ചില റിയാക്ഷൻസ് നമുക്ക് പേഷ്യൻസിന് അനുഭവപ്പെടും. അങ്ങനെ റിയാക്ഷൻസ് വരുമ്പോ പേഷ്യൻസ് പേടിച്ചു, അയ്യോ എന്താ ഇപ്പൊ മരുന്ന് കഴിച്ചപ്പോ എന്ത് പറ്റി, പാനിക് ആകും. അപ്പൊ വലിയ അപകട സാധ്യതകളാണ്. അപ്പൊ അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഈ ഡ്രഗ് ലിസ്റ്റ് നോക്കുമ്പോ അതനുസരിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ മരുന്നുകൾ പ്രിസ്ക്രൈബ് ചെയ്യാൻ. സെന്റൻസ് ഡോക്ടേഴ്സ് യൂസ് ദ ഫോർമുലറി ടു ഫൈൻഡ് ഔട്ട് വിച്ച് മെഡിക്കേഷൻസ് ദ ഹോസ്പിറ്റൽ ഹാസ് അവൈലബിൾ ടു ട്രീറ്റ് ഗിവൺ സിംപ്റ്റം ഓർ കണ്ടീഷൻ. ഏത് രോഗവും തന്റെ അടുത്ത് വരുന്ന രോഗികൾ എന്ത് സിംപ്റ്റമോ എന്ത് കണ്ടീഷൻ ആയിട്ട് വരുന്നോ അവർക്ക് കൊടുക്കാൻ പറ്റിയ മരുന്നുകൾ ഹോസ്പിറ്റൽ ഫോർമുലറിയിൽ ഉണ്ടോ എന്ന് നോക്കി ചെക്ക് ചെയ്തിട്ടാണ് പ്രിസ്ക്രൈബ് ചെയ്യുന്നത്. And also they check to ensure that they do not prescribe the medications that can cause perilous interactions with other medications. മറ്റ് മരുന്നുകളുമായിട്ട് ഇന്ററാക്ഷൻസ് ഇല്ലാത്ത മരുന്നുകളാണ് ഞാൻ പ്രിസ്ക്രൈബ് ചെയ്യുന്നതെന്ന് ഉറപ്പുവരുത്താനും ആര് ശ്രദ്ധിക്കണം? നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഡോക്ടേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യുന്നതിന് മുമ്പ് അതും കൂടി ആ ലിസ്റ്റ് കൂടി നോക്കി കൺഫേം ആക്കണം. എന്നിട്ട് മാത്രമേ പ്രിസ്ക്രൈബ് ചെയ്യാൻ പാടുള്ളൂ എന്നാണ്. മനസ്സിലായോ? സെന്റൻസ് എന്താന്ന് മനസ്സിലായോ? ക്ലിയർ ആയി നോക്കി ഒന്ന് വായിച്ചു നോക്കിയേ. രണ്ട് സെന്റൻസിന്റെ മീനിങ് മനസ്സിലായി നോക്ക്. മനസ്സിലാകാത്തവരുണ്ടെങ്കിൽ ചോദിക്കണം. ഇല്ലല്ലോ? ആൻഡ് ദ ലാസ്റ്റ് എന്താണ് ഇനി ഹോസ്പിറ്റലിന്റെ ഡ്രഗ് ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു കാര്യം കൂടി പറഞ്ഞിരിക്കുന്നത്. ദ കമ്പനി, അതായത് സോറി കമ്മിറ്റി, ഹോസ്പിറ്റലിന്റെ ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റിയിലെ മെഡിസിൻസ് സെലക്ട് ചെയ്യുമ്പോൾ, അതായത് അവരുടെ ഡ്രഗ് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ മെഡിസിൻസ് ഇങ്ങനെ ഉൾപ്പെടുത്താൻ വേണ്ടി നോക്കുമ്പോ ആ മെഡിസിന്റെ ഇഫക്റ്റീവ്നെസ്, എത്രത്തോളം ഇഫക്റ്റീവായ മെഡിസിൻ ആണ്, അതിന്റെ കോസ്റ്റ്, അതിന്റെ ചെലവ്, ആൻഡ് ഓൾസോ ദ നീഡ് ഫോർ ദം ഇൻ ദാറ്റ് പർട്ടിക്കുലർ ഹോസ്പിറ്റൽ. ആ ഹോസ്പിറ്റലിൽ ആ മെഡിസിന് എത്രത്തോളം ഉപയോഗിക്കും, എത്രത്തോളം ഉപകാരപ്രദമാണ്, ആ മെഡിസിൻ വേണോ വേണ്ടേ, വേണ്ടാത്ത എന്താ പറയാ. ഉദാഹരണം ഒരു എന്താ പറയാ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റ് ഇല്ല ഹോസ്പിറ്റലില്. ഇപ്പൊ ഉദാഹരണത്തിന് എന്താ പറയാ ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ് ഇല്ലാത്തൊരു ഹോസ്പിറ്റലാണെന്ന് വിചാരിക്കാം. ഗൈനക്കോളജി ഇല്ല, അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഇല്ലാത്ത ഹോസ്പിറ്റലാണെന്ന് വിചാരിക്കാം. മറ്റു വേറെ കുറെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റിൽ എഴുതേണ്ട ഡോക്ടർമാര് പ്രിസ്ക്രൈബ് ചെയ്യേണ്ട ഒരു മെഡിസിൻ ആ ഹോസ്പിറ്റലിൽ വേണോ? വേണ്ടി വരുമോ? അങ്ങനെയാണെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റ് അവിടെ ഫംഗ്ഷൻ ചെയ്യുന്നില്ല, അപ്പൊ വേണ്ടി വരുമോ അങ്ങനെ ഒരു മരുന്ന്? അപ്പൊ ഡ്രഗ് ലിസ്റ്റിൽ അങ്ങനെ ഉൾപ്പെടുത്തേണ്ടി വരുമോ? തീർച്ചയായിട്ടും ഇല്ല. അപ്പൊ അതുകൊണ്ട് കമ്മിറ്റി അതിനു മുമ്പ് തന്നെ തീരുമാനിക്കണം എത്രത്തോളം ഇഫക്റ്റീവായ മെഡിസിൻസ് ആണ് ഇത് ഓരോന്നും, അതിന്റെ ചെലവ് കൺസിഡർ ചെയ്യണം. മാത്രമല്ല നമ്മുടെ ഹോസ്പിറ്റലിന്റെ ഡ്രഗ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തേണ്ടതാണോ, നമുക്ക് ഇവിടെ ആവശ്യമുണ്ടോ, ഈ ഹോസ്പിറ്റലിൽ ഈ ഒരു മരുന്ന് ആവശ്യമുണ്ടോ എന്നൊക്കെ മുൻകൂട്ടി അതിന് തീരുമാനങ്ങൾ എടുക്കണം. എന്നിട്ട് മാത്രമേ അത് ഉൾപ്പെടുത്താൻ പാടുള്ളൂ. ഭയങ്കര ചെലവ് കൂടിയ മരുന്നുകളൊക്കെ ആണെങ്കിൽ അതിന് പകരം ഉപയോഗിക്കാവുന്ന മരുന്നുണ്ടോ അതൊക്കെ സെർച്ച് ചെയ്ത് നോക്കണം. എന്നിട്ട് മാത്രമേ അത് ഡ്രഗ് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ പറ്റുള്ളൂ, ഹോസ്പിറ്റൽ ഫാർമസിയിൽ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഹോസ്പിറ്റലിന്റെ ഡ്രഗ് ലിസ്റ്റിനെ സംബന്ധിക്കുന്ന ചില പ്രധാനപ്പെട്ട ഇൻഫർമേഷൻസ് ആണ് നമ്മളിപ്പോ കേട്ടത്. ഓക്കെ, മനസ്സിലായല്ലോ? ഒറ്റ ഹോസ്പിറ്റൽസിനും എവിടെയൊക്കെ ഏതൊക്കെ പേഷ്യൻസ് വരുന്നോ എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്യാനുള്ള മരുന്നുകൾ സ്റ്റോക്ക് ചെയ്യാൻ പറ്റില്ല.
ഡ്രഗ് ആൻഡ് തെറാപ്യൂട്ടിക് കമ്മിറ്റികള് മെഡിക്കേഷൻസിന്റെ ലിസ്റ്റ് തയ്യാറാക്കുമ്പോൾ ആ മെഡിസിൻസിന്റെ ഓരോന്നിന്റെയും ഇൻഫോർമേഷൻസ് കൂടി അതിനോട് ഒപ്പം ചേർത്ത് വെക്കാൻ നോക്കണം. ഹോസ്പിറ്റലിന്റെ ഡ്രഗ് ലിസ്റ്റിൽ എപ്പോൾ വേണമെങ്കിലും എന്തെങ്കിലുമൊക്കെ ചേഞ്ചസ് വരുത്താൻ കമ്മിറ്റിക്ക് അധികാരമുണ്ട്. ഡോക്ടേഴ്സ് ഓൾസോ യൂസ് ദ ഹോസ്പിറ്റൽ ഫോർമുലറി. ഹോസ്പിറ്റലിന്റെ ഡ്രഗ് ലിസ്റ്റ് ഉപയോഗിക്കുന്നത് ഡോക്ടേഴ്സും അവരുടെ പേഷ്യൻസിന് പ്രിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഫോർമുലറി ഉപയോഗിക്കുന്നുണ്ട്. താൻ എഴുതുന്ന പ്രിസ്ക്രൈബ് ചെയ്യുന്ന മരുന്നുകള് ആളുകൾക്ക് ഡേഞ്ചറസ് വെരിലസ് സിറ്റുവേഷൻസ് ഇന്ററാക്ഷൻസ് ഉണ്ടാക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് വേണം പ്രിസ്ക്രൈബ് ചെയ്യാനായിട്ട്. കമ്മിറ്റി മെഡിസിൻസ് സെലക്ട് ചെയ്യുമ്പോൾ ഡ്രഗ് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടി സെലക്ട് ചെയ്യുമ്പോൾ ആ ഡ്രഗിന്റെ ഇഫക്റ്റീവ്നെസ്, കോസ്റ്റ് ആൻഡ് ഹൗ മച്ച് ഇറ്റ് ഈസ് നീഡഡ് ഇൻ ദാറ്റ് പർട്ടിക്കുലർ ഹോസ്പിറ്റൽ, അത് എത്രത്തോളം നമ്മുടെ ഹോസ്പിറ്റലിന് ആവശ്യകമാണ് എന്നുകൂടി കണക്കിലെടുത്തിട്ട് വേണം ഡ്രഗ് ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ. ക്ലിയർ? മനസ്സിലായോ? ഹോസ്പിറ്റൽ ഫോർമുലറി. ഓക്കെ, അപ്പൊ നമ്മള് ഇന്ന് തുടങ്ങി എത്രത്തോളം എടുത്തെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അതായത് നമ്മള് അത്ര സ്പീഡിലൊന്നും പോയിട്ടൊന്നുമില്ല. ഓരോ പോയിന്റുകൾ നിങ്ങളോട് ഞാൻ ചോദിച്ചു, ഓരോ പോയിന്റും മനസ്സിലാക്കി. പിന്നെ മാത്രമല്ല ഏതാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുന്നതെന്നുള്ള ഭാഗം അടയാളപ്പെടുത്താൻ പറഞ്ഞു. അത് നന്നായിട്ട് പഠിക്കണം കേട്ടാ. അപ്പൊ ഇതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. ഹോസ്പിറ്റൽ ഫോർമുലറി ഒക്കെ വായിച്ച് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഈ വായിച്ച് മനസ്സിലാക്കാൻ പറയുമ്പോൾ മോക്ക് ടെസ്റ്റിൽ ക്വസ്റ്റ്യൻസ് വരുന്നത് നമ്മൾ അതിനകത്ത് പറയുന്നതല്ല. ഞാൻ എക്സാമിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലാണ് അങ്ങനെ മാർക്ക് ചെയ്ത് വെക്കാൻ പറഞ്ഞത്. ഓക്കെ, മോക്ക് ടെസ്റ്റിൽ ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് ഒക്കെ അതിനകത്ത് ഉൾപ്പെടുത്തും കേട്ടോ. അതൊക്കെ ഉണ്ടാവുമായിരിക്കും ക്വസ്റ്റ്യൻസ്. അത് നമ്മൾ മെയിൻ എക്സാമിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളിലാണ് ഞാനൊന്ന് മാർക്ക് ചെയ്ത് വെച്ച് പഠിക്കാൻ പറഞ്ഞത്. അപ്പൊ നമുക്ക് ഇന്ന് ഇവിടെ കൊണ്ട് നിർത്താം. എത്ര ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ ദിവസം നമ്മൾ എഴുതിയേ? എത്ര എണ്ണത്തിന്റെ ആൻസേഴ്സ് വായിക്കാൻ എന്ന് പറയാമോ? ആൻസർ വായിക്കാനുള്ളതാണോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ തരാനുള്ളതാണ്? 15 എണ്ണം കൂടി ആൻസർ വായിക്കാനുണ്ട് അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞേ? ഓക്കെ, നമുക്ക് അടുത്ത ദിവസം ഞാൻ വായിപ്പിച്ചോളാം. അതൊന്നും നിങ്ങള് തീർക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാ ഇത്രയും നേരം നമ്മൾ നീട്ടി പിടിച്ചത്. ഓക്കെ, അപ്പൊ നിങ്ങള് എല്ലാവരും അതിനുവേണ്ടി എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നതിന് താങ്ക്സ്. ഇത്ര ഉച്ച സമയമൊക്കെയാണ്, പക്ഷെ നമുക്ക് നിവൃത്തിയില്ലാത്തത് കൊണ്ട് അത്രയും അങ്ങോട്ട് ഞാൻ കൂടുതൽ എടുത്തത് കേട്ടാ. ഇനിയും കൂടുതലെടുത്ത് ഇനി ബോറടിച്ചു അല്ലെ? ഇതിലേക്ക് പോണ്ട. ഇനി 1-2 ക്ലാസ് കൊണ്ട് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും ഇതുപോലെ തന്നെ. ഓക്കെ, അപ്പൊ എല്ലാവരും പെരിലസ് മീൻസ് ഡേഞ്ചറസ് എന്നർത്ഥം, അപകടകരമായിട്ടുള്ളത് എന്നർത്ഥം കേട്ടോ. പെരിലസ് അപ്പൊ നന്നായിട്ട് വായിച്ച് നോക്കുക. കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ പറഞ്ഞ ഭാഗം മാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് തിരിച്ചു മറിച്ച് നിങ്ങൾ തന്നെ സ്വന്തമായിട്ട് ചോദിച്ച് ഉത്തരം പറയും. അപ്പൊ നിങ്ങൾക്ക് അത് പഠിക്കാൻ പറ്റും അങ്ങനെ. ഓക്കെ, ബൈ ബൈ, ടാറ്റാ. Thank you. Okay, thank you.